ಕರங்களை ಉಯರ್ತಿ ಕರ್ತನಿಗೆ ಮಹತ್ವ ಕೊಡುತ್ತಾಟೆ. ಕರಗಳನ್ನು ಮೇಲಕ್ಕೆತ್ತಿ ಕರ್ತನಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. ಸಂತೋಷമുള്ളവർ ദൈവത്തിന് ഒരിക്കൽ കൂടി മഹത്വം കൊടുത്തേ. ಸಂತೋಷದಿಂದ ಮತ್ತೊಂದು ಆವೃತ್ತಿ ದೇವರಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸುವ. കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുള്ളതിനാൽ ദൈവത്തിന് ಕರ್ತನ ದೊಡ್ಡ ಪ್ರಸನ್ನತೆ ನಮ್ಮ ನಡುವೆ ಇರುವುದರಿಂದ കർത്താവ് നമ്മുടെ നടുവിൽ വലിയ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നതിനായ സ്തോത്രം. ಕರ್ತನ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ದೊಡ್ಡದಾದ ಕಾರ್ಯವನ್ನು ಮಾಡಲಿಕ್ಕಿರುವುದರಿಂದ Praise the Lord. Hallelujah. 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 കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം ഇന്ന് പകൽക്കാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തന പരിശുദ്ധവാದ നാമವು ಈ ಹಗಲಿನ ವೇಳೆಯಲ್ಲಿ ಮಹಿಮೆ ಹೊಂದಲಿ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟಂತ ಒಳ್ಳೆಯ ಹಗಲಿಗಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುತ್ತಾ ಇದ್ದೇನೆ. DGM മിനിസ്ട്രിക്ക് ശക്തമായ നേതൃത്വം കൊടുക്കുന്ന ക്രിസ്തുവിൽ ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഈ തലമുറയിൽ ദൈവരാജ്യത്തിന് വേണ്ടി അതിശക്തമായി ഉപയോഗിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സുനിൽ ഡിസൂസ, കർത്താവിൻ്റെ ദാസി എലിസബeth, പ്രിയ ഭവനത്തോടുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ അറിയിക്കുകയാണ്. DGM ಸೇವೆಯ ನಾಯಕತ್ವವನ್ನು ವಹಿಸಿಕೊಂಡಂತ ಕರ್ತನ ಅಭಿಷಕ್ತ ಸೇವಕರಿಗೂ ತನ್ನ ಕುಟುಂಬಕ್ಕೂ ಕರ್ತನ ನಾಮದಲ್ಲಿ ನಾನು ವಂದನೆಯನ್ನು ತಿಳಿಸುವನಾಗಿದ್ದೇನೆ. ശക്തമായി ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രകാശ്, ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ സന്തോഷ്, അതോടൊപ്പം തന്നെ എൻ്റെ കൂട്ടുദാസി അശ്വിനി, എല്ലാവർക്കും ക്രിസ്തുവിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ಆರಾಧನೆಯನ್ನು ನಡೆಸುತ್ತಿರುವಂತಹ ಪಾಸ್ಟರ್ ಪ್ರಕಾಶ್ ಅವರಿಗೂ, ಭಾಷಾಂತರ ಮಾಡುವವರಿಗೂ, ಅದೇ ರೀತಿಯಲ್ಲಿ ಕರ್ತನ ಸೇವಕರ ಪತ್ನಿಗೂ ಕರ್ತನ ನಾಮದಲ್ಲಿ ವಂದನೆಯನ್ನು ತಿಳಿಸುವನಾಗಿದ್ದೇನೆ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ വലിയ കാര്യങ്ങളെ ചെയ്യും. പരിശുദ്ധാത്മನು ಈ ಹಗಲು ಮಹತ್ತಾದ ಕಾರ್ಯವನ್ನು ನಮ್ಮಲ್ಲಿ ಮಾಡುವಾತನಾಗಿದ್ದಾನೆ. ദൈവിക അത്ഭുതങ്ങൾ ഒരു വ്യക്തിയുടെ അകത്ത് വെളിപ്പെടുന്നത് അവരുടെ വിശ്വാസത്തിന്റെ അകത്താണ്. ದೇವರ ಅದ್ಭುತಗಳು ನಮ್ಮ ಒಬ್ಬ ವ್ಯಕ್ತಿಯ ಜೀವಿತದಲ್ಲಿ ಪ್ರಕಟವಾಗುವುದು ಆತನ ನಂಬಿಕೆಯ ಅಳತೆಯ ಮೇರೆಗೆ ಆಗಿರುತ್ತದೆ. ദൈവവചനം പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ವಾಕ್ಯ ಹೇಳುತ್ತದೆ, ನಂಬಿದರೆ ದೇವರ ಮಹಿಮೆಯನ್ನು ಕಾಣುತ್ತೀ ಎಂಬುದಾಗಿ. വിശ്വസിക്കുന്നവരാൽ അത്ഭുതങ്ങൾ നടക്കും. ನಂಬುವವರಿಂದ ಸೂಚಕ ಕಾರ್ಯಗಳು ನಡೆಯುತ್ತದೆ. നമ്മുടെ കൊച്ചു ഹൃദയത്തിന്റെ അകത്ത് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം വലിയ കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് ನಮ್ಮ ಸಣ್ಣ ಹೃದಯದೊಳಗೆ ಸಾಸಿವೆ ಕಾಳಿನಷ್ಟು ನಂಬಿಕೆ ಇರುವುದಾದರೆ ಮಹತ್ತಾಗಿರುವ ಕಾರ್ಯಗಳನ್ನು ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ದೇವರು ಮಾಡುತ್ತಾನೆ. അടുത്തിരിക്കുന്നവർക്ക് കൈകൊടുത്തിട്ട് പറ, വലിയ കാര്യങ്ങളെ ദൈവം ചെയ്യാൻ പോകുന്നു. ಹತ್ತಿರದವರಿಗೆ ಕರ ಕೊಟ್ಟು ಹೇಳಿ, ಮಹತ್ತಾಗಿರುವ ಕಾರ್ಯವನ್ನು ದೇವರು ಮಾಡುತ್ತಾನೆ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടച്ചു. ಒಂದು ನಿಮಿಷ ಎಲ್ಲ ಕಣ್ಣುಗಳನ್ನು ಕರ್ತನ ಸಮ್ಮುಖದಲ್ಲಿ ಮುಚ್ಚಿಕೊಳ್ಳುವ. ഒരു നിമിഷം എല്ലാവർക്കും സ്വസ്ഥാനത്ത് എഴുന്നേറ്റ് നിന്നേ. ಎಲ್ಲರೂ ಇರುವಂತ ಸ್ಥಳಗಳಲ್ಲೇ ಎದ್ದು ನಿಂತುಕೊಳ್ಳಿರಿ. നിങ്ങൾ ചില മിനിറ്റുകൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ಕೆಲವು ನಿಮಿಷಗಳು ಕರ್ತನೊಂದಿಗೆ ಪ್ರಾರ್ಥಿಸಿರಿ. ഇന്ന് പകൽക്കാലം വലിയ കാര്യങ്ങളെ ദൈവം നമ്മുടെ നടുവിൽ ചെയ്യട്ടെ. ಇಂದು ಹಗಲು ದೊಡ್ಡ ಕಾರ್ಯವನ್ನು ದೇವರು ನಮಗೋಸ್ಕರ ಮಾಡಲಿ. ഒരു ദൈവദാസനെ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരമായിരിക്കും. ಒಬ್ಬ ಸೇವಕರನ್ನು ಉಪಯೋಗಿಸುವುದು ಎಂಬುದು ನಿಮ್ಮ ಪ್ರಾರ್ಥನೆ ആധാരದಲ್ಲಿ ಇರುತ್ತದೆ. നിങ്ങൾ ഇന്ന് പകൽക്കാലം എങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ആ വിധത്തിൽ ഒരു ദൈവ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. ನೀವು ಯಾವ ರೀತಿಯಾಗಿ ಇವತ್ತು ಕರ್ತನಲ್ಲಿ ಪ್ರಾರ್ಥಿಸ್ತೀರೋ ಅದೇ ರೀತಿಯಾಗಿ ಸೇವಕರ ಮೂಲಕ ತನ್ನ ಮಹಿಮೆಯನ್ನು ದೇವರು ಪ್ರಕಟಿಸುತ್ತಾನೆ. മോശെ എന്ന ദൈവ മനുഷ്യൻ ദൈവ സാന്നിധ്യത്തെ അധികമായി ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. ಮೋಶೆ ಎಂಬಂತ ದೇವರ ಮನುಷ್ಯನು ದೇವರ ಸಾನ್ನಿಧ್ಯವನ್ನು ಹೆಚ್ಚಾಗಿ ಬಯಸಿದಂತ ಮನುಷ್ಯನಾಗಿದ್ದ. ആർക്കും വേണ്ടാതെ കിടന്നവനെ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ചലിച്ചൊരു ദൈവ സാന്നിധ്യമുണ്ട്. ಯಾರಿಗೂ ಬೇಡದೆ ನಿರಾಕರಿಸಲ್ಪಟ್ಟಂತ ಒಬ್ಬ ವ್ಯಕ್ತಿಯನ್ನು ಏನಾದರೂ ಮಾಡಿರುವುದಾದರೆ ಅದರ ಹಿಂದೆ ಚಲಿಸುವುದು ದೇವರ ಸಾನ್ನಿಧ್ಯವಾಗಿದೆ. ദൈവ സാന്നിധ്യം നിന്നെ വ്യത്യസ്തമാക്കും. ದೇವರ ಸಾನ್ನಿಧ್ಯ ನಿನ್ನನ್ನು ವ್ಯತ್ಯಸ್ತಗೊಳಿಸುವಂತದ್ದಾಗಿದೆ. ദൈവ സാന്നിധ്യം നിന്നെ സൗഖ്യമാക്കും. ದೇವರ ಸಾನ್ನಿಧ್ಯ ನಿನಗೆ ಬಿಡುಗಡೆ ಕೊಡುತ್ತದೆ. ദൈവ സാന്നിധ്യം അസാധാരണമായത് നിന്റെ നടുവിൽ ചെയ്യും. ದೇವರ ಸಾನ್ನಿಧ್ಯ ಅಸಾಧಾರಣವಾದ ಕಾರ್ಯವನ್ನು ಮಾಡುತ್ತದೆ. ദൈവ സാന്നിധ്യം പുതിയ വഴികളെ നിനക്ക് ದೇವರ ಸಾನ್ನಿಧ್ಯ ಹೊಸ ದಾರಿ ನಿನಗೋಸ್ಕರ ತೆರೆಯುವಂತದೆ. ദൈവ സാന്നിധ്യം മരുഭൂമിക്കും നിരാശയ്ക്കും അതിർവരം ಬಿಡುം. ಆಮೇಲೆ ದೇವ ಸಾನ್ನಿಧ್ಯ ಅರಣ್ಯಕ್ಕೂ ನಿರಾಶೆಗೂ ಆಮೇಲೆ ಮೇರೆಯನ್ನು ಗೊತ್ತು ಮಾಡುವಂತದ್ದಾಗಿದೆ. ഇന്ന് വരെ തുറക്കാത്ത വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കും. ಇದುವರೆಗೂ ತೆರೆಯದ ಬಾಗಿಲು ನಿನಗೋಸ್ಕರ ತೆರೆಯಲ್ಪಡುತ್ತದೆ. നീ കരഞ്ഞ ദേശത്ത് സ്വർഗത്തിലെ ദൈവം ആദരിക്കും. ನೀನು ಅತ್ತಂತ ದೇಶದಲ್ಲಿ ಪರಲೋಕದ ದೇವರು ನಿನ್ನನ್ನು ಸನ್ಮಾನಿಸುತ್ತಾನೆ. നീ പരാജയം എന്ന് വിധിയെഴുതിയ ശത്രുവിന്റെ നടുവിൽ ദൈവം നിന്നെ മാനിക്കും. ನೀನು ಸೋಲು ಎಂಬುದಾಗಿ ವಿಧಿ ಬರೆದಂತ ಸೈತಾನನ ಆಮೇಲೆ ವೈರಿಯ ಮುಂದೆ ನಿನ್ನನ್ನು ಸನ್ಮಾನಿಸುತ್ತಾನೆ.
ദൈവ സാന്നിധ്യം വെളിപ്പെട്ടാൽ നീ ആറിൽ മാറിയവനെ പോലാകും. ದೇವರ ಸಾನ್ನಿಧ್ಯ ಪ್ರಕಟವಾದರೆ ವ್ಯಕ್ತಿ ಬದಲಾವಣೆ ಉಂಟಾಗುತ್ತದೆ. ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ നിന്റെ കണ്ണിന്റെ അകത്ത് തീ വ്യാപരിക്കും. ದೇವ ಸಾನ್ನಿಧ್ಯ ಪ್ರಕಟವಾದರೆ ನಿನ್ನ ಕಣ್ಣಿನೊಳಗೆ ಆ ಬೆಂಕಿಯು ಪ್ರಕಟವಾಗುತ್ತದೆ. ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ നിന്റെ നാവ് അഗ്നിയുടെ നാവായി മാറും. ದೇವ ಸಾನ್ನಿಧ್ಯ ಪ್ರಕಟವಾಗುವಾಗ ನಿನ್ನ ನಾಲಿಗೆಯು ಉರಿಯಂತೆ ಆಗುವಂತದೆ. ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ നാളുകളായി നിന്നെ ബന്ധിച്ച ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. ದೇವ ಸಾನ್ನಿಧ್ಯ ನಿನ್ನಲ್ಲಿ ಪ್ರಕಟವಾಗುವಾಗ ದಿನಮಾನಗಳಿಂದ ಬಂಧಿಸಿದ ಬಂಧನಗಳು ಅದು ಬಿಚ್ಚಲ್ಪಡುವಂತದಾಗಿದೆ. ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് വെളിപ്പെടുന്ന ദൈവീയ സ്വസ്ഥത നീ അനുഭവിക്കും. ದೇವರ ಸಾನ್ನಿಧ್ಯದೊಳಗೆ ಪ್ರಕಟವಾಗುವ ಸ್ವಸ್ಥತೆಯನ್ನು ನೀನು ಅನುಭವಿಸುವಿ. എല്ലാ തരങ്ങളും തുറന്ന് അന്യഭാഷകൾ മേൽ ചില മിനിറ്റുകൾ പ്രാർത്ഥിച്ചു. ಎಲ್ಲ ಬಾಯಿಗಳು ತೆರೆದು ತುಟಿಗಳನ್ನು ಬಿಚ್ಚಿ ಕರ್ತನ ಸನ್ನಿಧಾನದಲ್ಲಿ ಅನ್ಯ ಭಾಷೆಗಳಲ್ಲಿ ಮಾತನಾಡಿರಿ. മോശ പ്രാർത്ഥിച്ചു, നിന്റെ സാന്നിധ്യമില്ല എങ്കിൽ നീ എന്നെ പുറപ്പെടുവിക്കരുത്. ಮೋಶೆ ಹೇಳಿದ ನಿನ್ನ ಸಾನ್ನಿಧ್ಯವಿಲ್ಲದೆ ನಮ್ಮನ್ನು ಹೋಗಗೊಡಿಸಬೇಡ. മോശയോട് ദൈവം പറഞ്ഞു, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും മോശേ, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ಮೋಶೆಗೆ ದೇವರು ಹೇಳಿದ, ನನ್ನ ಸಾನ್ನಿಧ್ಯ ನಿನ್ನ ಸಂಗಡವಿರುತ್ತದೆ, ನಾನು ನಿನ್ನ ಮೂಲಕ ಕಾರ್ಯ ಮಾಡುವೆನೆಂಬುದಾಗಿ. അടുത്തിരിക്കുന്നവരെ നീ നോക്കണ്ട, കണ്ണടച്ച് ദൈവ സാന്നിധ്യത്തിന് പ്രാർത്ഥിച്ചു. സാന്നിധ്യം ചിലതിനെ തൊടുന്നുണ്ട്. ಸಮೀಪದವರನ್ನು ನೀವು ಗಮನಿಸಬೇಡಿರಿ, ದೇವರ ಸಾನ್ನಿಧ್ಯಕ್ಕಾಗಿ ಪ್ರಾರ್ಥಿಸಿರಿ. ದೇವರ ಸಾನ್ನಿಧ್ಯ ನಿಮ್ಮನ್ನು ಮುಟ್ಟುವಂತದಾಗಿದೆ. Power in the name of Jesus. ಶಕ್ತಿ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ദൈവ ശക്തി വ്യാപരിക്കട്ടെ. ದೇವ ಶಕ್ತಿ ಇಳಿಯಲಿ. അഭിഷേകം വ്യാപരിക്കട്ടെ. ಅಭಿಷೇಕ ಇಳಿಯಲಿ. ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ ബന്ധിക്കപ്പെടട്ടെ. ಕತ್ತಲೆಯ ಅಧಿಕಾರಗಳು ಬಂಧಿಸಲ್ಪಡಲಿ. ദൈവ സാന്നിധ്യം ചിലതിനെ തൊടുന്നു. ದೇವರ ಸಾನ್ನಿಧ್ಯ ಕೆಲವರನ್ನು ಮುಟ್ಟುತ್ತಾ ಇದೆ. ദൈവ സാന്നിധ്യം ചിലതിനെ തൊടുന്നു. ದೇವರ ಸಾನ್ನಿಧ್ಯ ಕೆಲವರನ್ನು ಮುಟ್ಟುತ್ತಾ ಇದೆ. ദൈവ സാന്നിധ്യം ചിലതിനെ തൊടുന്നു. ದೇವ ಸಾನ್ನಿಧ್ಯ ಕೆಲವರನ್ನು ಮುಟ್ಟುತ್ತಾ ಇದೆ. ദൈവ സാന്നിധ്യം ചിലതിനെ തൊടുന്നു. ದೇವ ಸಾನ್ನಿಧ್ಯ ಕೆಲವರನ್ನು ಮುಟ್ಟುತ್ತಾ ಇದೆ. Power in the name of Jesus. ಶಕ್ತಿ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. Fire Holy Spirit. ಓ ಬೆಂಕಿಯ ಅಭಿಷೇಕ. ദൈവം നിന്നെ തൊടുന്നു. ದೇವರು ನಿನ್ನನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. Free. ಸ್ವತಂತ್ರವಾಗು. Sharada Nagasi Araga power. Sharada Nagasi. ദൈവ സാന്നിധ്യം തൊടട്ടെ. ದೇವರನ್ನು ಮುಟ್ಟಲಿ. Power in the name of Jesus. ಶಕ್ತಿ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. Fire Holy Spirit. ಓ ವಂದನೆ ಪರಿಶುದ್ಧಾತ್ಮನೇ. Fire Holy Spirit. ಬೆಂಕಿಯ ಅಭಿಷೇಕ. Dunamis power. ಪರಿಶುದ್ಧಾತ್ಮನ ಬೆಂಕಿ. Free. ಸ್ವತಂತ್ರವಾಗಲಿ. Sharada Nagasi Araga ശബ്ദനാദ ഘടകന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്റെ രോഗബന്ധനം അഴിയ. ರೋಗಬಂಧನಗಳು ಬಿಚ್ಚಲ್ಪಡ್ತಾ ಇದೆ. നിന്റെ രോഗബന്ധനം അഴിയ. ರೋಗಬಂಧನ ಬಿಚ್ಚಲ್ಪಡ್ತಾ ಇದೆ. നടുവിനുള്ള ബന്ധനം ഇന്ന് പകൽക്കാലം അഴിയ. ಸೊಂಟದಲ್ಲಿರುವ ಬಂಧನ ಇವತ್ತು ಬಿಚ್ಚಲ್ಪಡ್ತಾ ಇದೆ. നിന്റെ ഉദരത്തിൽ കിടക്കുന്ന ചില മുഴകൾ അപ്രത്യക്ഷമാകുന്നു. ಹೊಟ್ಟೆಯಲ್ಲಿರುವಂತ ಕೆಲವು ಗಡ್ಡೆಗಳು ಅಪ್ರತ್ಯಕ್ಷವಾಗ್ತದೆ. കാലിന് ബലമില്ലാതാക്കുന്ന ദുരാത്മാമണ്ഡലം അടിയുന്നു. ಕಾಲನ್ನು ಬಲಹೀನಪಡಿಸುವಂತ ದುರಾತ್ಮ ಇವತ್ತು ಬಿಚ್ಚಲ್ಪಡುತ್ತದೆ. Power in the name of Jesus. ಯೇಸುವಿನ ಶಕ್ತಿ. Fire Holy Spirit. ಪರಿಶುದ್ಧಾತ್ಮನ ಬೆಂಕಿ. ദൈവ സാന്നിധ്യം നിങ്ങൾ ഹീലാക്കുന്നു. ದೇವ ಸಾನ್ನಿಧ್ಯ ನಿನ್ನನ್ನು ಬೆಂಕಿಯಾಗಿ ಮಾರ್ಪಡಿಸುತ್ತದೆ. Thank you Holy Spirit. Hallelujah. ദൈവ സാന്നിധ്യം നിങ്ങളെ തൊടുന്നു. ದೇವ ಸಾನ್ನಿಧ್ಯ ನಿಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಾ ಇದೆ. ഇപ്പോൾ നിങ്ങൾ ഫ്രീ ആകുന്നു. ಈಗ ನೀವು ಫ್ರೀ ಆಗ್ತಾ ಇದ್ದೀರಾ. ഹാർട്ട് സംബന്ധമായ ചില ഹീലിംഗുകൾ ഉണ്ടാകുന്നു. ಹೃದಯ ಸಂಬಂಧವಾದ ಕೆಲವು ಸ್ವಸ್ಥತೆಗಳು ಉಂಟಾಗ್ತದೆ. ഇപ്പോൾ ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നു. ಈಗ ದೇವರ ಹಸ್ತ ನಿಮ್ಮ ಮೇಲೆ ಪ್ರಕಟವಾಗುತ್ತದೆ. ലേഗിയിൽ വെച്ച് യഹോവയുടെ ആത്മാവ് ശിംശോന്റെ മേൽ വന്നു. ಆ ಸಂಸೋನ ಮೇಲೆ ದೇವರ ಅಭಿಷೇಕವು ಬಂದಾಗ അവനെ കെട്ടിയ കെട്ടടിയുന്നു. ಆಮೇಲೆ ಕಟ್ಟಿದಂತ ಕಟ್ಟು ಬಿಚ್ಚಲ್ಪಡ್ತಾ പിശാചിന്റെ കെട്ടടിയുന്നു. ಸೈತಾನ ಕಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡ್ತಾ പിശാചിന്റെ കെട്ടടിയുന്നു. ಸೈತಾನ ಕಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡ್ತಾ ശരീരം വിട്ടടിയുന്നു. ಈ ಶರೀರದಿಂದ ಬಿಚ್ಚಲ್ಪಡ್ತಾ ಇದೆ. ಸ್ವತಂತ್ರಗೊಳ್ಳಲಿ. പുറത്തു പോ. യേശുവിന്റെ നാമത്തിൽ ദുരാത്മാ മണ്ഡലത്തെ ದುರಾತ್ಮ ಮಂಡಲಗಳನ್ನು ഇവളെ രോഗിയാക്കിയ ബന്ധനത്തെ, ಇವಳ ರೋಗಿಯಾಗಿ ಮಾಡಿದ ಬಂಧನವನ್ನು, ഇവളെ ഉദരത്തെ ബന്ധിച്ച ബന്ധനത്തെ, ಇವಳ ಹೊಟ್ಟೆಯನ್ನು ಬಂಧಿಸಿದ ಬಂಧನವನ್ನು, എല്ലാ പിശാചിന്റെ ക്ലെയിമുകളെ, ಎಲ್ಲ ಸೈತಾನ ಕ್ರಿಯೆಗಳನ್ನು, ആ വിചാരത്താൽ ഇവൾക്കെതിരെ കടന്നു ಎಲ್ಲ വന്ന ಮಂತ್ರವಾದ ಶಕ್ತಿಗಳನ್ನು, മന്ത്രവാദ ശക്തികളാൽ കടന്നു വന്ന ಎಲ್ಲ ಮಂತ್ರವಾದ ಶಕ್ತಿಗಳಿಂದ ಬಂದಂತ നന്മകളെ ബ്രേക്ക് ചെയ്ത ചില ಆಶೀರ್ವಾದಗಳನ್ನು ತಡೆ ಹಿಡಿದಂತ ಸೈತಾನ ಬಂಧನಗಳು, ചില വസ്തു സംബന്ധമായി നില സംബന്ധമായി കയറി വന്ന മേഖലകൾ, ಭೂಮಿ ಸಂಬಂಧವಾದ ಆರ್ಥಿಕ ವಿಷಯ ಸಂಬಂಧವಾಗಿ വിട്ടടിയുന്നു. ಎಲ್ಲ ಬಂಧನಗಳು ಬಿಚ್ಚಲ್ಪಡ್ತಾ ಇದೆ. ഇപ്പോൾ ഈ ശരീരം വിട്ടടിയുന്നു. ಈಗ ಈ ಶರೀರವನ್ನು ಬಿಟ್ಟು ಬಿಚ್ಚುತ್ತಾ ಇದೆ. ಫ್ರೀ. ಸ್ವತಂತ್ರಗೊಳ್ಳಲಿ. ಪವರ್. ಯೇಸುವಿನ ಶಕ್ತಿ. ಹೀಲಿಂಗ್ ಪವರ್. ಸ್ವಸ್ಥತೆಯ ಶಕ್ತಿ. ದುರಾತ್ಮ ವಡಿಯಟೆ. ಈ ಸಮಯದಲ್ಲಿ ಆ ದೆವ್ವ ಬಿಟ್ಟು ದುರಾತ್ಮ ಮಂಡಲ ವಡಿಯಟೆ. ಆ ದುರಾತ್ಮ ಮಂಡಲವು ಬಿಚ್ಚಲ್ಪಡಲಿ. ಶರೀರത്തെ ಕಟ್ಟಿಯ ಬಂಧನ ವಡಿಯಟೆ. ಶರೀರದ ಬಂಧನವು ಬಿಚ್ಚಲ್ಪಡಲಿ. ಮರಣಕ್ಕೆ ಅಡಿಯಟೆ. ಆ ಮರಣ ಬಂಧನವು ಬಿಚ್ಚಲ್ಪಡಲಿ. ಚಂಗಿനുള്ള പ്രയാസ വഴിയട്ടെ.
ಆಮೇ ಎಲ್ಲ ಪ್ರಯಾಸಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. ഇപ്പോൾ ദൈവം നിന്നെ ഹീലാക്കുന്നു. ಈಗ ದೇವರು ಸ್ವಸ್ಥ ಮಾಡ್ತಾ ಇದ್ದಾನೆ. Power. ದೇವ ಶಕ್ತಿ. In the name of Jesus. In the name of Jesus. കർത്താവ് നിങ്ങളെ പൂർണ്ണ വിടുവിക്കുന്നു. ಸಂಪೂರ್ಣವಾಗಿ ಬಿಡುಗಡೆ ಮಾಡ್ತಾ ಇದ್ದಾನೆ. ಫ್ರೀ. In the name of Jesus. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ എല്ലാവരും അതരം തുറന്ന് പ്രാർത്ഥിച്ചേ. ಎಲ್ಲರೂ ಬಾಯಿಗಳು ತೆರೆದು ಪ್ರಾರ್ಥನೆ ಮಾಡಿ. അതരം തുറന്ന് എല്ലാവരും പ്രാർത്ഥിച്ചേ. ಎಲ್ಲಾ ಬಾಯಿಗಳು ತೆರೆದು ಪ್ರಾರ್ಥನೆ ಮಾಡಿ. തലയ്ക്കകത്ത് വേദനയുള്ളവർ പ്രാർത്ഥിച്ചു തുടങ്ങി. ಆಮೆನ್. ಶರೀರದಲ್ಲಿ ನೋವುಗಳಿರುವವರು ಪ್ರಾರ್ಥನೆ ಮಾಡಿ. തലവേദനയുള്ളവർ പ്രാർത്ഥിച്ചു തുടങ്ങി. ತಲೆನೋವು ಇರುವವರು ಪ್ರಾರ್ಥನೆ ಮಾಡಿರಿ. കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു. ಕರ್ತನೇ ನಾವು ಪ್ರಾರ್ಥಿಸ್ತೇವೆ. ഇപ്പോൾ ദൈവത്തിന്റെ കരം ഈ ആന്റിയുടെ മേൽ ഇറങ്ങി. ಈಗ ದೇವರ ಹಸ್ತವು ಸಹೋದರಿಯ ಮೇಲೆ ಇಳಿಯಲಿ. എല്ലാ പിശാചിന്റെ ക്ലെയിമുകളും അഴിയണം. ಎಲ್ಲ ಸೈತಾನ್ನ ಘೋಷಣೆಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. എല്ലാ പിശാചിന്റെ ആധിപത്യങ്ങളും തകരണം. ಎಲ್ಲ ಸೈತಾನ ಅಧಿಕಾರಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. ഞാൻ നിന്റെ നാമം വഹിച്ചു നിന്നുകൊണ്ട് അതിനെ ശാസിക്കും. ನಿಮ್ಮ ನಾಮವನ್ನು ಹೊತ್ತುಕೊಂಡು ಅವುಗಳನ್ನು ಗದರಿಸ್ತಾ ಇದ್ದೇನೆ. ഫ്രീ ആകട്ടെ. ಸ್ವತಂತ್ರವಾಗಲಿ. ഫ്രീ ആകട്ടെ. ಸ್ವತಂತ್ರವಾಗಲಿ. ഫ്രീ ആകട്ടെ. ಸ್ವತಂತ್ರವಾಗಲಿ. യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ നിന്റെ സമാധാനത്തെ കെടുത്തി കളയുന്നു. ಸಮಾಧಾನವನ್ನು ಕೆಡಿಸುವಂತ, നിന്നെ രോഗിയാക്കി ബന്ധിച്ചു, ನಿಮ್ಮನ್ನು ರೋಗಿಯಾಗಿ ಬಂಧಿಸ್ತಂತ, നിനക്ക് ಉಯരുവാൻ കഴിയാതെ വണ്ണം, ಆಮೆನ್, ನಿನಗೆ ಉದ್ಧಾರವಾಗುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗದೆ ಸ್ವಸ್ಥതകളെ കെടുത്തി കളയുന്ന, ಸಮಾಧಾನವನ್ನು ಕೆಡಿಸ್ತಂತ ബന്ധനം ഇപ്പോൾ അഴിയുക. ಬಂಧನ ಈಗ ಬಿಚ್ಚಲ್ಪಡ್ತಾ ಇದೆ. തലയ്ക്കകത്തുള്ള വേദന, ತಲೆಯ ಮೇಲಿರುವಂತಹ ನೋವು, ഒരു കണ്ണ് ആമേൻ പലപ്പോഴും ഇരുട്ട് കയറുന്നത് ಒಂದು പോലെ ಕಣ್ಣಲ್ಲಿ ಕತ್ತಲೆ ಮೂಡುವಂತ ಅನುಭವ. ഇപ്പോൾ ആ തലയ്ക്കകത്തുള്ള കെട്ടഴിയുക. ಈಗ ಆ ತಲೆ ಇರುವಂತ ಕಟ್ಟು ಬಿಚ್ಚಲ್ಪಡ್ತಾ ಇದೆ. നടുവിനുള്ള കെട്ടഴിയുക. ಆ ಶರೀರದಲ್ಲಿ ಕಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡ್ತಾ ಇದೆ. രോഗശക്തി ನಿನ್ನೆ ಬಿಟ್ಟು ಮಾರು. ಈಗ ಆ ರೋಗ ಶಕ್ತಿ ನಿನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗ್ತಾ ಇದೆ. പൂർണ്ണമായി നിന്നെ ഹീലാക്കുന്നു. ಕರ್ತನು ಪೂರ್ಣವಾಗಿ ಸ್ವಸ್ಥ ಮಾಡ್ತಾನೆ. ಮಾನಸಿಕ ವ್ಯಧകൾ ನಿನ್ನೆ ಬಿಟ್ಟು ಅಳಿಯುന്നു. ಕೆಲವು ಮಾನಸಿಕ ವ್ಯಥೆಗಳು ನಿನ್ನನ್ನು ಬಿಟ್ಟು ಬಿಚ್ಚುತ್ತದೆ. In the name of Jesus. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಫ್ರೀ ಆಗട്ടെ. ಸ್ವತಂತ್ರವಾಗಲಿ. തീ ഇറങ്ങട്ടെ. ಬೆಂಕಿ ಇಳಿಯಲಿ. ಇವಳ ಬಂಧಿച്ച ಬಂಧನ ಅಳಿಯട്ടെ. ಬಂಧಿಸಿದ ಬಂಧನವು ಬಿಚ್ಚಲ್ಪಡಲಿ. ಇವಳ ಬಂಧಿച്ച ಎಲ್ಲ ಕಟ್ಟುಗಳು ಅಳಿಯട്ടെ. ಬಂಧಿಸಿದ ಎಲ್ಲ ಕಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. ರೋಗ ಬಂಧನಗಳು, ರೋಗ ಶಕ್ತಿಗಳು ಅಳಿಯട്ടെ. ರೋಗ ಬಂಧನಗಳು, ರೋಗ ಶಕ್ತಿಯು ಬಿಚ್ಚಲ್ಪಡಲಿ. സാമ്പത്തിക മേഖലകളെ കെട്ടിയ കെട്ടഴിയട്ടെ. ಆರ್ಥಿಕವಾದ ಎಲ್ಲ ಕಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. സാമ്പത്തിക മേഖലകളെ കെട്ടിയ കെട്ടഴിയട്ടെ. ಆರ್ಥಿಕವಾದ ವಿಷಯದಲ್ಲಿ ಬಂಧನಕ್ಕೆ ಈಡು ಮಾಡುವಂತ ಕಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. ಇವಳ ನನ್ಮകളെ കെട്ടിയ കെട്ടഴിയട്ടെ. ಇವಳ ಆಶೀರ್ವಾದಗಳನ್ನು ಅಡ್ಡಿಪಡಿಸಿದ ಕಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. ക്രിസ്തുവേശുവിന്റെ ദാസനായി ನಾನು ಕ್ರಿಸ್ತನ ದಾಸನಾಗಿದ್ದು ഞാൻ ആത്മാവിൽ ദുരാത്മാവിനോട് കൽപ്പിക്കുന്നു. ನನ್ನ ಆತ್ಮನಿಂದ ದುರಾತ್ಮಕ್ಕೆ ಅಪ್ಪಣೆ ಕೊಡ್ತಾ ಇದ್ದಾನೆ. ಇವಳ ಬಿಟ್ಟು ಯೇಸುವಿന്റെ നാമത്തിൽ, ಇವಳನ್ನು ಬಿಟ್ಟು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಹೊರಗೆ ಹೋಗು. ಪವರ್. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಶಕ್ತಿ. അതരം തുറന്ന് എല്ലാവരും പ്രാർത്ഥിച്ച്. ಬಾಯಿಗಳು ತೆರೆದು ಎಲ್ಲರೂ ಪ್ರಾರ್ಥಿಸಿ. അതരം തുറന്ന് എല്ലാവരും പ്രാർത്ഥിച്ച്. ಎಲ್ಲ ಬಾಯಿಗಳು ತೆರೆದು ಪ್ರಾರ್ಥಿಸಿರಿ. അതരം തുറന്ന് എല്ലാവരും പ്രാർത്ഥിച്ച്. ಬಾಯಿಗಳು ತೆರೆದು ಪ್ರಾರ್ಥಿಸಿರಿ. ചില നിരാശകൾ നിന്നെ വിട്ടു മാറുകയാണ്. ನಿನ್ನ ನಿರಾಶೆಗಳು ಬಿಟ್ಟು ಹೋಗ್ತಾ ಇದೆ. ഒരു വിധത്തിലും നിനക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ಯಾವ ರೀತಿಯಲ್ಲಿಯೂ ಜೀವನದಲ್ಲಿ ಮುಂದಕ್ಕೆ ಹೋಗ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗದೆ നിന്നെ പലതിലേക്കും വലിച്ചു കൊണ്ടുപോകുന്ന, ನಿನ್ನನ್ನು ಆಮೆ ಒಂದು ಕಡೆಗೆ ಎಳೆಯುತ್ತಿರುವಂತ, ദൈവഹിതമില്ലാത്ത പലതിലേക്കും പല സ്വഭാവത്തിലേക്കും നിന്നെ വലിച്ചു കൊണ്ടുപോകും. ದೇವರ ಚಿತ್ತವಿಲ್ಲದ ಮಾರ್ಗಕ್ಕೂ ಸ್ವಭಾವಕ್ಕೂ ನಿನ್ನನ್ನು ಎಳೆದುಕೊಂಡು ಹೋಗುವಂತ, പെട്ടെന്ന് നിന്റെ സ്വഭാവത്തിന് വ്യതിചലനം വരുത്തുന്നു. ಆಮೆ ಕ್ಷಣ ಮಾತ್ರದಲ್ಲಿ ನಿನ್ನ ಸ್ವಭಾವವನ್ನು ಬದಲಾಯಿಸುವಂತ, നീ പോലും അറിയാതെ നിന്നെ അതിലേക്ക് വലിച്ചു ನೀನು ಅರಿಯದೆ ಆ ಸ್ವಭಾವಗಳನ್ನು ಮಾಡುವಂತ ചില പൈശാചിക നുഖങ്ങൾ തകരുന്നു. ಆ ಸೈತಾನ್ನ ನೊಗಗಳು ಬಿಚ್ಚಲ್ಪಡ್ತಾ ಇದೆ. ഇപ്പോൾ ഒരു ദൈവിക സ്വസ്ഥത നിന്നിൽ വെളിപ്പെടും. ಈಗ ದೈವಿಕ ಸ್ವಸ್ಥತೆಯು ನಿನ್ನಲ್ಲಿ ಪ್ರಕಟವಾಗುತ್ತಾ ಇದೆ. Power in the name of Jesus. ದೈವ ಶಕ್ತಿ ಈ ಸಮಯದಲ್ಲಿ ഫ്രീ ആകട്ടെ. ಸ್ವತಂತ್ರವಾಗಲಿ. എല്ലാ കെട്ടുകളും അഴിയട്ടെ. ಎಲ್ಲ ಕಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. ഇപ്പോൾ ഈ വ്യക്തിയുടെ മേൽ ഭയങ്കര സമാധാനം വെളിപ്പെടും. ಈಗ ಈ ವ್ಯಕ್ತಿಯ ಮೇಲೆ ದೊಡ್ಡ ಸಮಾಧಾನ ಪ್ರಕಟವಾಗಲಿ. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ദൈവത്തിന് ನಂಬುವವರು ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ ಪಡಿಸಿರಿ. തലയ്ക്കകത്തുണ്ടാകുന്ന വേദന സംബന്ധമായി നിലനിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെ പ്രാർത്ഥിച്ചു. ತಲೆಯೊಳಗೆ ಅನುಭವಿಸುವಂತ ನೋವುಗಳಿರುವುದಾದರೆ ಅವರು ಪ್ರಾರ್ಥನೆ ಮಾಡಿರಿ. ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് തലയ്ക്കകത്ത് വേദന വന്നു കയറുന്ന അനുഭവ തലങ്ങൾ ನಾನು ಇಲ್ಲಿ ಬಂದಾಗ ಆಮೇನ್ ತಲೆಯೊಳಗೆ ನೋವು ಅನುಭವಿಸುವಂತದನ್ನು ನಾನು ಆಮೇನ್ ಕಾಣುತ್ತಾ ಇದ್ದೇನೆ. ഹെഡ് പെയിനുകൾ അഴിയുകയാണ്. ಆಮೇಲೆ ತಲೆನೋವುಗಳು ಬಿಚ್ಚಲ್ಪಡುತ್ತದೆ. ദൈവം നിങ്ങളെ തൊടുന്ന പകൽക്കാലം. ದೇವರು ನಿಮ್ಮನ್ನು ಮುಟ್ಟುವಂತ ಹಗಲಾಗಿದೆ. ദൈവ സാന്നിധ്യം നിങ്ങളെ തൊടുന്നു. ದೇವರ ಸಾನ್ನಿಧ್ಯ ನಿಮ್ಮನ್ನು ಮುಟ್ಟುವಂತದ್ದಾಗಿದೆ. ദൈവശക്തി നിങ്ങളെ തൊടുന്നു. ದೇವ ಶಕ್ತಿ ನಿಮ್ಮನ್ನು ಮುಟ್ಟುತ್ತದೆ. ഫ്രീ ആകട്ടെ. ಫ್ರೀ ಆಗಲಿ. സാന്നിധ്യം ഇറങ്ങട്ടെ. ಸಾನ್ನಿಧ್ಯ ಇಳಿಯಲಿ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്നു. ಪವಿತ್ರಾತ್ಮ ನಿಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. ഇപ്പോൾ ചില ബന്ധനം അഴിഞ്ഞു പോകുന്നു. ಈಗ ಕೆಲವು ಬಂಧನಗಳು ಬಿಚ್ಚಲ್ಪಡುತ್ತದೆ. തീക്ക് മുൻപാകെ ഒന്നിനും പിടിച്ചു നിൽക്കുവാൻ സാധിക്കില്ല. ಬೆಂಕಿಯ ಮುಂದೆ ಯಾವುದು ಹಿಡಿದು ನಿಲ್ಲಿಸಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു തീയുടെ സാന്നിധ്യം ಈ ಹಗಲು ಅಂತ ಒಂದು ಬೆಂಕಿಯ ಸಾನ್ನಿಧ್ಯ ನಿಮ್ಮ ಮೇಲೆ ಇಳಿತಾ ಇದೆ. Power in the name of Jesus. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ದೇವ ಶಕ್ತಿ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വഹിക്കുന്ന ചില വേദനകളുണ്ട്. ನೀವು ಜೀವನದಲ್ಲಿ ಅನುಭವಿಸುವ ಕೆಲವು ನೋವುಗಳಿದೆ. നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് നിങ്ങൾ വഹിക്കുന്ന ചില ನಿಮ್ಮ ಕುಟುಂಬದೊಳಗೆ ಅನುಭವಿಸುವಂತ ಕೆಲವು ಭಾರಗಳಿದೆ. നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം
സന്തോഷത്തെ കെടുത്തിക്കളയുന്ന ചില അനുഭവ ಜೀವಿತದಲ್ಲಿ ಸಂತೋಷವನ್ನು ಕೆಡಿಸುವಂತ ಕೆಲವು ಅನುಭವಗಳಿವೆ. പലപ്പോഴും ആ ദൈവീയ സ്വസ്ഥത കെടുത്തിക്കളയുക. ಅನೇಕ ಸಾರಿ ದೈವಿಕ ಸಮಾಧಾನವು ನಿಮ್ಮಿಂದ ನಷ್ಟಪಡಿಸ್ತಾ ಇದ್ದಾನೆ. ശരീരത്തിലെ ജോയിന്റുകൾക്ക് പലപ്പോഴും വേദനകളെ കൊണ്ടുവന്നു. ಶರೀರದ ಸಂದುಗಳಿಗೆ ಅನೇಕ ಸಮಯದಲ್ಲಿ ನೋವನ್ನುಂಟು ಮಾಡ್ತಾ ಇದೆ. ഈ കാലിന് സ്വാധീനക്കുറവ് വേച്ചു പോകുന്ന പോലെ ചില അനുഭവങ്ങളെ കൊണ്ടുവന്നു. ಕಾಲಿನ ನಿಯಂತ್ರಣ ತಪ್ಪಿ ಆ ಸ್ವಾಧೀನವು ನಷ್ಟವಾಗುವಂತ ಅನುಭವ. ഇപ്പോൾ ആ രോഗക്കെട്ട് അഴിയുക. ಈ ಕ್ಷಣದಲ್ಲಿ ಆ ರೋಗ ಬಂಧನ ಬಿಚ್ಚಲ್ಪಡ್ತಾ ಇದೆ. മാറുകയാ. ಆ ಕತ್ತಲೆಗಳು ನೀಗಲ್ಪಡ್ತಾ ಇದೆ. പരിശുദ്ധാത്മാവ് നിന്നെ തൊടുന്നു. ಪರಿಶುದ್ಧಾತ್ಮ ನಿಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. ಫೈರ್ ಹೋಲಿ ಸ್ಪಿರಿಟ್. ಬೆಂಕಿಯ ಅಭಿಷೇಕ. ಫೈರ್ ಹೋಲಿ ಸ್ಪಿರಿಟ್. ಬೆಂಕಿಯ ಅಭಿಷೇಕ. ಪವರ್ ಇನ್ ದ ನೇಮ್ ಆಫ್ ಜೀಸಸ್. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಶಕ್ತಿ ಇಳಿಯಲಿ. ಪವರ್ ಇನ್ ದ ನೇಮ್ ಆಫ್ ಜೀಸಸ್. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಶಕ್ತಿ ರಿಲೀಸ್ ಆಗಲಿ. ಪುದಪ್ಪು ನಿನ್ನ ಮೇಲೆ ಬೀಳುന്നു. ಒಂದು ಹೊದಿಕೆ ನಿನ್ನ ಮೇಲೆ ಬೀಳುತ್ತಾ ಇದೆ. എല്ലാവരും പ്രാർത്ഥിച്ചു. ಎಲ್ಲರೂ ಪ್ರಾರ್ಥನೆ ಮಾಡಿರಿ. അഭിഷേകം നിങ്ങളെ തൊടുന്നുണ്ട്. ಅಭಿಷೇಕ ನಿಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಾ ಇದೆ. അഭിഷേകം നിങ്ങളെ വ്യത്യസ്തമാക്കും. ಅಭಿಷೇಕವು ನಿಮ್ಮನ್ನು ವ್ಯತ್ಯಸ್ತರನ್ನಾಗಿ ಮಾಡುತ್ತದೆ. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളെ നൽകി തരും. ಅಭಿಷೇಕವು ನಿಮ್ಮ ಜೀವನವನ್ನು ಬದಲಾಯಿಸುತ್ತದೆ. അഭിഷേകത്തിന്റെ പുതപ്പ് ചിലരുടെ മേൽ വീഴുന്നുണ്ട്. ಅಭಿಷೇಕದ ಕಂಬಳಿ ಕೆಲವರ ಮೇಲೆ ಬೀಳುತ್ತಾ ಇದೆ. ഒരു അഭിഷേകത്തിന്റെ സാന്നിധ്യം, ಒಂದು ದೊಡ್ಡ ಅಭಿಷೇಕದ ಸಾನ್ನಿಧ್ಯ ಫ್ರೀ ಆಗട്ടെ, ಸ್ವತಂತ್ರವಾಗಲಿ. ಪವರ್ ಇನ್ ದ ನೇಮ್ ಆಫ್ ಜೀಸಸ್. ದೇವ ಶಕ್ತಿ. ಫೈರ್ ಹೋಲಿ ಸ್ಪಿರಿಟ್. ಓ ಪವಿತ್ರಾತ್ಮನ ಶಕ್ತಿ. ದೈವ ಶಕ್ತಿ ವ್ಯಾಪರಿಕട്ടെ. ದೇವ ಬೆಂಕಿಯು ಇಳಿಯಲಿ. ദൈവ ശക്തി വ്യാപരിക്കട്ടെ. ದೇವ ಶಕ್ತಿ ಇಳಿಯಲಿ. ഇപ്പോൾ ഇവളുടെ മേൽ ഒരു ആത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ಈಗ ಇವಳ ಮೇಲೆ ಒಂದು ಆತ್ಮನ ಸಾನ್ನಿಧ್ಯವು ಪ್ರಕಟವಾಗಲಿ. മറയിട്ട് നിൽക്കുന്ന ചില ദുരാത്മ സ്വാധീനങ്ങൾ വഴി മാറട്ടെ. ಮರೆಯಾಗಿ ನಿಂತಿರುವಂತ ಕೆಲವು ದುರಾತ್ಮನ ಸ್ವಾಧೀನತೆಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. in the name of Jesus. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ദൈവം നിങ്ങളെ തൊടുന്നു. ದೇವರು ನಿಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. എല്ലാവരും വചനം തുറന്ന് പ്രാർത്ഥിച്ചു. ಎಲ್ಲರೂ ಬಾಯಿಗಳು ತೆರೆದು ಪ್ರಾರ್ಥಿಸಿ. യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ നിന്റെ മേൽ നിന്ന് ചില ഭയത്തിന്റെ ആഴങ്ങൾ അഴിയുകയാണ്. ನಿನ್ನ ಮೇಲೆ ಕೆಲವು ಭಯದ ಆತ್ಮವು ಬಿಚ್ಚಲ್ಪಡ್ತಾ ಇದೆ. നിന്റെ ചില സാഹചര്യങ്ങൾക്ക് അകത്തുകൊണ്ടിട്ട് നിന്നെ ഒതുക്കി കളഞ്ഞ ചില സിറ്റുവേഷൻ, ಕೆಲವು ಸನ್ನಿವೇಶಗಳಲ್ಲಿ ಅದುಮಿ ಹಾಕಿದಂತ ಕೆಲವು ಸಂಗತಿಗಳು നീ പോലും അറിയാതെ നിന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്ന, ನೀನೇ ತಿಳಿಯದೆ ನಿನ್ನ ಮನಸ್ಸನ್ನು ನಿಯಂತ್ರಿಸುವಂತ, ഉറക്കത്തെ കെടുത്തി കളയുന്ന, ನಿದ್ರೆಯನ್ನು ಕೆಡಿಸುವಂತ ചില സ്വാധീന വലയങ്ങൾ അഴിയുന്നു. ಎಲ್ಲ ಸ್ವಾಧೀನತೆಗಳು ಬಿಚ್ಚಲ್ಪಡ್ತಾ ಇದೆ. നിനക്കെതിരെ പിശാചിട്ട ചില കൈയെടുത്തുകൾ അഴിയുന്നു. ನಿಮ್ಮ ಎದುರಾಗಿ ಸೈತಾನ್ ಬರೆದಂತ ಕೆಲವು ಕೈಬರಹಗಳು ಅಳಿಯಲ್ಪಡುತ್ತಾ ಇದೆ. ജനനം തൊട്ട് നിന്നെ ഫോളോ ചെയ്യുന്ന ചില ദുരാത്മാ മണ്ഡലങ്ങൾ അഴിയുന്നു. ಜನ್ಮದಿಂದ ಹಿಂಬಾಲಿಸುವಂತ ಕೆಲವು ದುರಾತ್ಮ ಶಕ್ತಿಗಳು ಬಿಚ್ಚಲ್ಪಡ್ತಾ ಇದೆ. ദൈവം നിന്നെ ഫ്രീ ആക്കുക. ದೇವರು ನಿಮ್ಮನ್ನು ಸ್ವತಂತ್ರಪಡಿಸ್ತಾ ಇದ್ದಾನೆ. ദൈവം നിന്നെ ഫ്രീ ആക്കുക. ದೇವರು ನಿಮ್ಮನ್ನು ಸ್ವತಂತ್ರಪಡಿಸ್ತಾ ಇದ್ದಾನೆ. മുന്നോട്ടുള്ള എല്ലാ വഴികളും അടച്ചു കളഞ്ഞു. ಮುಂದಕ್ಕಿರುವಂತ ದಾರಿಗಳನ್ನು ಮುಚ್ಚಿಬಿಟ್ಟು അതിന്റെ അകത്തെല്ലാം ഭയങ്ങളെ വരുത്തി, ಅದರೊಳಗೆಲ್ಲ ಭಯವನ್ನು ತಂದಾಕಿ, മറ്റുള്ളവർ നിന്നെ പുഷ് ചെയ്താൽ മാത്രം നിന്നെ മുന്നോട്ട് പോകുന്ന ചില സിറ്റുവേഷനുകളെ കൊണ്ടുവന്നു. ಇತರರ ಒತ್ತಾಯದಿಂದ ಮಾತ್ರ ಮುಂದೆ ಹೋಗುವಂತ ಅನುಭವಗಳು, നിന്റെ വഴികളെ അടച്ച എല്ലാ സ്വാധീനം, ನಿನ್ನ ದಾರಿಗಳನ್ನು ಮುಚ್ಚಿದಂತ ಎಲ್ಲ ಸ್ವಾಧೀನತೆಗಳು, എല്ലാ ഭയത്തിന്റെ ആഴങ്ങൾ, ಎಲ್ಲ ಭಯದ ಸಂಗತಿಗಳು യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യും. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ನಾವು ಆಮೇಲೆ ಕ್ಯಾನ್ಸಲ್ ಮಾಡ್ತಾ ಇದ್ದೇವೆ. ಫ್ರೀ ಆಗട്ടെ, ಸ್ವತಂತ್ರವಾಗಲಿ. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം ನಂಬೋರು ಕರಗಳನ್ನು ತಟ್ಟಿ ಕರ್ತನಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿ. അഭിഷേകം നിങ്ങളെ വ്യത്യസ്തമാക്കും. ಅಭಿಷೇಕ ನಿಮ್ಮನ್ನು ವ್ಯತ್ಯಸ್ತ ಮಾಡುತ್ತದೆ. അഭിഷേകം നിങ്ങളെ തൊടും. ಅಭಿಷೇಕ ನಿಮ್ಮನ್ನು ಮುಟ್ಟುತ್ತದೆ. അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിന്റെ മാറ്റങ്ങളെ വരുത്തും. ಅಭಿಷೇಕ ಜೀವಿತದಲ್ಲಿ ಬದಲಾವಣೆಯನ್ನು ഇന്ന് ತರುತ್ತದೆ. പകൽക്കാലം പുതിയ പുതപ്പുകൾ നിങ്ങളുടെ മേലിടും. ಕೆಲವರ ಮೇಲೆ ಹೊಸ ಕಂಬಳಿಯನ್ನು ದೇವರು ನಿಮಗೆ ಕೊಡುತ್ತಾನೆ. പകൽക്കാലം വിശ്വസിക്കുന്നവർ ചേർന്ന് പ്രാർത്ഥിച്ചേ. ಈ ಹಗಲು ನಂಬುವವರು ಸೇರಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿರಿ. അടുത്ത് നിൽക്കുന്നവർ കരം കോർത്തു പിടിച്ചേ. ಹತ್ತಿರದಲ್ಲಿರುವವರ ಕರಗಳನ್ನು ಹಿಡಿದುಕೊಳ್ಳಿರಿ. മോശ പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചു. ಮೋಶೆ ಪ್ರಾರ್ಥಿಸಿದಾಗಿ ಈ ಹಗಲು ಪ್ರಾರ್ಥಿಸಿರಿ. നിന്റെ സാന്നിധ്യമില്ല എങ്കിൽ നീ എന്നെ പുറപ്പെടുവിക്കരുത്. ನಿಮ್ಮ ಸಾನ್ನಿಧ್ಯವಿಲ್ಲದೆ ನಮ್ಮನ್ನು ಹೋಗಗೊಡಿಸಬೇಡ. DGM ചർച്ചിന്റെ അകത്ത് നീ വന്നത് വെറുതെ അല്ല. DGM ಸಭೆಯೊಳಗೆ ಬಂದದ್ದು ನೀನು ಸುಮ್ಮನೆ ಅಲ್ಲ. എന്നും ഒരു കൂട്ടായ്മ കൂടി പോകുന്നത് പോലല്ല. ಯಾವಾಗಲೂ ಒಂದು ದಿನನಿತ್ಯದ ಒಂದು ಅನ್ಯೋನ್ಯತೆಗೆ ಸೇರಿ ಬರುವ ಹಾಗೆ ಅಲ್ಲ. ഇന്ന് പകൽക്കാലം ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഒരു ആത്മാവിന്റെ സാന്നിധ്യം, ഒരു അനോയിന്റിംഗ് നിന്റെ മേൽ വെളിപ്പെടും. ಈ ಹಗಲು ಪ್ರತ್ಯಕ್ಷವಾಗಿಯೂ ಪರೋಕ್ಷವಾಗಿಯೂ ದೇವರ ಸಾನ್ನಿಧ್ಯ ನಿನ್ನ ಮೇಲೆ ಬರುವಂತದ್ದಾಗಿದೆ. ആദരങ്ങളും തുറന്ന് പ്രാർത്ഥിച്ചേ. ಎಲ್ಲ ಬಾಯಿಗಳು ತೆರೆದು ಪ್ರಾರ್ಥಿಸಿ. ദൈവം ചിലതിനെ തൊടുന്നുണ്ട് കേട്ടോ. ದೇವರು ಕೆಲವರನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. ദൈവം ഈ ജനത്തെ തൊടുന്നുണ്ട്. ದೇವರು ಈ ಜನರನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. അസാധാരണമാകുന്ന ദൈവ സാന്നിധ്യം നിന്റെ മേലേക്ക് വീഴുന്നുണ്ട്. ಅಸಾಧಾರಣವಾದ ದೇವರ ಸಾನ್ನಿಧ್ಯ ನಿನ್ನ ಮೇಲೆ ಬೀಳುತ್ತಾ ಇದೆ. അസാധാരണമാകുന്ന അഭിഷേകം ഇതിന്റെ അകത്ത് ചലിക്കുന്നുണ്ട്. ಅಸಾಧಾರಣವಾದ ಅಭಿಷೇಕವು ಇದರಿಂದ ಚಲಿಸ್ತಾ ಇದೆ. അസാധാരണമായ അനോയിന്റിംഗ് ഇന്ന് പകൽക്കാലം വീഴുകയോ. ಅಸಾಧಾರಣವಾದ ಅಭಿಷೇಕವು ನಿಮ್ಮ ಮೇಲೆ ಬೀಳುತ್ತಾ ಇದೆ. ನೀವು ಅದನ್ನು ಸ್ವೀಕರಿಸಿರಿ. ನಿನ್ನ ಲಕ್ಷ್ಯಮಾಕಿ ದೈವ ಸಾನ್ನಿಧ್ಯ, ನಿನ್ನನ್ನೇ ಗುರಿ ಇಟ್ಟುಕೊಂಡು ದೇವ
ಸಾನ್ನಿಧ್ಯ, ചലിക്കാതെ കിടക്കുന്നതിനെ ചലിപ്പിക്കുന്ന ദൈവ സാന്നിധ്യം, ಚಲನರಹಿತವಾದ ವಿಷಯದ ಮೇಲೆ ಚಲಿಸುವಂತ ಸಾನ್ನಿಧ್ಯ. യേശുവിന്റെ നാമത്തിൽ ചിലത് ചലിച്ചു തുടങ്ങട്ടെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಕೆಲವರು ಚಲಿಸಲು ಆರಂಭಿಸಲಿ. ഒരു ഭയങ്കര അഭിഷേകം ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്നു. ದೊಡ್ಡ ಅಭಿಷೇಕ ಇಲ್ಲಿ ಇಳಿಯುತ್ತಾ ಇದೆ. എന്തോ ഒരു ഭയങ്കര ആത്മാവിന്റെ നിറവ് ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്നു. ದೊಡ್ಡ ಆತ್ಮನ ತುಂಬಲ್ಪಡುವಿಕೆಯಲ್ಲಿ ವ್ಯಾಪಿಸ್ತಾ ಇದೆ. കൈ തൊടാതെ ഒരു കല്ല് വന്ന് ചിലതിനെ തകർത്ത് കളയുന്നത് പോലെ, ಕೈಗಳು ಮುಟ್ಟದೆ ಒಂದು ಕಲ್ಲುಗಳು ಆಮೇಲೆ ಕೆಲವನ್ನು ಒಡೆದು ಹಾಕುವ ಹಾಗೆ, ചിലതിനെ തകർത്ത് കളയുന്ന ഒരു സാന്നിധ്യം, ಕೆಲವನ್ನು ಒಡೆದು ಬೀಳಿಸುವಂತ ಕೆಲವು ಸಾನ್ನಿಧ್ಯ. അഭിഷേകം വ്യാപരിക്കട്ടെ, ಹೊಂದಿಕೊಳ್ಳಿರಿ. അഭിഷേകം വ്യാപരിക്കട്ടെ, ಅಭಿಷೇಕ ಇಳಿಯಲಿ, അഭിഷേകം വ്യാപരിക്കട്ടെ, ಅಭಿಷೇಕ ಚಲಿಸಲಿ. അഭിഷേകം നിന്നെ തൊടുന്നു, ಅಭಿಷೇಕ ನಿನ್ನ ಮುಟ್ಟುತ್ತಾ ಇದೆ, അഭിഷേകം നിന്നെ തൊടുന്നു, ಅಭಿಷೇಕ ನಿನ್ನ ಮುಟ್ಟುತ್ತಾ ಇದೆ. പകൽക്കാലം ಇವತ್ತು ಹೊಂದಿಕೊಳ್ಳುವಾಗಲೂ ദുരാത്മാവിനെ അടിക്കുന്ന പകൽക്കാലം, ಇವತ್ತು ದುರಾತ್ಮಗಳನ್ನು ಬಿಚ್ಚುವಂತ മണ്ഡലങ്ങളെ ഉടച്ചു കളയുന്ന അഭിഷേകം, ಸೈತಾನ ಮಂಡಲಗಳನ್ನು ಬಿಚ್ಚುವಂತ ಅಭಿಷೇಕ, പൈശാചിക കോട്ടകൾ തകരുന്നു, ಸೈತಾನ ಸಾಮ್ರಾಜ್ಯವು ಕೆಡವಿಪಡುವಂತ ದಿನ. നിലത്തു വീഴുന്ന ഒരു കാഴ്ച. ಆಮೆನ್. എല്ലാ അധികാരങ്ങളും ഇന്ന് പകൽക്കാലം അഴിയാണ്. ಎಲ್ಲ ಅಧಿಕಾರಗಳು ಇವತ್ತು ಬಿಚ್ಚಲ್ಪಡುತ್ತವೆ. മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറുന്നു. ದುರಾತ್ಮ ಮಂಡಲಗಳು ಬಿಚ್ಚಲ್ಪಡುತ್ತವೆ. അഭിഷേകം വ്യാപരിക്കട്ടെ. ಭಯಂಕರ ಅಭಿಷೇಕವು ಇಳಿಯುತ್ತಾ Power ಇದೆ. in the name of Jesus. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ അന്ധകാര മണ്ഡലങ്ങൾ അഴിയുന്നു. ಅಂಧಕಾರದ ಮಂಡಲಗಳು ಬಿಚ್ಚಲ್ಪಡುತ್ತವೆ. പൈശാചിക ബാധകൾ അഴിയുന്നു. ಸೈತಾನ ಬಾಧೆಗಳು ಬಿಚ್ಚಲ್ಪಡುತ್ತವೆ. പൈശാചിക ആധിപത്യങ്ങൾ അഴിയുന്നു. ಸೈತಾನ ಅಧಿಕಾರಗಳು ಬಿಚ್ಚಲ್ಪಡುತ್ತವೆ. തൊടുന്ന പകൽക്കാലം, ದೇವ ಜನರನ್ನು ಇವತ್ತು ದೇವರು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. തൊടുന്ന പകൽക്കാലം, ದೇವರು ಇವತ್ತು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. ദൈവജനത്തെ തൊടുന്നു. ಕೆಲವರು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. Power in the name of Jesus. Hallelujah. ദൈവം നിന്നെ തൊടുന്നു. ದೇವರನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. ഇപ്പോൾ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളെ തൊടുന്നു. ಈಗ ದೇವರ ಸಾನ್ನಿಧ್ಯ ನಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಾ ಇದೆ. പിടിച്ചുനിൽക്കുവാൻ പറ്റാത്ത ഒരു ദൈവ സാന്നിധ്യം, ಹಿಡಿದಿಟ್ಟುಕೊಳ್ಳಿಕ್ಕೆ ಸಾಧ್ಯವಾಗದ ದೇವ ಸಾನ್ನಿಧ್ಯ. നെക്സ്റ്റ് ലെവലിലേക്ക്, ಆಮೇಲೆ ಮುಂದಿನ ಹಂತಕ್ಕೆ power ഫ്രീയാകട്ടെ, സ്വതന്ത്രമാകಲಿ, മുട്ടലി ബന്ധനങ്ങൾ അടിയട്ടെ, രോഗബന്ധനങ്ങൾ ബിച്ചൽപ്പെടಲಿ, ശക്തികൾ അടിയട്ടെ, രോഗശക്തികൾ ബിച്ചൽപ്പെടಲಿ, വഴികളെ തടഞ്ഞ് അന്ധകാര മണ്ഡലങ്ങൾ വഴിമാറട്ടെ, ಕೆಲವು ಮಾರ್ಗಗಳನ್ನು ಮುಚ್ಚಿದ ಅಂಧಕಾರದ ಬಲವು ದಾರಿ ಬಿಟ್ಟು ಹೋಗಲಿ, ಕೆಟ್ಟಡಿಯട്ടെ, ಎಲ್ಲ ಕಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. Power in the name of Jesus. Amen. Jesus, thank you. Fire, Holy Spirit. ദൈവശക്തി വ്യാപരിക്കട്ടെ, ದೇವಶಕ್ತಿ ಇಳಿಯಲಿ. ഇപ്പോൾ ദൈവ സാന്നിധ്യം തൊടട്ടെ. ಈಗ ದೇವ ಸಾನ್ನಿಧ್ಯ ಮುಟ್ಟಲಿ. എല്ലാ സാത്താന്യ ക്ലെയിമുകൾ, ಎಲ್ಲ ಸಾತಾನ ಕಾರ್ಯಗಳು, എല്ലാ പൈശാചിക മണ്ഡലങ്ങൾ, ಎಲ್ಲ ದೌವರ ಕಾರ್ಯಗಳು, ಇವಳ ജീവിതത്തെ ബന്ധിച്ച, ಜೀವನವನ್ನು ಬಂಧಿಸಿದಂತ, ಇವಳ ശരീരത്തെ ബന്ധിച്ച, ಇವಳ ಶರೀರವನ್ನು ಬಂಧಿಸಿದಂತ ദുരാത്മ മണ്ഡലങ്ങളെ ದುರಾತ್ಮ ಮಂಡಲಗಳನ್ನು ആത്മ നിയോഗത്തോടെ അടിച്ചു വിടുന്നു. ಆತ್ಮನ ನಿಯೋಗದಿಂದ ಬಿಚ್ಚುತ್ತಾ ಇದ್ದೇವೆ. ഫ്രീ, ಸ್ವತಂತ್ರಗೊಳ್ಳಲಿ. Power in the name of Jesus. ದೇವಾತ್ಮನ ಶಕ್ತಿ, Fire, Holy Spirit. ಪರಿಶುದ್ಧಾತ್ಮನ ಬೆಂಕಿ, ദൈവ സാന്നിധ്യം നിങ്ങളെ തൊടുന്നു. ದೇವ ಸಾನ್ನಿಧ್ಯ ನಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಾ ಇದೆ. അടിയുന്നു. ಆ ಕಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡ್ತಾ ಇದೆ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ദൈവ സാന്നിധ്യം തൊടട്ടെ. ದೇವ ಸಾನ್ನಿಧ್ಯ ಮುಟ್ಟಲಿ. ദൈവ സാന്നിധ്യം തൊടട്ടെ. ದೇವ ಸಾನ್ನಿಧ್ಯ ಮುಟ್ಟಲಿ. Power in the name of Jesus. Thank you, Jesus. Power in the name of Jesus. Free ആകട്ടെ. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Ghost. Power in the name of Jesus. തൊടുന്നു, അതരം തുറന്ന് പ്രാർത്ഥിച്ച് ನಿಮ್ಮ ಬಾಯಿಗಳನ್ನು ತೆರೆದು ಪ್ರಾರ್ಥಿಸಿರಿ. ഇതൊരു അഭിഷേകത്തിന്റെ പകൽക്കാലമാ. ಇದು ಅಭಿಷೇಕದೊಂದು ಹಗಲಾಗಿದೆ. അനോയിന്റിംഗിന്റെ പകൽക്കാലമാ. ಇದು ಒಂದು ಅಭಿಷೇಕದ ಹಗಲಾಗಿದೆ. ദൈവം നിന്റെ അകത്ത് വിലമതിക്കാനാവാത്തത് തരുന്ന പകൽക്കാലമാ. ದೇವರು ನಿನ್ನ ಒಳಗೆ ಬೆಲೆ ಕಟ್ಟಲಿಕ್ಕೆ ಆಗದಂತ ಒಂದು ಅಭಿಷೇಕವನ್ನು ಕೊಡುವಂತ ಹಗಲಾಗಿದೆ. വിലമതിക്കാനാവാത്തത് നിന്റെ മേൽ പകരുന്ന പകൽക്കാലം. ಬೆಲೆ ಕಟ್ಟುವುದಕ್ಕೆ ಆಗದನ್ನು ನಿನ್ನ ಮೇಲೆ ದೇವರು ಸುರಿತಾ ಇದ್ದಾನೆ. ദൈവം നിന്നെ തൊടുന്ന പകൽക്കാലം. ದೇವರನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. Power. മോനെ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ಮಗನೇ, ದೇವರು ನಿನ್ನನ್ನು ಪ್ರೀತಿಸ್ತಾ ಇದ್ದಾನೆ. ദൈവത്തിന് നിന്നെ ആവശ്യമാണ്. ದೇವರಿಗೆ ನಿನ್ನ ಅವಶ್ಯಕತೆ ಇದೆ. ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം നിന്റെ മേൽ ಇವತ್ತು ನಿನ್ನ ಮೇಲೆ ಒಂದು ಅಭಿಷೇಕದ ಹಸ್ತಾಂತರಿಸುವಿಕೆ ಉಂಟು. അങ്ങനെ ഒരു ദൈവ സാന്നിധ്യം നിന്നെ തൊടുന്നു. ದೇವ ಸಾನ್ನಿಧ್ಯ ನಿನ್ನ ಮುಟ್ಟುತ್ತಾ ಇದೆ. ആൾമാറിയവനെ പോലെ നിന്നെ ആക്കുക. ವ್ಯಕ್ತಿ ಬದಲಾದ ಹಾಗೆ ದೇವರನ್ನು ಮಾತ್ರ. Power in the name of Jesus. ದೈವ ಶಕ್ತಿ. Thank you, Holy Spirit. Thank you, Holy Spirit. അസാധാരണമാകുന്ന ഒരു ദൈവ സാന്നിധ്യം ಅಸಾಧಾರಣ ದೈವ ಸಾನ್ನಿಧ್ಯ ഈ കുഞ്ഞിന്റെ മേൽ വ്യാപരിക്കട്ടെ. ಈ ಮಗನ ಮೇಲೆ ಇಳಿಯಲಿ.
ಇವನ ಮೇಲೆ ದೈವ ಸಾನ್ನಿಧ್ಯ ವ್ಯಾಪರಿಕಲಿ. ಇವನ ಮೇಲೆ ಆ ದೇವ ಸಾನ್ನಿಧ್ಯ ಇಳಿಯಲಿ. ಇವನ ಮೇಲೆ ಆ ದೈವ ಶಕ್ತಿ ವ್ಯಾಪರಿಕಲಿ. ಇವನ ಮೇಲೆ ಆ ದೇವ ಸಾನ್ನಿಧ್ಯ ಇಳಿಯಲಿ. യേശുവിന്റെ നാമത്തിൽ ആ ദൈവ സാന്നിധ്യം, യേശുവിൻ നാമത്തിൽ ആ ദൈവ സാന്നിധ്യം ഇളിയಲಿ. അതിലേക്കൊന്ന് വിട്ടുകൊടുത്താട്ടെ. ആമേൻ. ജീസസ് ഫ്രീ, സ്വതന്ത്രമാകಲಿ. In the name of Jesus. In the name of Jesus. എത്ര പേർ ഇന്ന് പകൽക്കാല ദൈവ സാന്നിധ്യത്തെ കൊതിക്കുന്നു? ಎಷ್ಟು ಮಂದಿ ಆ ದೈವ ಸಾನ್ನಿಧ್ಯವನ್ನು ಬಯಸ್ತಾ ಇದ್ದೀರಾ? എത്ര പേർ ഇന്ന് പകൽക്കാല ദൈവ സാന്നിധ്യത്തെ ആഗ്രഹിക്കുന്നു? ಎಷ್ಟು ಮಂದಿ ಆ ದೇವ ಸಾನ್ನಿಧ್ಯವನ್ನು ಬಯಸ್ತಾ ಇದ್ದೀರಾ? എത്ര പേർ മോശ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നു? ಎಷ್ಟು ಮಂದಿ ಮೋಶೆ ಪ್ರಾರ್ಥಿಸಿದಾಗೆ ಪ್ರಾರ್ಥಿಸ್ತೀರಿ? സാന്നിധ്യമില്ലെങ്കിൽ നീ എന്നെ പുറപ്പെടുവിക്കുക. ನಿನ್ನ ಸಾನ್ನಿಧ್ಯವಿಲ್ಲದೆ ನನ್ನನ್ನು ಹೋಗಗೊಡಿಸಬೇಡ. ഞാൻ വെറുതെ വന്നതല്ല. ನಾನು ಸುಮ್ಮನೆ ಬಂದದಲ್ಲ. നീ വെറുതെ വന്നതല്ല. ನೀನು ಸುಮ್ಮನೆ ಬಂದದಲ್ಲ. ചില ഉദ്ദേശം നിനക്കുണ്ട്. ಕೆಲವು ಉದ್ದೇಶಗಳು ನಿಮಗಿದೆ. ചില ആഗ്രഹങ്ങൾ നിനക്കുണ്ട്. ಕೆಲವು ಆಸೆಗಳು ನಿಮ್ಮಲ್ಲಿದೆ. ചില പ്രാർത്ഥനകൾ നിനക്കുണ്ട്. ಕೆಲವು ಪ್ರಾರ್ಥನೆಗಳು ನಿಮಗಿದೆ. ദൈവ സാന്നിധ്യം നിങ്ങളെ തൊടുന്ന ഒരു കാഴ്ച. ದೈವ ಸಾನ್ನಿಧ್ಯ ನೋಡು, ಆಮೇಲೆ ಮುಟ್ಟುವಂತ ಒಂದು ದೃಶ್ಯ. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്നു. ಪರಿಶುದ್ಧಾತ್ಮ ನಿಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದ. ഏതൊക്കെയോ തകർച്ചകൾക്കകത്തും ദൈവം കരം പിടിക്കുന്ന ഒരു കാഴ്ച. ಯಾವುದೋ ಒಂದು ಆಮೇನ್ ಜೀವಿತದಲ್ಲಿ ಅಸ್ತವ್ಯಸ್ತವಾಗಿರುವಂತ ಸಂಗತಿಗಳಿಂದ നിന്നെ ഏറ്റവും പുറകിലോട്ട് കൊണ്ടുപോയ ചില മേഖലകൾക്ക് നടുവിൽ ദൈവം കരം പിടിക്കുകയാണ്. ನಿನ್ನನ್ನು ಅಧಿಕವಾಗಿ ಹಿಂದಕ್ಕೆ ಕೊಂಡು ಹೋದ ವಿಷಯದಿಂದ ದೇವರನ್ನ ಹಸ್ತವನ್ನು ಹಿಡಿದಿದ್ದಾನೆ. ഏതൊക്കെയോ രേഖകൾ നിനക്ക് വിരോധമായി എഴുതി. ಯಾವುದೋ ಆಮೇನ್ ಆಲೋಚನೆಗಳು ನಿನಗೆ ವಿರೋಧವಾಗಿ ಬರೆಯಲ್ಪಟ್ಟವು. ജീവിതത്തിന്റെ അകത്തെ ചില മേഖലകളെ തടുത്തു വെച്ചു. ಜೀವಿತದ ಒಳಗೆ ಕೆಲವು ಮಂಡಲಗಳನ್ನು ಸೈತಾನ ತಡೆದು ಹಿಡಿದು ഇപ്പോൾ ഒരു ನಿಲ್ಲಿಸಿದನು. ദൈവ സാന്നിധ്യം നിങ്ങളെ വ്യത്യസ്തമാക്കും. ಆದರೆ ಈಗ ದೇವ ಸಾನ್ನಿಧ್ಯ ನಿಮ್ಮನ್ನು ವ್ಯತ್ಯಸ್ತರನ್ನಾಗಿ Power ಮಾಡುತ್ತದೆ. in the name of Jesus. ದೇವ ಸಾನ್ನಿಧ್ಯ. എല്ലാവരും പ്രാർത്ഥിച്ചു. എല്ലാവരും കാഴ്ചക്കാരായി നിൽക്കരുത്. ಯಾರು ನೋಡುಗರಾಗಿ ನಿಲ್ಲಬೇಡ್ರಿ. പൈശാചിക ആധിപത്യം തകരുന്ന പകൽക്കാലമാണ്. ಸೈತಾನ್ನ ಅಧಿಕಾರಗಳು ಇವತ್ತು ಬಿಚ್ಚಲ್ಪಡುತ್ತವೆ. കോട്ടകൾ തകരുന്ന പകൽക്കാലമാണ്. ಇವತ್ತು ಕೋಟೆಗಳು ಇವತ್ತು ಬೀಳುವಂತದಾಗಿದೆ. ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಳಿಯಲಿ. ഈ വ്യക്തിയുടെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ಈ ವ್ಯಕ್ತಿಯ ಮೇಲೆ ದೇವ ಸಾನ್ನಿಧ್ಯ ಇಳಿಯಲಿ. പിശാചേ നിനക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ಸೈತಾನೇ ನಿನಗೆ ಇವನನ್ನು ಹಿಡಿದಿಟ್ಟುಕೊಳ್ಳಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. വ്യക്തിയെ നിനക്ക് ഇനി പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. ಈ ವ್ಯಕ್ತಿಯ ಮೇಲೆ ನಿನಗೆ ಸ್ವಾಧೀನತೆ ಇಲ್ಲ. ഒരു ജനറേഷനെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. ಆಮೇಲೆ ಒಂದು ಜನಾಂಗವನ್ನು ಹಿಡಿದಿಟ್ಟುಕೊಳ್ಳಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ചില ദേശത്തിന്റെ ആധിപത്യങ്ങളെ ഞങ്ങൾ ആത്മാവിൽ വെട്ടാൻ പോവുകയാണ്. ದೇಶದ ಕೆಲವು ಆಡಳಿತಗಳನ್ನು ನಾವು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಕಟ್ಟುವವರಾಗಿದ್ದೇವೆ. ഇപ്പോൾ ഒരു ദൈവശക്തി ഇവന്റെ മേൽ വീഴുന്നു. ഇപ്പോൾ ಈ ದೇವ ಸಾನ್ನಿಧ್ಯ ಇವನ ಮೇಲೆ ಬೀಳುತ್ತಾ ಇದೆ. ദുരാത്മ മണ്ഡലങ്ങൾ അടിയട്ടെ. ದುರಾತ್ಮ ಮಂಡಲಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. ദേശശക്തികൾ അടിയട്ടെ. ದೇಶ ಶಕ್ತಿಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ഗദരദേശത്തിന്റെ അകത്ത് വ്യാപരിച്ച ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ. ಗದರಿನ ಸೀಮೆಯ ಆಮೆ ಒಳಗೆ ವ್ಯಾಪಿಸಿದಂತ ಕತ್ತಲೆಯ ಸಂಗತಿ. ഇപ്പോൾ ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ಈಗ ಈ ವ್ಯಕ್ತಿಗೋಸ್ಕರ ನಾನು ಪ್ರಾರ್ಥಿಸುವಾಗ ഇവനെ വിട്ട് മാത്രമല്ല, ಇವನನ್ನು ಮಾತ್ರವಲ್ಲ, ഈ മണ്ണ് വിട്ട് ഈ ദേശം വിട്ട് ചില സ്വാധീനങ്ങൾ, ಈ ಮಣ್ಣನ್ನು ಈ ದೇಶವನ್ನು ಆಮೆ ಹಿಡಿದುಕೊಂಡ ಕೆಲವು ಸ್ವಾಧೀನತೆಗಳು എന്നേക്കുമായി ഞങ്ങൾ അഴിച്ചുവിടുന്നു. ಶಾಶ್ವತವಾಗಿ ನಾವು ಬಿಚ್ಚುತ್ತಾ ಇದ್ದೇವೆ. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ಕರಗಳು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിച്ച്, ಅಭಿಷೇಕದೊಂದಿಗೆ ದೇವರನ್ನು ಆರಾಧಿಸಿರಿ. ആത്മശക്തിയോടെ ദൈവത്തെ ആരാധിച്ച്, ಆತ್ಮಶಕ್ತಿಯೊಂದಿಗೆ ದೇವರನ್ನು ಆರಾಧಿಸಿರಿ. ദൈവം നിന്നെ വിടുവിക്കുന്ന പകൽക്കാലമാണ്. ದೇವರನ್ನು ಬಿಡುಗಡೆ ಮಾಡುವಾಗಲಾಗಿದೆ. ദൈവം നിന്നെ തൊടുന്ന പകൽക്കാലമാണ്. ದೇವರನ್ನು ಮುಟ್ಟುವಂತಾಗಲಾಗಿದೆ. അസാധാരണമാകുന്ന ദൈവശക്തി നിന്റെ മേൽ വീഴുന്ന പകൽക്കാലം. ಅಸಾಧಾರಣವಾದ ದೇವಶಕ್ತಿ ನಿನ್ನ ಮೇಲೆ ಇಳಿಯುವಂತಾಗಲಾಗಿದೆ. സൗഖ്യമാക്കുന്ന പകൽക്കാലം. ನಿನ್ನನ್ನು ಸ್ವಸ್ಥತೆ ಮಾಡುವಾಗಲಾಗಿದೆ. അത്യന്ത ശക്തി നിന്റെ മേൽ വീഴുന്നു. ಅತ್ಯಧಿಕ ಶಕ್ತಿ ನಿನ್ನ ಮೇಲೆ ಬೀಳುತ್ತಾ ಇದೆ. അഭിഷേകം നിന്റെ മേൽ വീഴുന്നു. ಅಭಿಷೇಕ ನಿನ್ನ ಮೇಲೆ ಬೀಳುತ್ತಾ ಇದೆ. കരമടിച്ച് അന്യഭാഷകൾ പ്രാർത്ഥിച്ച്, ಕರಗಳು ತಟ್ಟಿ ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸಿರಿ. പ്രാപിച്ചോ പ്രാപിച്ചോ പ്രാപിച്ചോ. ಓ ಸ್ವೀಕರಿಸಿರಿ, ಹೊಂದಿಕೊಳ್ಳಿರಿ, ಹೊಂದಿಕೊಳ್ಳಿರಿ. തൊടുന്നു 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 തൊടുന്നു. ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ, ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ, ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. ഫയർ ഫയർ ഫയർ. ಬೆಂಕಿ ಬೆಂಕಿ ഫയർ ഫയർ ഫയർ. ಬೆಂಕಿ ಬೆಂಕಿ. പവർ പവർ പവർ. ಶಕ್ತಿ ಶಕ್ತಿ. പവർ പവർ പവർ. ಶಕ್ತಿ ಶಕ್ತಿ. പവർ ಶಕ್ತಿ. പവർ ಶಕ್ತಿ. പവർ. ಶಕ್ತಿ. ദൈവശക്തി 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 വ്യാപിക്കുന്നു. ದೇವಶಕ್ತಿ ದೇವಶಕ್ತಿ ದೇವಶಕ್ತಿ. തൊടുന്നു തൊടുന്നു തൊടുന്നു. ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ, ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. ആലയത്തിന്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ. ಆಮೆನ್ ಆಮೆನ್ ಆಮೆನ್. ഓ ദൈവശക്തി വ്യാപരിക്കുന്നു. ದೇವಶಕ್ತಿ ಇಳಿಯುತ್ತಾ ಇದೆ. ആലയത്തിന്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ. ಓ ദൈവശക്തി വ്യാപരിക്കുന്നു. ಆಲಯದ ಒಂದು ಬದಿಯಿಂದ ಇನ್ನೊಂದು ಬದಿಯವರೆಗೆ ದೇವಶಕ್ತಿ ಇಳಿಯುತ್ತಾ ಇದೆ. ഇന്ന് പകൽക്കാലം ഈ ആലയത്തിന്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ. ಈ ಆಗಲೂ ಈ ಆಲಯದ ಎಲ್ಲ ಕಡೆಗಳಲ್ಲಿಯೂ ദൈവശക്തി വ്യാപരിക്കുന്നു. ದೇವಶಕ್ತಿ ಇಳಿಯುತ್ತಾ ಇದೆ. ദൈവം നിങ്ങളെ ഡയറക്റ്റ് ആയി തൊടുന്നു കേട്ടോ. ದೇವರು ನಿಮ್ಮನ್ನು ಪ್ರತ್ಯಕ್ಷವಾಗಿ ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. നിന്റെ പകൽക്കാലമാണ്. ಆಮೆನ್. ನಿಮ್ಮ ಹಗಲಾಗಿದೆ. നീ ശത്രുവിനെ ചവിട്ടുന്ന പകൽക്കാലമാണ്. ಸೈತಾನನು ತುಳಿದು ಹಾಕುವಂತಾಗಲಾಗಿದೆ. അവന്റെ അധികാരങ്ങളെ കെടുത്തി കളയുന്ന പകൽക്കാലമാണ്.
ಅಧಿಕಾರಗಳನ್ನು ಬಿಚ್ಚುವಂತಾಗಲಾಗಿದೆ. വാഴ്ചകളെ തകർത്ത് കളയുന്ന പകൽക്കാലമാണ്. ആൾവിക്കಗಳನ್ನು കടവി ആക്കുವಂತಾಗಲಾಗಿದೆ. നിന്റെ നന്മയെ ബന്ധിച്ച വൈശാശിയാധിപത്യങ്ങളെ തകർക്കുന്ന പകൽക്കാലമാണ്. ನಿನ್ನ ಆಶೀರ್ವಾದಗಳ ತಡೆಯೊಡ್ಡಿದ ಸೈತಾನ್ನ ಮಂಡಲಗಳನ್ನು ಆಮೆ ಬೀಳಿಸಿ ಹಾಕುವಂತಾಗಲಾಗಿದೆ. രോഗിയാക്കി മാറ്റിയ ബന്ധനത്തെ അറുത്തു കളയുന്ന പകൽക്കാലം. ನಿನ್ನನ್ನು ರೋಗಿಯನ್ನಾಗಿ ಮಾಡಿದ ಬಂಧನಗಳನ್ನು ಬಿಚ್ಚುವಂತಾಗಲಾಗಿದೆ. ഇന്ന് പകൽക്കാലം എന്തോ ദൈവം നിന്റെ മേൽ ഡയറക്റ്റ് ആയിട്ട് പകരുന്നു. ಈ ಹಗಲು ಏನೋ ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಪ್ರತ್ಯಕ್ಷವಾಗಿ ಮಾಡುತ್ತಾ ಇದ್ದಾನೆ. അഭിഷേകം നിന്റെ മേൽ വീഴുകയാണ്. ಆ ಅಭಿಷೇಕ ನಿನ್ನ ಮೇಲೆ ಬೀಳ್ತಾ ಇದೆ. ആവിക്കുന്ന പകൽക്കാലം. ಓ ಹಗಲು ಹೊಂದಿಕೊಳ್ಳುವಾಗಲಾಗಿದೆ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ದೇವಶಕ್ತಿ ಇಳಿಯಲಿ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ದೇವಶಕ್ತಿ ಇಳಿಯಲಿ. രോഗ കെട്ടുകൾ അടിയട്ടെ. ಎಲ್ಲ ಕಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. സാമ്പത്തിക നന്മകളെ കെട്ടിയ കെട്ടടിയട്ടെ. ಆರ್ಥಿಕ ಕಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. പൈശാചിക മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ವ್ಯಾಪಾರದ ಬಂಧನಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ಸೈತಾನ್ನ ಬಂಧನಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. രോഗ ബന്ധനങ്ങൾ അഴിയുന്നു. ರೋಗ ಬಂಧನಗಳು ಬಿಚ್ಚಲ್ಪಡ್ತಾ ಇದೆ. ಶಾಪങ്ങൾ ಅഴിയുന്നു. ಕೆಲವು ಶಾಪಗಳು ಮುರಿಯಲ್ಪಡ್ತಾ ಇದೆ. ಶಾಪത്തിന്റെ കെട്ടുകൾ അഴിയുന്നു. ಕೆಲವು ಶಾಪನ ಕಟ್ಟುಗಳು ಮುರಿಯಲ್ಪಡ್ತಾ ಇದೆ. ಶಾಪത്തിന്റെ ബന്ധനങ്ങൾ അഴിയുന്നു. ಕೆಲವು ಶಾಪನ ಕಟ್ಟುಗಳು ಮುರಿಯಲ್ಪಡ್ತಾ ಇದೆ. ദൈവാത്മാവ് നിന്നെ തൊടുന്നു. ದೇವರಾತ್ಮನಿಯನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. ഒരു അഭിഷേകം ഇതിന്റെ അകത്ത് ചലിക്കുന്നുണ്ട്. ಅಭಿಷೇಕದೊಳಗೆ ಚಲಿಸ್ತಾ ಇದೆ. ഒരു ആത്മാവിന്റെ കൈമാറ്റം ഇതിന്റെ അകത്ത് നടക്കുന്നുണ്ട്. ಆತ್ಮನ ಒಂದು ಹಸ್ತಾಂತರಿಸುವಿಕೆದೊಳಗೆ ನಡೆಯುತ್ತಾ ಇದೆ. കൃപാവരങ്ങളെ ജ്വലിക്കുന്ന ಇಲ್ಲಿ ಕೃಪಾವರಗಳು ಪ್ರಜ್ವಲಿಸುವಂತ ആത്മാവിൽ നീ കത്തിക്കേറുന്ന ಆತ್ಮದಲ್ಲಿ ಒತ್ತಿ ಉರಿಯುವಂತ ദൈവം എന്നെ കാണിച്ചു. എന്തോ ഒരു അഭിഷേകം നിന്റെ മേൽ വീഴുന്നു. ದೇವರನಿಗೆ ತೋರಿಸ್ತಾ ಇದ್ದಾರೆ ಏನೋ ಒಂದು ಅಭಿಷೇಕ ನಿನ್ನ ಮೇಲೆ ಬೀಳ್ತಾ ಇದೆ. മാറിയവളെ പോലെ നിന്നെ ആക്കുന്ന ಆಮೇಲೆ ಒಂದು ವ್ಯಕ್ತಿ ಬದಲಾಯಿಸ್ತಾ ರೂಪದಲ್ಲಿ ಮಾಡುವಂತ നിന്റെ മേൽ വീഴുന്നു. ಒಂದು ಅಭಿಷೇಕ ನಿನ್ನ ಮೇಲೆ ಬೀಳ್ತಾ ಇದೆ. Power in the name of Jesus. ದೇವಶಕ್ತಿ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. മാറിയവരെ പോലെയാക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. ವ್ಯಕ್ತಿ ಬದಲಾದ ರೀತಿಯಲ್ಲಿ ಮಾಡುವಂತ ಅಭಿಷೇಕ. ആയുധത്തിന് മൂർച്ച കൂട്ടുന്ന ഒരു ദൈവ സാന്നിധ്യം. ಆಯುಧಕ್ಕೆ ಅರಿತವನ್ನುಂಟು ಮಾಡುವ ಸಾನ್ನಿಧ್ಯ. ശത്രുവിന്റെ കോട്ടകളെ തകർത്ത് കളയുന്ന ഒരു ദൈവ സാന്നിധ്യം. ಸೈತಾನ ಕೋಟೆಗಳನ್ನು ಬೀಳಿಸುವಂತ ದೇವ ಸಾನ್ನಿಧ್ಯ. ಅಸಾಧಾರಣವಾದ ಹೀಲಿಂಗ್ಗಳು നടക്കുന്നു. ಇದರ ಒಳಗೆ ಅಸಾಧಾರಣವಾದ ಸ್ವಸ್ಥತೆಗಳು ನಡೆಯುತ್ತಾ ಇದೆ. ಕ್ಯಾನ್ಸರ್ಗಳು ಅಪ್ರತ್ಯಕ್ಷವಾಗട്ടെ. ಕ್ಯಾನ್ಸರ್ಗಳು ಅಪ್ರತ್ಯಕ್ಷವಾಗಲಿ. ಮೊಳಗಳು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ವಡಿಮಾರട്ടെ. ಗಡ್ಡೆಗಳು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಅಳಿಯಲ್ಪಡಲಿ. നിരാശയുടെ കെട്ടടിയട്ടെ. ನಿರಾಶೆಗಳ ಕಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. ഓ ദൈവ സാന്നിധ്യം ഇതിന്റെ അകത്ത് ഇറങ്ങി നിൽക്കുന്നു. ದೇವ ಸಾನ್ನಿಧ್ಯದೊಳಗೆ ಇಳಿತಾ ಇದೆ. എനിക്കറിയാം ദൈവ സാന്നിധ്യം പലതിനെയും തൊടുന്നുണ്ട്. ನನಗೆ ಗೊತ್ತುಂಟು ದೇವ ಸಾನ್ನಿಧ್ಯ ಒಬ್ಬೊಬ್ಬರನ್ನು ಮುಟ್ಟುತ್ತಾ ಇದೆ. ഇന്ന് പകൽക്കാലം ഇതിന്റെ അകത്ത് വെളിപ്പെടുകയാ. ಆ ಸಾಧಾರಣವಾದ ಕಾರ್ಯಗಳು ಇದರೊಳಗೆ ಪ್ರಕಟವಾಗ್ತಾ ಇದೆ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇതിന്റെ അകത്ത് ഇറങ്ങി നിൽക്കുകയാ. ಪರಿಶುದ್ಧಾತ್ಮನು ಇದರೊಳಗೆ ಇಳಿದು ನಿಂತಿದ್ದಾನೆ. ദാവീദ് കടന്നു വന്നപ്പോൾ ದಾವೀದನು ಬಂದಾಗ ശമൂവേലിന്റെ കയ്യിലിരുന്ന തൈലക്കൊമ്പ് ചലിച്ചു. ಸಮುವೇಲನ ಕೈಯಲ್ಲಿದ್ದ ತೈಲ ಕೊಂಬು ಚಲಿಸಿದ ಹಾಗೆ പകൽക്കാലം ചലിക്കുന്ന ഒരു അഭിഷേകം ഇതിനകത്ത് ചലിക്കുന്നു. ಈ ಹಗಲು ಚಲಿಸುವಂತ ಅಭಿಷೇಕ ಇಲ್ಲಿ ಪ್ರಕಟವಾಗುತ್ತಾ ಇದೆ. നിന്റെ നിരാശകൾ മാറി അഭിഷേകത്തിലേക്ക് കയറുന്ന പകൽക്കാലമാണ്. ನಿನ್ನ ನಿರಾಶೆಗಳು ಬಿಟ್ಟು ಅಭಿಷೇಕಕ್ಕೆ ಆಮೆ ಒಳ ಬರುವಂತ ಒಂದು ಸಾನ್ನಿಧ್ಯ. ದೈವ ಶಕ್ತಿയുടെ പുതുക്കം നിന്റെ മേൽ വീഴുന്നു. ದೇವ ಶಕ್ತಿಯ ಆಮೆ ಕಂಬಳಿ ನಿನ್ನ ಮೇಲೆ ಬೀಳುತ್ತಾ ಇದೆ. നീ പ്രാപിക്കേണ്ട പകൽക്കാലമാണ്. ನೀನು ಆಮೆ ಪಡೆಯುವಂತ ಹಗಲಾಗಿದೆ. അടുത്ത് നിൽക്കുന്നവൻ എന്ത് ചെയ്യും നിന്റെ വിഷയമല്ലെന്ന്. ಹತ್ತಿರವಿರುವವರು ಏನು ಮಾಡುತ್ತಾರೆ ಎಂಬುದು ನಿನ್ನ ವಿಷಯವಲ್ಲ. ഇന്ന് പകൽക്കാലം കത്തിക്കേറുന്ന ഒരു അഭിഷേകത്തിലേക്ക്, ಇವತ್ತು ನಿನ್ನನ್ನು ಒತ್ತಿ ಉರಿಯುವಂತ ಒಂದು ಅಭಿಷೇಕ, കത്തിക്കേറുന്ന ഒരു ആത്മശക്തിയിലേക്ക്, ನಿನ್ನಲ್ಲಿ ಒಂದು ಆತ್ಮಶಕ್ತಿಗೆ യേശുവിന്റെ നാമത്തിൽ നിന്നെ തിരിക്കുകയാണ്. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ದೇವರು ನಿನ್ನನ್ನು ತಿರುಗಿಸ್ತಾ ಇದ್ದಾನೆ. തൊടട്ടെ ദൈവാത്മാവ് തൊടട്ടെ തൊടട്ടെ തൊടട്ടെ. ದೇವರಾತ್ಮ ನಿಮ್ಮನ್ನು ಮುಟ್ಟಲಿ ಮುಟ್ಟಲಿ ಮುಟ್ಟಲಿ. കരമടിച്ച് അഭിഷേകത്താൽ ആരാധിച്ചു. ಕರಗಳು ತಟ್ಟಿ ಅಭಿಷೇಕದ ಆರಾಧಿಸಿರಿ. കരമടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത് ಕರ ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു ബാധയൊഴിഞ്ഞ് സ്വസ്ഥമാകാം. ದೇವರಾತ್ಮ ಹೇಳ್ತಿದ್ದಾರೆ ಬಾಧನಿಗೆ ಸ್ವಸ್ಥನಾಗು. ജീവിതത്തിലെ അസ്വസ്ഥതകൾ അഴിയ, ಜೀವನದ ಅಸ್ವಸ್ಥತೆಗಳು ಬಿಚ್ಚಲ್ಪಡ್ತಾ ಇದೆ. കൈക്കൊള്ള സ്വാധീനക്കുറവ് ಅഴിയ, ಎಲ್ಲ ಆಮೆ ಸಂಗತಿಗಳು ಬಿಚ್ಚಲ್ಪಡ್ತಾ ಇದೆ. ಫ್ರೀ ಆಗട്ടെ, ಸ್ವತಂತ್ರವಾಗಲಿ, ಫ್ರೀ ಆಗട്ടെ, ಸ್ವತಂತ್ರವಾಗಲಿ. Power in the name of Jesus. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ದೇವ ಶಕ್ತಿ തൊടട്ടെ തൊടട്ടെ തൊടട്ടെ. ದೇವರಾತ್ಮನ ಮುಟ್ಟಲಿ ಮುಟ್ಟಲಿ. കരങ്ങളെ അടിച്ച് കരങ്ങളെ അടിച്ച് ಕರಗಳು ತಟ್ಟಿ ಕರಗಳು ತಟ್ಟಿ അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിച്ച് ಅಭಿಷೇಕದೊಂದಿಗೆ ದೇವರ ಆರಾಧಿಸಿರಿ. ശക്തൻ ഇതിന്റെ അകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ಇದು ಹಗಲ ವೇಳೆಯಲ್ಲಿ ದೇವ ಸಾನ್ನಿಧ್ಯ ಶಕ್ತವಾಗಿ ಇಳಿದಿದೆ. വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് ഇതിന്റെ അകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ವಾಗ್ದಾನವಾಗಿ ಕೊಡಲ್ಪಟ್ಟ ಪವಿತ್ರಾತ್ಮ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಇಳಿದು ಬಂದಿದ್ದಾನೆ. കൃപാവരങ്ങൾ ജ്വലിക്കുന്ന പകൽക്കാലമായി മാറട്ടെ. ಕೃಪಾವರಗಳು ಪ್ರಜ್ವಲಿಸುವಾಗಲಾಗಿ ಮಾರ್ಪಡಲಿ. ഇനി നീ പുറകിൽ നിൽക്കേണ്ട പകൽക്കാലമല്ല, ദൈവം നിന്നെ മുന്നിൽ കണ്ടുവരുന്ന പകൽക്കാലം. ಇನ್ನು ನಿನ್ನ ಹಿಂದೆ ಇರುವಂತ ವ್ಯಕ್ತಿಯಲ್ಲ, ದೇವರಾತ್ಮನ ನಿಮ್ಮನ್ನು ಮುಂದೆ ತರುತ್ತಾರೆ. ദൈവം നിന്നെ തൊടുന്നു
തൊടുന്നു തൊടുന്നു തൊടുന്നു. ದೇವರನ್ನ ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ, ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ദൈവ സാന്നിധ്യം ചലിച്ചു തുടങ്ങുകയാണ്. ಕೊನೆಯವರೆಗೂ ದೇವರಾತ್ಮನು ಚಲಿಸ್ತಾ ಇದ್ದಾನೆ. അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ദൈവ സാന്നിധ്യം നിന്നെ തൊടുന്നു. ಈ ಭಾಗದಿಂದ ಆ ಭಾಗದವರೆಗೆ ದೇವ ಸಾನ್ನಿಧ್ಯ ನಿನ್ನ ಮುಟ್ಟುತ್ತಾ ಇದೆ. ದೇವ ಶಕ್ತಿ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ തൊടുന്നു. ಈ ಹಗಲು ದೇವರನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. ഇപ്പോൾ ദൈവം നിന്നെ ഫ്രീ ആക്കുക. ಈ ಹಗಲು ದೇವರನ್ನು ಸ್ವತಂತ್ರ ಮಾಡ್ತಾ ಇದ್ದಾನೆ. ഫ്രീ ആക്കുക. ಈ ಹಗಲು ದೇವರನ್ನು ಸ್ವತಂತ್ರ ಮಾಡ್ತಾ ಇದ್ದಾನೆ. ശരീര മണ്ഡലത്തെ ബന്ധിച്ച ബന്ധനം അഴിയുന്നു. ಶರೀರ ಮಂಡಲಗಳನ್ನು ಬಂಧಿಸಿದ ಬಂಧನಗಳು ಬಿಚ್ಚಲ್ಪಡ್ತಾ ಇದೆ. ശരീരത്തെ ബന്ധിച്ച സാത്താന്യ മണ്ഡലം അഴിയുന്നു. ಶರೀರ ಬಂಧಿಸಿದಂತ ಸಾತಾನ್ಯ ಮಂಡಲಗಳು ಬಿಚ್ಚಲ್ಪಡ್ತಾ ಇದೆ. അഴിയട്ടത് ಬಿಚ್ಚಲ್ಪಡಲಿ, അഴിയട്ടത് ಬಿಚ್ಚಲ್ಪಡಲಿ, ಅದು അഴിയട്ടത് ಬಿಚ್ಚಲ್ಪಡಲಿ. നാഗത്തിന്റെ ശക്തികൾ അഴിയട്ടെ. ನಾಗದ ಶಕ್ತಿಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. നാഗത്തിന്റെ ശക്തികൾ അഴിയട്ടെ. ನಾಗ ಶಕ್ತಿಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. ഭാവിയെ ബന്ധിച്ച, ಭವಿಷ್ಯತ್ತನ್ನು ಬಂಧಿಸಂತ, വിദ്യാഭ്യാസത്തെ ബന്ധിച്ച, ವಿದ್ಯಾಭ್ಯಾಸವನ್ನು ಬಂಧಿಸಂತ നാഗ ശക്തികൾ അഴിയട്ടെ. ನಾಗ ಶಕ್ತಿಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. നിന്റെ തല ഉയർത്തൽ ആഗ്രഹിച്ച് തല എത്തದಂತೆ ಬಿಟ್ಟು ಆಮೇಲೆ ತಡೆ ಇಡ್ದಂತ തൊടുത്തു വിട്ട ചില പൈശാചികാധിപത്യം ಆಮೇಲೆ ಕಳುಹಿಸಿದಂತ ಕೆಲವು ಸೈತಾನ ಅಧಿಕಾರಗಳು ഇപ്പോൾ അടിയുന്നു. ಈಗ ಬಿಚ್ಚಲ್ಪಡ್ತಾ ಇದೆ. അടിഞ്ഞു പുറത്തു പോട്ടെ. ಈಗ ಬಿಚ್ಚಿ ಹೊರಗೆ ಹೋಗಲಿ. അടിഞ്ഞു പുറത്തു പോട്ടെ. ಈಗ ಬಿಚ್ಚಿ ಹೊರಗೆ ಹೋಗಲಿ. അടിഞ്ഞു പുറത്തു പോട്ടെ. ಬಿಚ್ಚಿ ಹೊರಗೆ ಹೋಗಲಿ. Power in the name of Jesus. Yes. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ദൈവാത്മാവ് നിങ്ങളെ തൊടുന്നു. യേശുവിന്റെ നാമത്തിൽ ಈಗ ದೇವರಾತ್ಮ ನಿಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. ഹീലിംഗ് നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നു. ದೊಡ್ಡ ಸ್ವಸ್ಥತೆ ನಿಮ್ಮಲ್ಲಿ ಉಂಟಾಗ್ತಾ ಇದೆ. ഹാർട്ടിന്റെ അകത്ത് ചില ഹീലിംഗുകൾ വെളിപ്പെടുന്നു. ಹೃದಯದ ದೊಡ್ಡ ಸ್ವಸ್ಥತೆ ನಿಮ್ಮಲ್ಲಿ ಪ್ರಕಟವಾಗ್ತಾ ಇದೆ. രക്തവുമായി ബന്ധപ്പെട്ട് ರಕ್ತ ಸಂಬಂಧವಾದ ഫ്രീ സഹോദര, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു കേട്ടോ. സഹോദരനെ, ദൈവം ನಿಮ್ಮನ್ನು ಪ್ರೀತಿಸ್ತಾ ಇದ್ದಾನೆ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ದೇವರು ನಿಮ್ಮನ್ನು ಪ್ರೀತಿಸ್ತಾ ಇದ್ದಾನೆ. ദൈവത്തിലേക്ക് പൂർണ്ണമായി വിട്ടുകൊടുത്താൽ, ದೇವರಿಗೋಸ್ಕರ ಪೂರ್ಣವಾಗಿ ಒಪ್ಪಿಸಿಕೊಟ್ಟರೆ ജീവിതം മാറും. ನಿಮ್ಮ ಜೀವನವು ಬದಲಾಗ್ತದೆ. ജീവിതത്തിൽ കിടക്കുന്ന ചില നിരാശയുണ്ട്. ಜೀವನದಲ್ಲಿ ಇರುವಂತ ಕೆಲವು ನಿರಾಶೆಗಳಿದೆ. നിന്നെ അങ്ങനെ നിരാശപ്പെടുത്തി ഒന്നുമില്ലാതെ ശൂന്യമാക്കി കൊണ്ടുപോകും. ನಿನ್ನನ್ನು ನಿರಾಶೆ ತಂದು ಏನು ಇಲ್ಲದೆ ಶೂನ್ಯವಾಗಿರಿಸಬೇಕೆಂಬುದಾಗಿ. ഈ ആലയത്തിന്റെ അകത്ത് വന്നിട്ട് നിനക്കൊരു സ്വസ്ഥതയില്ല. ಈ ಆಲಯದ ಒಳಗೆ ಬಂದರೂ ನಿಮಗೆ ಸ್ವಸ್ಥತೆ ಇಲ್ಲ. എന്തോ ദൈവം നിന്നെ വിടുവിക്കുന്ന ഒരു കാഴ്ച. ಆದರೆ ದೇವರಾತ್ಮನು ನಿಮ್ಮನ್ನು ಬಿಡಿಸುವುದನ್ನು ನಾನು ನೋಡ್ತಾ ಇದ್ದೇನೆ. വിട്ടുകൊടുത്ത് പൂർണ്ണമായി ಬಿಟ್ಟುಕೊಡ್ರಿ ಪೂರ್ಣವಾಗಿ. ലൈഫിനെ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. ನಿಮ್ಮ ಜೀವನವನ್ನು ದೇವರು ಬದಲಾಯಿಸ್ತಾರೆ. Power in the name of Jesus. ದೇವ ಶಕ್ತಿ ഇപ്പോൾ ദൈവം നിന്നെ തൊടുന്നു. ಈಗ ದೇವರು ನಿಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. ഫ്രീ ആകുകയാണ്. ನೀವು ಸ್ವತಂತ್ರವಾಗಿ. നിന്റെ ശരീരം ഇപ്പോൾ ഫ്രീ ആകുകയാണ്. ಶರೀರವು ಈಗ ಪೂರ್ಣವಾಗಿ ಸ್ವತಂತ್ರವಾಗಿದೆ. നിരാശകൾ അടിയുന്നു. ಜೀವನದೊಳಗಿಂದ ನಿರಾಶೆಗಳು ಬಿಚ್ಚಲ್ಪಡ್ತಾ ಇದೆ. മനസ്സിനെ കെട്ടിയ എല്ലാ ബന്ധനങ്ങൾ അടിയുന്നു. ಆಮೇಲೆ ಸೈತಾನ ಕಟ್ಟಿದ ಬಂಧನಗಳು ಬಿಚ್ಚಲ್ಪಡ್ತಾ ಇದೆ. ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്ന എല്ലാ സ്ട്രോങ് ഹോൾഡുകൾ ഉടഞ്ഞു മാറുന്നു. ಈಗ ತಟಸ್ಥವಾಗಿರುವಂತ ಎಲ್ಲ ಬಂಧನಗಳು ಬಿಚ್ಚಲ್ಪಡುತ್ತದೆ. ಫ್ರೀ ಆಗട്ടെ. ಸ್ವತಂತ್ರವಾಗಿ വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്തു. ನಂಬುವವರು ಕರ್ತನಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. പരിശുദ്ധാത്മാവ് ഇതിന്റെ അകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ಪರಿಶುದ್ಧಾತ್ಮನ ಇದರೊಳಗೆ ಇಳಿದು ಬಂದಿದ್ದಾನೆ. ഇതൊരു അനോയിന്റിംഗിന്റെ സെഷനാണ്. ಇದೊಂದು ಅಭಿಷೇಕದ കൂട്ടമാಗಿದೆ. തൊടുന്ന പകൽക്കാലമാണ്. ಇದು ದೇವರು ನಿಮ್ಮನ್ನು ಮುಟ್ಟುವಂತಾಗಲಾಗಿದೆ. കർത്താവ് നിങ്ങളുടെ നടുവിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ಕರ್ತನು ದೊಡ್ಡ ಕಾರ್ಯವನ್ನು ಮಾಡುವಂತಾಗಲಾಗಿದೆ. വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്തു. ನಂಬುವವರು ಕರ್ತನಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. ദൈവം നിങ്ങളെ തൊട്ടു എന്ന് ഉറപ്പുള്ളവർ ദൈവത്തിന് മഹത്വം. ದೇವರು ನನ್ನನ್ನು ಮುಟ್ಟಿದ್ದಾನೆ ಎಂಬಂತ ದೃಢತೆ ಇರುವವರು ಕರಗಳನ್ನು ಮೇಲೆ ಕೆತ್ತಿರಿ. ദൈവം നിങ്ങളെ സൗഖ്യമാക്കി എന്ന് ഉറപ്പുള്ളവർ ദൈവത്തിനെ സ്തോത്രം. ದೇವರು ನಿಮ್ಮನ್ನು ಸ್ವಸ್ಥ ಮಾಡಿದ್ದಾನೆ ಎಂಬಂತ ನಂಬಿಕೆ ಇರುವವರು ಕರಗಳನ್ನು ಮೇಲಕ್ಕೆ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡಿ. ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം നിങ്ങളുടെ മേൽ പകർന്നു എന്ന് മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം. ದೇವರು ನನ್ನಲ್ಲಿ ತನ್ನ ಅಭಿಷೇಕವನ್ನು ಹಸ್ತಾಂತರಿಸ್ತಾನೆ ಎಂಬಂತ ಆಮೇಲೆ ನಂಬಿಕೆ ಇರುವವರು ಕರಗಳನ್ನು ಮೇಲೆ ಕೆತ್ತಿರಿ. നിങ്ങളുടെ ശരീരത്തിനോ മനസ്സിനോ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായി എന്നുള്ളവർ മാത്രം ഒന്ന് സ്തോത്രം ചെയ്ത്. ನಿಮ್ಮ ಶರೀರಕ್ಕೂ ಮನಸ್ಸಿಗೂ ಏನೋ ಒಂದು ಬದಲಾವಣೆ ಆಯಿತು ಎಂಬುದಾಗಿ ದೃಢಪಡಿಸಿದವರು ಕರಗಳನ್ನು ಮೇಲೆ ಕೆತ್ತಿರಿ. അങ്ങനെയുള്ളവർ മാത്രം, ಅಂಥವರು ಮಾತ್ರ ഈ സെഷന്റെ അകത്ത് ಈ ಸೆಕ್ಷನ್ ಒಳಗೆ നിങ്ങളുടെ മനസ്സിനും ನಿಮ್ಮ ಮನಸ್ಸಿಗೂ നിങ്ങളുടെ ശരീരത്തിനും ನಿಮ್ಮ ಶರೀರಕ್ಕೂ ഒരു മാറ്റം ഉണ്ടായി. ಒಂದು ಬದಲಾವಣೆ ಉಂಟಾಯಿತು. എന്തോ ഒരു ദൈവ സാന്നിധ്യം നിങ്ങളെ തൊട്ടു. ಏನೋ ಒಂದು ದೇವ ಸಾನ್ನಿಧ್ಯ ನನ್ನನ್ನು ಸ್ಪರ್ಶಿಸಿತು. അങ്ങനെയുള്ളവർ മാത്രം ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ಅಂಥವರು ಮಾತ್ರ ಒಂದು ಆವೃತ್ತಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡಿರಿ. കുറച്ചു പേരോട് വ്യക്തമായി പ്രവചന ദൂത് കൈമാറി. ಕೆಲವರೊಂದಿಗೆ ದೇವರಾತ್ಮನು ಪ್ರವಾದನಾತ್ಮಕವಾಗಿ ಮಾತನಾಡಿದ. അങ്ങനെയുള്ളവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യും. ಅವರು ಮಾತ್ರ ಕರಗಳನ್ನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡಿ. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ನಿಮ್ಮ ಜೀವನವನ್ನು ಬದಲಾಯಿಸುವ ದೇವರ ಸಾನ್ನಿಧ್ಯ. ഈ മുന്നിൽ നിൽക്കുന്ന സഹോദരനെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, ಮುಂದೆ ನಿಲ್ಲುವಂತ ಸಹೋದರನ ನೋಡಿ ಪವಿತ್ರಾತ್ಮನ ಹೇಳ್ತಾ ಇದ್ದಾನೆ, കർത്താവിനോട് ചേർന്ന് നിന്നോണം. ಕರ್ತನೊಂದಿಗೆ ಸೇರಿ ನಿಲ್ಲಬೇಕು. കർത്താവിനോട് ചേർന്ന് നിന്നോണം. ಕರ್ತನೊಂದಿಗೆ ಜೊತೆಯಾಗಿ ನಿಲ್ಲಬೇಕು. ജീവിതത്തിൽ വലിയ വിടുതല കർത്താവായി. ನಿಮ್ಮ ಜೀವನದಲ್ಲಿ ದೊಡ್ಡ ಬಿಡುಗಡೆ ಕರ್ತನು ಕಳುಹಿಸಿದ್ದಾನೆ.
ദൈവം വിടുവിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ സാക്ഷ്യം പറയണം. ದೇವರು ಬಿಡುಗಡೆ ಕೊಟ್ಟಿದ್ದಾನೆಂಬಂತ ದೃಢತೆ ಇರುವುದಾದರೆ ನೀವು ಸಾಕ್ಷಿ ಹೇಳಬೇಕು. മാറ്റമുണ്ടായെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാക്ഷ്യം പറയണം. ನನಗೆ ಬದಲಾವಣೆ ಆಯಿತು ಎಂಬುದಾಗಿ ನಂಬುವವರು ಸಾಕ್ಷಿ ಹೇಳಬೇಕು. കർത്താവ് ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ಕರ್ತನೇ, ಈ ಜನರನ್ನು ನಾನು ಆಶೀರ್ವದಿಸುತ್ತೇನೆ. ഇന്നുവരെ ഇല്ലാത്തൊരു ദൈവമഹത്വം, ಇಂದುವರೆಗೆ ಇಲ್ಲದಂತ ದೇವರ ಮಹಿಮೆ, ദൈവ പ്രവൃത്തി ഇതിന്റെ ಅಗತ್ತು വെളിപ്പെടും. ಕೆಲವು ದೇವರ ಕ್ರಿಯೆಗಳು ಇದರೊಳಗೆ ಪ್ರಕಟವಾಗ್ತದೆ. അങ്ങ് തൊട്ടതിനായി നന്ദി. ಜನರನ್ನು ನೀನು ಮುಟ್ಟಿದ್ದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. യേശു ಕ್ರಿಸ್ತುವಿನ ನಾಮത്തിൽ തന്നെ. ಯೇಸು ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ ತಂದೆ. ആമേൻ. എല്ലാവർക്കും ദൈവസന്നിധാനം. ಎಲ್ಲರಿಗೂ ಕರ್ತನ ಸಮ್ಮುಖದಲ್ಲಿ ಕುಳಿತುಕೊಳ್ಳುವ. അല്പനേരത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ಸ್ವಲ್ಪ ಸಮಯದ ಧ್ಯಾನಕ್ಕಾಗಿ ലൂക്കോസിന്റെ സുവിശേഷം, ಲೂಕನು ಬರೆದ ಸುವಾರ್ತೆ 2-ാം അധ്യായം, 2ನೇ ಅಧ್ಯಾಯ, അതിന്റെ 27-ാമത്തെ തിരുവെഴുത്ത്, ಅದರ 27ನೇ ವಾಕ್ಯ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം, അതിന്റെ 27-ാമത്തെ വാക്യം ഒരാൾക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. ആ വാക്യം ഇങ്ങനെയാണ്: അവൻ ആത്മനിയോഗത്താൽ ദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെന്ന്. ആദ്യ വാക്യം മാത്രം. ಲೂಕನ ಸುವಾರ್ತೆ 2ನೇ ಅಧ್ಯಾಯದ 27ನೇ ವಾಕ್ಯದ ಆರಂಭದ ಭಾಗ. ಇವನು ಪವಿತ್ರಾತ್ಮನ ಪ್ರೇರಣೆಯಿಂದ ದೇವಾಲಯಕ್ಕೆ ಬಂದನು. അവൻ ആത്മനിയോഗത്താൽ ദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെന്ന്. ಇವನು ಪವಿತ್ರಾತ್ಮನ ಪ್ರೇರಣೆಯಿಂದ ದೇವಾಲಯಕ್ಕೆ ಬಂದನು. എന്നും വരുന്നത് പോലല്ല, അവൻ ആലയത്തിലേക്ക് വന്നത് അന്ന് വന്നപ്പോൾ ഒരു ആത്മാവിന്റെ നിയോഗം ഉണ്ടായിരുന്നു. ಯಾವಾಗಲೂ ಬಂದ ಹಾಗೆ ಅಲ್ಲ, ಅವತ್ತು ಬಂದದು. ಅವತ್ತು ಬಂದಾಗ ದೇವರಾತ್ಮನ ಪ್ರೇರಣೆ ಅವನಿಗಿತ್ತು. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയാൻ പറ്റും, എന്ന് വന്നതുപോലല്ല ഞാൻ ഇന്ന് വന്നത്? ಎಷ್ಟು ಮಂದಿಗೆ ಹೇಳಲಿಕ್ಕೆ ಸಾಧ್ಯ ಈ ಹಗಲು ಯಾವಾಗಲೂ ಬಂದ ಹಾಗೆ ಅಲ್ಲ, ನಾನು ಇವತ್ತು ಬಂದಿರುವುದು? അതിന്റെ പിന്നിൽ ചലിക്കുന്ന ഒരു ദൈവ നിയോഗമുണ്ട്. ಅದರ ಹಿಂದೆ ಚಲಿಸುವಂತ ದೇವರ ಒಂದು ನಿಯೋಗ ಇದೆ. നിയോഗം എന്ന വാക്കിന് ചുമതല എന്ന് കൊടുത്തിട്ടുണ്ട്. ನಿಯೋಗ ಎಂಬಂತ ಮಾತಿಗೆ ಜವಾಬ್ದಾರಿ ಎಂಬುದಾಗಿ ಅರ್ಥವಿದೆ. നിയോഗം എന്ന വാക്കിന് ആജ്ഞ എന്ന് കൊടുത്തിട്ടുണ്ട്. ನಿಯೋಗ ಎಂಬಂತ ಮಾತಿಗೆ ಆಜ್ಞೆ ಎಂಬುದಾಗಿ ಕೂಡ ಉಂಟು. നിയോഗം എന്ന വാക്കിന് പ്രചോദനം എന്ന് കൊടുത്തിട്ടുണ്ട്. ಪ್ರಚೋದನೆ ಎಂಬುದಾಗಿ ಕೂಡ ಅರ್ಥ ಉಂಟು. ദൈവത്തിന്റെ ആജ്ഞയാണ് നിയോഗം. ಒಂದು ದೇವರ ಆಜ್ಞೆ ಆಗಿದೆ ನಡೆಸಲ್ಪಡುವಿಕೆ. ഒന്ന് ദൈവത്തിന്റെ ആമേൻ ചുമതലയാണ് നിയോഗം. ಒಂದು ಆಮೇಲೆ ಎರಡನೇದು ದೇವರ ಜವಾಬ್ದಾರಿಯಾಗಿದೆ ದೇವರ ನಡೆಸುವಿಕೆ. മൂന്ന് ദൈവത്തിന്റെ ಪ್ರಚೋದನമാണ് ದೈವೀಯ ನಿಯೋಗಂ. ಮೂರು ದೇವರ ಪ್ರಚೋದನೆಯಾಗಿದೆ ದೇವರ ನಡೆಸುವಿಕೆ. നമുക്ക് വയ്യെങ്കിലും നമ്മുടെ അകത്തൊരു പ്രചോദനം തരികയാണ്. ನಾವು ಬಲಹೀನರಾದರೂ ನಮ್ಮ ಒಳಗೆ ಒಂದು ನಡೆಸಲ್ಪಡುವಿಕೆ. 26-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. 26ನೇ ವಾಕ್ಯ ಹೀಗೆ ಓದ್ತೇವೆ: കർത്താവായ ക്രിസ്തുവിനെ കാണുവോളം നീ മരണം കാണുകയിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാട് ലഭിച്ചു. ಕ್ರಿಸ್ತರನ್ನು ಕಾಣುವುದಕ್ಕಿಂತ ಮುಂಚೆ ನೀನು ಸಾಯುವುದಿಲ್ಲ ಎಂಬುದು ಪವಿತ್ರಾತ್ಮನ ಮೂಲಕ ದೈವೋಕ್ತಿ ಉಂಟಾಯಿತು. പരിശുദ്ധാത്മാവിന്റെ അരുളപ്പാട് നിവർത്തീകരിക്കുന്ന പകൽക്കാലമായിരുന്നു ശിമിയോന്റെ ജീവിതത്തിൽ അന്ന്. ಪರಿಶುದ್ಧಾತ್ಮನು ಹೇಳಿದಂತ ವಾಗ್ದಾನವನ್ನು ನೆರವೇರಿಸುವಂತ ಹಗಲಾಗಿತ್ತು ಸೀಮೋನನ ಜೀವಿತದಲ್ಲಿ. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ഒരു സന്ദേശം കൈമാറാം. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ നിയോഗം, ദൈവശബ്ദത്തിന്റെ പൂർത്തീകരണം ഇന്ന് പകൽക്കാലം സംഭവിക്കും. ಇವತ್ತು ಆತ್ಮದಲ್ಲಿ ಒಂದು ಸಂದೇಶವನ್ನು ನಿಮಗೆ ಹಸ್ತಾಂತರಿಸುತ್ತೇನೆ. ಈ ಹಗಲು ದೇವರ ನಡೆಸುವಿಕೆ ಇರುವವನ ಜೀವಿತದಲ್ಲಿ ದೇವರ ಆತ್ಮನ ಒಂದು ಚಲಿಸುವಿಕೆ ಉಂಟಾಗುತ್ತದೆ. നിങ്ങൾ കേട്ട ചില ദൈവ ശബ്ദത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നടത്താൻ പോവുകയാണ്. ನೀವು ಆಲಿಸಿರುವಂತ ಕೆಲವು ದೇವರ ದೈವೋಕ್ತಿಗಳ ನೆರವೇರುವಿಕೆಗೆ ಈ ಹಗಲು ದೇವರಾತ್ಮ ನಿಮ್ಮನ್ನು ನಡೆಸುವಾತನಾಗಿದ್ದಾನೆ. ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിച്ചോ, നിങ്ങളെ പറ്റിയുള്ള പ്രവചന ശബ്ദത്തിന്റെ നിവർത്തി പദത്തിലേക്ക് ദൈവം ഈ പകൽക്കാലം നിങ്ങളെ കൊണ്ടെത്തിക്കും. ಈ ಹಗಲು ನೀವು ನಂಬಿರಿ, ನಿಮ್ಮ ಕುರಿತಾಗಿರುವ ದೇವ ಶಬ್ದದ ನಡೆಸುವಿಕೆಗೆ ದೇವರಾತ್ಮನು ನಿಮ್ಮನ್ನು ಚಲಿಸುವಂತೆ ಮಾಡುತ್ತಾನೆ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ കർത്താവിന് നന്ദി പറഞ്ഞേ. അതേ, ചില പ്രവചനത്തിന്റെ നിവർത്തി ഇന്ന് പകൽക്കാലം നടക്കും. ಇವತ್ತು ನಂಬುವವರು ದೇವರಿಗೆ ಕೃತಜ್ಞತೆ ಸಲ್ಲಿಸಿರಿ. ಅದೇ ಕೆಲವು ದೈವೋಕ್ತಿಗಳ ನೆರವೇರುವಿಕೆಗಳು ಇವತ್ತು ನನ್ನ ಜೀವಿತದಲ್ಲಿ ಸಂಭವಿಸುತ್ತದೆ. യേശു പലപ്പോഴും വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ യേശു പറയുന്ന ഒരു പദമുണ്ട്: ഈ വചനത്തിന്റെ നിവർത്തി ഇന്ന് സംഭവിച്ചു. ಯೇಸು ತಾನು ಅನೇಕ ಸಾರಿ ತನ್ನ ವಾಕ್ಯವನ್ನು ಸಾರಿದಾಗ ಆತನು ಹೇಳುವಂತ ಒಂದು ಮಾತು ಪದವಿದೆ: ಈ ದೈವೋಕ್ತಿ ಇಲ್ಲಿ ನೆರವೇರಿತು ಎಂಬುದಾಗಿ. പകൽക്കാലം ദൈവം എന്നോട് പ്രവചിക്കാൻ പറയുന്നു. ചില വാഗ്ദത്തങ്ങളെ നിവർത്തി ചില മണിക്കൂറുകൾക്കകത്ത് നിന്റെ കണ്ണാൽ കാണാൻ ದೇವನಿಗೆ ಪ್ರವಾದಿಸಲಿಕ್ಕೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ. ಕೆಲವು ವಾಗ್ದಾನಗಳ ನೆರವೇರಿಸುವಿಕೆ ಇವತ್ತು ಕೆಲವು ನಿಮಿಷಗಳಲ್ಲಿ, ಕೆಲವು ಗಂಟೆಗಳಲ್ಲಿ ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ನೆರವೇರುವಂತದಾಗಿದೆ. നിന്റെ കുടുംബത്തെ പറ്റി, വിദ്യാഭ്യാസത്തെ പറ്റി, തലമുറയെ പറ്റി,
പറ്റി, ജോലിയെ പറ്റി ദൈവം പറഞ്ഞ ചില പ്രവചനത്തിന്റെ നിവർത്തി ചില മണിക്കൂറുകൾക്കകത്ത് നീ കാണും. ನಿಮ್ಮ ಕುಟುಂಬದ ಕುರಿತಾಗಿ, ವಿದ್ಯಾಭ್ಯಾಸದ ಕುರಿತಾಗಿ, ತಲೆಮಾರಿನ ಕುರಿತಾಗಿ, ನಿಮ್ಮ ಕೆಲಸದ ಕುರಿತಾಗಿ ದೇವರು ಹೇಳಿದಂತ ದೈವೋಕ್ತಿಗಳು ಅದು ನೆರವೇರುವಂತದಾಗಿದೆ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തിന് ആരാധന കൊടുത്തു. ನಂಬುವವರಿದ್ದರೆ ಕರಗಳು ತಟ್ಟಿ ದೇವರಿಗೆ ಆರಾಧನೆ ಸಲ್ಲಿಸಿರಿ. അവൻ ആ വാഗ്ദത്തം നിവർത്തിക്കുന്ന ദൈവമാണ്. ಅವನು ತನ್ನ ವಾಗ್ದಾನವನ್ನು ನೆರವೇರಿಸುವ ದೇವರಾಗಿದ್ದಾನೆ. അവൻ അബ്രഹാമിനോട്, ഇസഹാക്കിനോട്, യാക്കോബിനോട് ഉള്ള തന്റെ വാഗ്ദത്തം ഓർത്ത ദൈവമാണ്. ಅವನು ಅಬ್ರಹಾಮನೊಂದಿಗೂ ಇಸಾಕನೊಂದಿಗೂ ಯಾಕೋಬನೊಂದಿಗೆ ಇದ್ದಂತ ವಾಗ್ದಾನವನ್ನು ನೆನಪು ಮಾಡಿದ ದೇವರಾಗಿದ್ದಾನೆ. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറ, നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തെ നിവർത്തിക്കുന്ന ദൈവമാണ്. ಹತ್ತಿರದವರಿಗೆ ಹಸ್ತವನ್ನು ನೀಡಿ ಹೇಳಿರಿ, ನಿಮ್ಮಲ್ಲಿರುವ ವಾಗ್ದಾನವನ್ನು ನೆರವೇರಿಸುವ ದೇವರಾಗಿದ್ದಾನೆ. ഞാൻ ഇന്ന് പകൽക്കാലം പറയുന്നു, ഇത് ആത്മനിയോഗത്തിന്റെ പകൽക്കാലമാണ്. ಈ ಹಗಲು ನಾನು ಹೇಳುತ್ತೇನೆ, ಇದೊಂದು ಆತ್ಮ ನಿಯೋಗದ, ಆತ್ಮನ ನಡೆಸುವಿಕೆಯ ಹಗಲಾಗಿದೆ. എന്താ ആത്മനിയോഗം എന്ന് പറഞ്ഞാൽ ಏನಾಗಿದೆ ಆತ್ಮನ ನಡೆಸುವಿಕೆ ಅಂದರೆ? ദൈവാത്മാവ് ചലിച്ചു തുടങ്ങുന്ന, ದೇವರಾತ್ಮನು ಚಲಿಸಲು ಆರಂಭಿಸುವುದಾಗಿದೆ. ദൈവാത്മാവ് പ്രചോദനം നൽകുന്ന, ದೇವರಾತ್ಮನು ಪ್ರೇರೇಪಣೆ ಕೊಡುವ, ദൈവാത്മാവ് ഇറങ്ങി തൊടുന്ന, ದೇವರಾತ್ಮನು ಇಳಿದು ಮುಟ್ಟುವಂತ, ദൈവാത്മാവ് ചില വാഗ്ദത്തങ്ങളിലേക്ക് നടത്തുന്ന, ದೇವರಾತ್ಮನು ಕೆಲವು ವಾಗ್ದಾನಗಳಿಗೆ ನಡೆಸುವಂತ, ഈ നാളുകളായി കേൾക്കുന്ന ചില ദൈവശബ്ദം നിന്റെ കണ്ണാൽ കാണിക്കുന്ന, ಅನೇಕ ದಿನಗಳಿಂದ ಕೇಳುವಂತ ಕೆಲವು ದೈವೋಕ್ತಿಗಳು ನಿನ್ನ ಕಣ್ಣ ಮುಂದೆ ತೋರಿಸುವಂತ, വിശ്വസിക്കുന്നവർ കരമടിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ച്, ನಂಬುವಂತವರು ಕರಗಳ ತಟ್ಟಿ ದೇವರಿಗೆ ಆರಾಧನೆ ಸಲ್ಲಿಸಿರಿ. വാഗ്ദത്തങ്ങളെ നിവർത്തി ഇന്ന് പകൽക്കാലം നടക്കുകയാണ്. ಯಾವುದೋ ವಾಗ್ದಾನಗಳು ಈ ಹಗಲು ವೇಳೆ ನಿಮ್ಮಲ್ಲಿ ನೆರವೇರುತ್ತಾ ಇದೆ. എന്തോ പരിശുദ്ധാത്മാവിന്റെ ഡെലിവറൻസ് ഇന്ന് പകൽക്കാലം വെളിപ്പെടുകയാണ്. ಇವತ್ತು ಪರಿಶುದ್ಧಾತ್ಮನ ಬಿಡುಗಡೆಗಳು ಇವೆ ಹಗಲು ನಡೆಯುವಂತದಾಗಿದೆ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ಈ ಹಗಲು ನಂಬುವವರಿದ್ದರೆ ಕರ್ತನಿಗೆ ಆಮೇಲೆ ಒಳ್ಳೆಯ ಮಹಿಮೆಯನ್ನು ಸಲ್ಲಿಸಿರಿ. ശീമോനോട് ഒരു കാലഘട്ടത്തിൽ ദൈവം പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തിയിലേക്ക് ദൈവം അവനെ കൊണ്ടെത്തിച്ചു. ಸೀಮೋನನಿಗೆ ಒಂದು ಕಾಲಘಟ್ಟದಲ್ಲಿ ಪ್ರವಾದಿಸಿದಂತ ದೈವೋಕ್ತಿಯ ನೆರವೇರುವಿಕೆಗೆ ಈ ಕಾಲದಲ್ಲಿ ಆತನು ನಡೆಸ್ತಾ ಇದ್ದಾನೆ. ഈ മെയ് മാസം ചില പ്രവചനത്തിന്റെ നിവർത്തിയുടെ കാലഘട്ടം എന്ന് ദൈവാത്മാവ് പറയുന്നു. ಈ ಮೇ ತಿಂಗಳಲ್ಲಿ ಕೆಲವು ಪ್ರವಾದನೆಗಳ ನೆರವೇರಿಸುವಿಕೆಯ ತಿಂಗಳಾಗಿದೆ ಎಂಬುದಾಗಿ ದೇವರಾತ್ಮ ಹೇಳ್ತಾ ಇದ್ದಾನೆ. ചർച്ചിനോടുള്ള ശുശ്രൂഷയോടുള്ള യാത്രയോടുള്ള ബന്ധത്തിൽ ചില പ്രവചനത്തിന് നിവർത്തി ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. ಬಿಜಿಎಂ ಸಭೆಯೊಂದಿಗೆ, ವಿಶ್ವಾಸಿಗಳೊಂದಿಗೆ, ಪ್ರಯಾಣಗಳೊಂದಿಗೆ ಇರುವಂತಹ ಕೆಲವು ದೈವೋಕ್ತಿಗಳನ್ನು ದೇವರು ನೆರವೇರಿಸುವಾತನಾಗಿದ್ದಾನೆ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ನಮ್ಮವರು ಕರಗಳನ್ನು ಮೇಲೆ ಕೆತ್ತು ದೇವರಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. നീ കേട്ട ദൈവശബ്ദം നീ കാണാൻ പോകുക. ನೀನು ಕೇಳಿದಂತ ದೈವರ ಶಬ್ದವನ್ನು ನೀನು ಕಾಣಲಿಕ್ಕಿದ್ದಿ. നീ കേട്ട ദൈവശബ്ദം നിന്റെ കരത്തിൽ വരാൻ പോവാ. ನೀನು ಕೇಳಿದ ದೇವ ಶಕ್ತಿಯು ನಿನ್ನ ಹಸ್ತಕ್ಕೆ ಅದು ಬರುವಂತದಾಗಿದೆ. ദൈവദാസനെ ആത്മാവിനോട് പറയുന്നു, കേട്ട വാഗ്ദത്തം കരത്തിൽ വരാൻ പോകുകയാണ്. ದೇವ ಸೇವಕರೇ, ನೀವು ಕೇಳಿದಂತ ವಾಗ್ದಾನಗಳು ನಿಮ್ಮ ಕರಗಳಿಗೆ ಅದು ಬರುವಂತದಾಗಿದೆ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിന് മഹത്വം കൊടുത്തേ. ನಂಬುವವರಿದ್ದರೆ ಕರ್ತನಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. ഞാൻ നല്ലൊരു മെസ്സേജ് തയ്യാറാക്കിയ വന്നത്. ನಾನು ಒಂದು ಒಳ್ಳೆಯ ಸಂದೇಶ ತಯಾರು ಮಾಡಿ ಬಂದಿದ್ದೇನೆ. ഞാൻ രാവിലെ തൊട്ട് തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ അകത്ത് ഞങ്ങൾ അവിടെ വിശ്രമിക്കുമ്പോഴും ആത്മനിയോഗത്തെ പറ്റി പറയാൻ പറഞ്ഞു. ನಾನು ಹಗಲು ಬೆಳಗ್ಗೆ ನಾನು ವಿಶ್ರಾಂತಿಯಲ್ಲಿದ್ದಾಗಲೂ ದೇವರಾತ್ಮನು ಆತ್ಮನ ನಡೆಸುವಿಕೆ ಕುರಿತಾಗಿ ಹೇಳುವುದಕ್ಕೆ ಹೇಳಿದನು. ഇന്ന് പകൽക്കാലം ആരാ ദൈവ മക്കൾ? ಈ ಹಗಲು ಯಾರು ದೇವರ ಮಕ್ಕಳು? ദൈവാത്മാവ് നടത്തുന്നവർ, ದೇವರಾತ್ಮನಿಂದ ನಡೆಸಲ್ಪಡುವವರು. ഞാൻ ഇന്ന് പകൽക്കാലം ആത്മാവിൽ കാണുന്നു, ഇത് ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ചർച്ചാണ്. ನಾನು ಈ ಹಗಲು ಆತ್ಮದಲ್ಲಿ ಕಾಣುತ್ತಾ ಇದ್ದೇನೆ, ಇದು ದೇವರಾತ್ಮನಿಂದ ನಡೆಸಲ್ಪಡುವಂತ ಸಭೆಯಾಗಿದೆ. ഈ സഭയുടെ ശുശ്രൂഷകനും കുടുംബവും ദൈവത്തിന്റെ ആലോചന പ്രകാരം ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ്. ಈ ಸಭೆಯ ಸಭಾಪಾಲಕರು, ಸಭಾಪಾಲಕಿಯು ದೇವರ ಆತ್ಮನ ನಿಯಂತ್ರಣದಲ್ಲಿ ನಡೆಸಲ್ಪಡುವವರಾಗಿದ್ದಾರೆ. ഇന്ന് പകൽക്കാലം നീ വിളിച്ചു പറ, ഞാനും ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നതാണ്. ಇವತ್ತು ಕೂಡ ನೀವು ಘೋಷಿಸಿ, ನಾನು ಕೂಡ ದೇವರಾತ್ಮನಿಂದ ನಡೆಸಲ್ಪಡುವವನಾಗಿದ್ದೇನೆ. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, എന്തോ ഒരു വലിയ അധികാര കൈമാറ്റം ഇതിന്റെ അകത്ത് വെളിപ്പെടും. ಪರಿಶುದ್ಧಾತ್ಮ ನನಗೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಯಾವುದೋ ಒಂದು ಅಧಿಕಾರವು ಇಲ್ಲಿ ಹಸ್ತಾಂತರಿಸಲ್ಪಡುವುದು ಇಲ್ಲಿ ಪ್ರಕಟವಾಗುತ್ತದೆ. എന്തോ ഡുനാമിസ് പവർ ഇതിന്റെ അകത്ത് വെളിപ്പെടും. ಏನೋ ಒಂದು ದೈವಿಕ ಶಕ್ತಿ ಇದರಲ್ಲಿ ಪ್ರಕಟವಾಗುತ್ತದೆ. എന്തോ ആരെയൊക്കെയോ ദൈവം ഇന്ന് പകൽക്കാലം തൊടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ಯಾರನ್ನೋ ದೇವರು ಮುಟ್ಟಲಿಕ್ಕೆ ಬಯಸ್ತಾ ಇದ್ದಾನೆ. എന്തോ ചിലരെ ദൈവത്തിന് ഇതിന്റെ അകത്ത് ആവശ്യമുണ്ട്. ಏನೋ ಕೆಲವರನ್ನು ದೇವರು ಇವತ್ತು ನಿಮ್ಮ ಅಗತ್ಯ ದೇವರಿಗಿದೆ. ഇന്ന് പകൽക്കാലം എന്തൊക്കെയോ വ്യതിയാനങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. ಈಗಲೂ ಏನೋ ವ್ಯತ್ಯಾಸಗಳು ಇದರೊಳಗೆ ಸಂಭವಿಸುತ್ತದೆ. ഒരു കരിക്കഷ്ണം എടുത്ത് തീക്കകത്തോട്ടിട്ടാൽ, ಒಂದು ಕೆಂಡವನ್ನು ಒಂದು ಮಸಿಯನ್ನು ತೆಗೆದು ಬೆಂಕಿಗೆ ಹಾಕಿದರೆ ഇച്ചിരി കഴിയുമ്പോൾ അതിന്റെ രൂപം മാറും. ಸ್ವಲ್ಪ ಸಮಯವಾಗುವಾಗ ಅದರ ರೂಪ ಬದಲಾವಣೆ ಆಗ್ತದೆ. ജ്വലിക്കുവാനിടയായി തീരും. ಅದು ಉರಿಯಲಿಕ್ಕೆ ಆರಂಭಿಸುತ್ತದೆ. അതിന്റെ അകത്തൊരു ശക്തി വ്യാപരിക്കും. ಅದರೊಳಗೆ ಒಂದು ಶಕ್ತಿ ಪ್ರಕಟವಾಗ್ತದೆ. ഇന്നലകളിൽ കരിക്കഷ്ണമാന്ന് പറഞ്ഞ് എടുത്തെറിഞ്ഞവർ ഭയപ്പെടും. ನಿನ್ನೆ ದಿನಗಳಲ್ಲಿ ಮಸಿ ಎಂಬುದಾಗಿ ಎಸೆದವರು ಭಯಪಡುತ್ತಾರೆ. നിന്റെ ശത്രു ഭയപ്പെടത്തക്ക
നിലവാരത്തിൽ എന്തോ ഒരു ഭയങ്കര അധികാരം ഇതിനകത്ത് വെളിപ്പെടാൻ പോകുന്നു. ಶತ್ರು ಭಯಪಡುವ ರೀತಿಯಲ್ಲಿ ಏನೋ ಒಂದು ಅಧಿಕಾರ ಇಲ್ಲಿ ಪ್ರಕಟವಾಗುತ್ತದೆ. നിനക്കെതിരെ രേഖ എഴുതിയവൻ ഭയപ്പെടത്തക്ക നിലവാരത്തിൽ എന്തോ ഒരു അധികാരം ഇതിനകത്ത് വെളിപ്പെടും. ನಿನಗೆ ವಿರೋಧವಾಗಿ ವಿಧಿ ಬರೆದವರು ಭಯಪಡುವ ರೀತಿಯಲ್ಲಿ ಏನೋ ಒಂದು ಇಲ್ಲಿ ಪ್ರಕಟವಾಗುತ್ತದೆ. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ കണ്ടു ചില ദേശത്തിന്റെ ആധിപത്യത്തെ കർത്താവ് വെട്ടിക്കളഞ്ഞു. ಈ ಆಗಲು ನಾನು ಆತ್ಮದಲ್ಲಿ ದರ್ಶಿಸಿದೆ. ಆಮೇಲೆ ಈ ದೇಶದ ಅಧಿಕಾರಗಳನ್ನು ಅಂಧಕಾರಗಳ ದೇವರು ಮುರಿದು ಹಾಕುತ್ತಾ ಇದ್ದಾನೆ. ആത്മമണ്ഡലത്തിലുള്ള ചില സ്ട്രഗിളുകൾ ഇന്ന് പകൽക്കാലം ഉടഞ്ഞു മാറിയിട്ടുണ്ട്. ಆತ್ಮಮಂಡಲದಲ್ಲಿರುವಂತಹ ಕೆಲವು ಕಷ್ಟದ ಪ್ರಯಾಸವಾದ ಸಂಗತಿಗಳನ್ನು ದೇವರು ಮುರಿದು ಬಿಡುತ್ತಾ ಇದ್ದಾನೆ. ഒരു നദി ഒഴുകി വരുന്ന ഒരു കാഴ്ച എന്നെ കാണിച്ചു. ಒಂದು ನದಿ ಹರಿದು ಬರುವಂತಹ ದೃಶ್ಯವನ್ನು ದೇವರು ತೋರಿಸಿದರು. മാനുഷിക കരം കൊണ്ട് തടുത്തു നിൽക്കുവാൻ പറ്റുന്നില്ല. ಅದು ಮಾನುಷಿಕ ಹಸ್ತಗಳಿಂದ ತಡೆಯೊಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗದ ರೀತಿಯಲ್ಲಿ, മാനുഷിക ബലം കൊണ്ട് തടുത്തു നിൽക്കാൻ പറ്റുന്നില്ല. ಮಾನುಷಿಕ ಬಲದಿಂದ ಅದನ್ನು ಅಡ್ಡಿಪಡಿಸಲಿಕ್ಕೆ ಆಗ್ತಾ ಇಲ್ಲ. ഒരു അന്ധകാര ശക്തികൾക്കും അത് തടുത്തു വെക്കാൻ പറ്റുന്നില്ല. ಯಾವ ಅಂಧಕಾರ ಶಕ್ತಿಗಳಿಗೂ ತಡೆಯೊಡ್ಲಿಕ್ಕೆ ಆಗುತ್ತಾ ಇಲ್ಲ. ഇന്നലകൾ നിന്റെ ശുശ്രൂഷയുടെ വഴികളും സാമ്പത്തിക മേഖലയും തടുത്താൽ ആത്മാവനോട് പറയുന്നു തടുക്കാൻ പറ്റാത്ത ഒരു ദൈവ സാന്നിധ്യം. ನಿನ್ನೆ ದಿನಗಳಲ್ಲಿನ ಸೇವೆಯನ್ನು ಆರ್ಥಿಕ ಸುವ್ಯವಸ್ಥೆಯನ್ನು ತಡೆದಂತ ಆಮೇಲೆ ಆ ಸಂಗತಿಗಳಿಗೆ ಪರಿಶುದ್ಧಾತ್ಮ ಹೇಳುತ್ತಾ ಇದ್ದಾನೆ, ಇನ್ನು ನಿನ್ನನ್ನು ತಡೆಯೊಡ್ಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ. ഒരു നദി പുറപ്പെട്ട് എല്ലാത്തിനെയും കുത്തി ഒലിച്ചു കൊണ്ടുപോകുന്നവർ ഒരു കാഴ്ച ദൈവം എന്നെ കാണിച്ചു. ಒಂದು ನದಿ ಹೊರಟು ಬರ್ತಾ ಇದೆ. ಆ ನದಿಯ ಪ್ರವಾಹವು ಎಲ್ಲವನ್ನು ಬಡಿದೆಬ್ಬಿಸಿಕೊಂಡು ಹೋಗುತ್ತಾ ಇದೆ. എസ്കേൽ കാണുന്ന ഒരു കാഴ്ച ആലയത്തിന്റെ അകത്തുനിന്ന് ഒരു നദി ഒഴുകി. ಎಸ್ಕೇಲ್ ಕಾಣುವಂತ ದೃಶ್ಯ ಆಲಯದ ಹೊಸ್ತಿಲಿಂದ ಒಂದು ನದಿಯು ಹೊರಡುತ್ತಾ ಇದೆ. ഇന്ന് പകൽക്കാലം അത് ചലിപ്പിക്കുന്ന നദിയാണ്. ಈ ಹಗಲು ಚಲನ ಉಂಟು ಮಾಡುವಂತ ನದಿಯಾಗಿದೆ. ഇന്ന് പകൽക്കാലം അത് ചലിക്കുന്ന നദിയാണ്. ಈ ಹಗಲು ಅದು ಚಲಿಸುವಂತ ನದಿಯಾಗಿದೆ. ഇന്ന് പകൽക്കാലം ചലിക്കാത്തതിനെ ചലിപ്പിക്കുന്ന നദിയാണത്. ಈ ಹಗಲು ಚಲಿಸದಂತದನ್ನು ಚಲನರಹಿತವಾದನ್ನು ಜೀವ ಕೊಡುವಂತ ನದಿಯಾಗಿದೆ. ഈ നദി ചെന്ന് ചേർന്നോർത്തൊക്കെയും ചലിക്കുന്ന പ്രാണികൾ എഴുന്നേറ്റു. ಈ ತೊರೆ ಎಲ್ಲೆಲ್ಲಿ ಹರಿಯುತ್ತದೋ ಅಲ್ಲೆಲ್ಲ ಚಲಿಸುವಂತ ಪ್ರಾಣಿಗಳು ಉಂಟಾಗುತ್ತದೆ. ഇന്ന് പകൽക്കാലം ഈ നദി നിന്നിലേക്ക് വന്നാൽ ചലിക്കപ്പെടാതെ കിടക്കുന്നത് ചലിക്കും. ಈ ನದಿ ನಿನ್ನ ಒಳಗೆ ಬಂದರೆ ಚಲಿಸದಂತ ಸಂಗತಿಗಳು ನಿನ್ನಲ್ಲಿ ಚಲಿಸಲು ಆರಂಭಿಸುತ್ತದೆ. നിന്റെ ലൈഫിൽ ചലിക്കപ്പെടാതെ കിടക്കുന്നത് ചലിക്കാൻ പോകുക. ನಿಮ್ಮ ಜೀವನದಲ್ಲಿ ತಡೆಯಾಗಿರುವ ಸಂಗತಿಗಳು ಚಲನ ಆರಂಭಿಸುವಂತದಾಗಿದೆ. പകൽക്കാലം വിശ്വസിച്ചോ ചലിക്കപ്പെടാതെ കിടക്കുന്നത് ചലിക്കാൻ പെടാൻ പോകുക. ಈ ಹಗಲು ನಂಬಿರಿ ಚಲನರಹಿತವಾದುದು ಇವತ್ತು ಚಲಿಸಲು ಆರಂಭಿಸುತ್ತದೆ. ചലനമറ്റ് കിടക്കുന്ന ശരീരത്തിൽ ഈ നദി വെളിപ്പെട്ടാൽ അത് ചലിക്കും. ಚಲನರಹಿತವಾದ ಶರೀರದಲ್ಲಿ ಈ ನದಿ ಪ್ರಕಟವಾದರೆ ಆ ಶರೀರ ಚಲಿಸುತ್ತದೆ. ശരീരത്തിലെ അവയവങ്ങളെ സെൻസ് ചെയ്യാൻ പറ്റാത്ത അനുഭവങ്ങൾ ഇന്ന് പകൽക്കാലം ചലിക്കും. ಆಮೇಲೆ ಶರೀರದ ಅಂಗಗಳನ್ನು ಸ್ಪರ್ಶನ ಇಲ್ಲದಂತ ಅಂಗಗಳನ್ನು ದೇವರು ಚಲಿಸಲ ಆಮೇಲೆ ಆರಂಭಿಸುವಾಗ ಅದು ಚಲಿಸುತ್ತದೆ. ಅವನೋട് പറയുന്നു ഇതിന്റെ അകത്ത് ചലിക്കുന്ന നദി ഒഴുകാൻ പോവാ. ದೇವರಾತ್ಮನು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಇದರೊಳಗೆ ಚಲಿಸುವಂತ ನದಿ ಆಮೇಲೆ ಆರಂಭವಾಗಿದೆ. ഒരിക്കൽ എസ്കേൽ എന്ന പ്രവാചകൻ ഈ നദിയിലേക്ക് ഒന്ന് ഇറങ്ങി. ಎಸ್ಕೇಲ್ ಪ್ರವಾದಿಯು ಈ ನದಿಗೆ ಇಳಿದನು. ആ നദി മുട്ടോളമായി, ಅದು ಮೊಣಕಾಲಿನವರೆಗೆ ಆಯಿತು, അരയോളമായി, ಅದು ಸೊಂಟದವರೆಗೆ ಆಯಿತು. അവൻ 1000 മുഴം പിന്നെയും വളർന്നു, 1000 ಮೊಳ ಮತ್ತೆ ಅಳತೆ ಮಾಡಿದ. എസ്കേൽ പറയുന്ന ഒരു കാര്യം എങ്ങനെയാ? ಎಸ್ಕೇಲ್ ಹೇಳುವಂತ ಒಂದು ಸಂಗತಿ ಇದಾಗಿದೆ, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ മൈതാനത്തിൽ നിന്ന് ಈಜಿ ದಡ ಸೇರುವಷ್ಟು. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു? ಈ ಹಗಲು ಎಷ್ಟು ಮಂದಿ ನಂಬುತ್ತೀರಾ? അങ്ങനെ ഒരു ദൈവ സാന്നിധ്യം ഈ ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നിട്ടുണ്ട്. ಅಂತ ದೇವ ಸಾನ್ನಿಧ್ಯ ಈ ಆಲಯದ ಒಳಗೆ ಹುಟ್ಟಿ ಬರುತ್ತಾ ಇದೆ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്, ನನ್ನನ್ನು ನಂಬುವವನ ಹೊಟ್ಟೆಯೊಳಗಿಂದ തിരുവെഴുത്ത് പറയുന്നത് പോലെ ಶಾಸ್ತ್ರದ ಪ್ರಕಾರ ജീവജലത്തിന്റെ നദി ഒഴുക, ಜೀವ ನದಿಗಳು ಹೊರಟು ಬರುವುದು. ജീവജലത്തിന്റെ നദി ഒഴുക, ಜಲವು ಹೊರಟು ಬರುವುದು. അത് പാസ്റ്റർ മേൽ ഒഴുകുമെന്നല്ല പറഞ്ഞത്, ಅದು ಸೇವಕರ ಮೇಲೆ ಹರಿಯುತ್ತದೆ ಅಂತಲ್ಲ ಹೇಳಿದು. അത് വിശ്വസിക്കുന്നവന്റെ അകത്തുനിന്ന് ഒഴുക, ಅದು ನಂಬುವವರ ಒಳಗಿಂದ ಹೊರಡುವಂತದಾಗಿದೆ. പകൽക്കാലം ആര് വിശ്വസിക്കുന്ന അവന്റെ അകത്തുനിന്ന് ഒഴുകാൻ പോകുക. ಯಾರು ನಂಬುತ್ತಾರೋ ಅವರ ಒಳಗಿಂದ ಹೊರಟು ಬರುತ್ತದೆ. ഇന്ന് പകൽക്കാലം ഒഴുകട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ ഒഴുകത്തില്ല. ಈ ಹಗಲು ಹರಿಯಲಿ ಎಂಬುದಾಗಿ ಹೇಳಿದರೆ ಹರಿಯುವುದಿಲ್ಲ. ഈ ദൈവ സാന്നിധ്യത്തോട് പ്രതികരിക്കണം. ದೇವ ಸಾನ್ನಿಧ್ಯದೊಂದಿಗೆ ಪ್ರತಿಕ್ರಿಯಿಸಬೇಕು. ആദരം തന്നത് ദൈവത്തെ ആരാധിക്കാൻ, ತುಟಿಯನ್ನು ಕೊಟ್ಟಿರುವುದು ದೇವರನ್ನು ಆರಾಧಿಸುವುದಕ್ಕೆ, കരം തന്നത് ദൈവത്തെ ആരാധിക്കാൻ, ಕರ ಕೊಟ್ಟಿರುವುದು ದೇವರನ್ನು ಆರಾಧಿಸುವುದಕ್ಕೆ. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന സൗണ്ടെങ്കിലും ദൈവസന്നിധി വരുമ്പോൾ പറയണം. ನಮ್ಮ ಮನೆಯಲ್ಲಿ ಮಾಡುವಂತ ಶಬ್ದವಾದರೂ ದೇವ ಸನ್ನಿಧಾನಕ್ಕೆ ಮಾಡುವಾಗ ಹೊರಪಡಿಸಬೇಕು. ആലയത്തിൽ വരുമ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കണം. ಆಲಯದ ಒಳಗೆ ಬರುವಾಗಲೂ ದೇವರನ್ನು ಆರಾಧಿಸಬೇಕು. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം തെളിവായി ദൂത് വിളിച്ചു പറയുന്നു. ಪರಿಶುದ್ಧಾತ್ಮನು ವ್ಯಕ್ತವಾಗಿ ತನ್ನ ಆಲೋಚನೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ. ഇതിന്റെ മുന്നിൽ നിൽക്കുവാൻ ഒരു ശക്തികൾക്ക് പറ്റത്തില്ല. ನಿನ್ನ ಮುಂದೆ ನಿಲ್ಲುವುದಕ್ಕೆ ಯಾವ ಶಕ್ತಿಗೂ ಸಾಧ್ಯವಿಲ್ಲ. ഈ ആലയത്തിൽ ഒഴുകുന്ന നദിക്ക് മുൻപേ ആമേൻ ആമേൻ വിലങ്ങുതടിയായി നിൽക്കുവാൻ
ഒരു ശക്തികൾക്കും കഴിയത്തില്ലെന്ന്. ಆಲಯದ ಒಳಗೆ ಹರಿಯುವಂತ ನದಿಗೆ ಅಡ್ಡಲಾಗಿ ಯಾವ ಶಕ್ತಿಗೂ ನಿಲ್ಲಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. നിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തിയെ ഏറ്റവും വലുത്, ನಿನ್ನೊಳಗೆ ವ್ಯಾಪಿಸುವಂತ ಶಕ್ತಿಯಾಗಿದೆ ಅತ್ಯಂತ ಶ್ರೇಷ್ಠವಾದ ಶಕ್ತಿ. വിശ്വസിക്കുന്ന നിന്റെ അകത്തുനിന്ന് ഒഴുകട്ടെ. ನಂಬುವಂತ ನಿನ್ನೊಳಗಿಂದ ಅದು ಹರಿಯಲಿ. തുടങ്ങട്ടെ. ಅದು ಹರಿಯಲು ಆರಂಭಿಸಲಿ. ಅಭಿಷೇಕത്തിന്റെ ನದಿ ಒഴുകട്ടെ. ಅಭಿಷೇಕದ ನದಿ ಹರಿಯಲಿ. ಅಭಿಷೇಕത്തിന്റെ ನದಿ ಒഴുകട്ടെ. ಅಭಿಷೇಕದ ನದಿ ಹರಿಯಲಿ. ಮುಟ್ಟೋളം കൊണ്ട് ನೀ നിർത്തരുത്. ಆಮೇಲೆ ಮೊಣಕಾಲಿನವರೆಗೆ ಅಲ್ಲಿ ನಿಲ್ಲಿಸಬೇಡ. ಅಡಿಯೋളം കൊണ്ട് ನೀ നിർത്തരുത്. ಸೊಂಟದವರೆಗೆ ನೀನು ಸೀಮಿತಗೊಳ್ಳಬೇಡ. ನೀಟല്ലാതെ കടപ്പാൻ പറ്റാത്തൊരു ആത്മനിറവാണ്. ಈಜುವಷ್ಟು ಅದು ಆತ್ಮನ ಒಂದು ತುಂಬಲ್ಪಡುವಿಕೆಯಾಗಿದೆ. ಅಡಿച്ചു ನಿಲ್ಕಂಡ. ನೀನು ಉದಾಸೀನದಿಂದ ನಿಲ್ಲಬೇಡ. അടുത്ത് നിൽക്കുന്നവനെ നോക്കണ്ട. ನೀನು ಹತ್ತಿರದವನನ್ನು ಗಮನಿಸಬೇಡ. ദൈവ സാന്നിധ്യത്തെ കൊതിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ದೇವರ ಸಾನ್ನಿಧ್ಯವನ್ನು ಆಶೆ ಪಡುವ ವ್ಯಕ್ತಿಯಾದರೆ നീ ആരാധിച്ചു തുടങ്ങിക്കോ. ಈಗಲೂ ಆರಾಧನೆ ಆರಂಭಿಸು. അഭിഷേകം നിന്നെ വ്യത്യസ്തമാക്കാൻ പോകുകയാ. ಅಭಿಷೇಕವು ನಿನ್ನನ್ನು ವ್ಯತ್ಯಸ್ತರನ್ನಾಗಿ ಮಾಡುತ್ತದೆ. നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവാ. ಅಭಿಷೇಕ ನಿನ್ನನ್ನು ಹೊರಗೆ ತರುವಂತದಾಗಿದೆ. ശത്രുവിന്റെ കോട്ടകളെ ഇടിക്കാൻ പോവാ. ಅಭಿಷೇಕವು ಸೈತಾನನ ಕೋಟೆಯನ್ನು ಕೆಡವುವಂತದಾಗಿದೆ. പുതിയ വഴികളെ തുറക്കപ്പെടാൻ പോകുകയാ. ಅಭಿಷೇಕವು ಹೊಸ ಮಾರ್ಗವನ್ನು ತೆರೆಯುವಂತದಾಗಿದೆ. ಅಭಿಷೇಕത്തോടെ ಕರತಟ್ಟಿ ಅಭಿಷೇಕದಿಂದ അഭിഷേകം തുറക്കട്ടെ. അഭിഷേകം തുറക്കട്ടെ. ಅಭಿಷೇಕವು ತೆರೆಯಲಿ. ಅಭಿಷೇಕ ತೆರೆಯಲಿ. അഭിഷേകം തുടങ്ങട്ടെ. അഭിഷേകം തുടങ്ങട്ടെ. ಅಭಿಷೇಕ ಆರಂಭಿಸಲಿ. ಅಭಿಷೇಕ ಆರಂಭಿಸಲಿ. Dunamis power. ಓ ದೈವಿಕ ಶಕ್ತಿ. Dunamis power. ದೈವಿಕ ಶಕ್ತಿ. Healing power. ಸ್ವಸ್ಥತೆಯ ಶಕ್ತಿ. ദൈവ ശക്തി വ്യാപരിക്കുന്നു. ದೇವ ಶಕ್ತಿ ಇಳಿಯುತ್ತಾ ಇದೆ. ദൈവ ശക്തി വ്യാപരിക്കുന്നു. ದೇವ ಶಕ್ತಿ ವ್ಯಾಪಿಸ್ತಾ ಇದೆ. ദൈവ ശക്തി വ്യാപരിക്കുന്നു. ದೇವ ಶಕ್ತಿ ವ್ಯಾಪಿಸ್ತಾ ಇದೆ. അണക്കെട്ട് പൊട്ടി ഒഴുകുന്നത് പോലെ ಒಂದು ಕಾಣೆಕಟ್ಟು ಒಡೆದು ಹರಿಯುವಾಗ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുന്നു. ದೇವ ಸಾನ್ನಿಧ್ಯದೊಳಗೆ ಚಲಿಸ್ತಾ ಇದೆ. സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുന്നു. ದೇವ ಸಾನ್ನಿಧ್ಯದೊಳಗೆ ಚಲಿಸ್ತಾ ಇದೆ. ദൈവ ശക്തി വ്യാപരിക്കട്ടെ. ದೇವ ಶಕ್ತಿ ಇಳಿಯಲಿ. അഭിഷേകം വ്യാപരിക്കട്ടെ. ಅಭಿಷೇಕ ಇಳಿಯಲಿ. ദൈവ ശക്തി ഇതിന്റെ അകത്ത് ഇറങ്ങി വരട്ടെ. ದೇವ ಶಕ್ತಿ ಇದರೊಳಗೆ ಇಳಿಯಲಿ. അഭിഷേകം നിന്നെ വ്യത്യസ്തമാക്കാൻ പോവാ. ಅಭಿಷೇಕ ನಿನ್ನನ್ನು ವ್ಯತ್ಯಸ್ತ ಮಾಡುತ್ತದೆ. സാന്നിധ്യം നിന്നെ വ്യത്യസ്തമാക്കാൻ പോവാ. ಅಭಿಷೇಕವು ನಿನ್ನನ್ನು ವ್ಯತ್ಯಸ್ತ ಮಾಡುತ್ತದೆ. ദൈവീയ അധികാരം നിന്റെ മേൽ ചലിക്കുന്നു. ದೊಡ್ಡ ಅಧಿಕಾರ ನಿನ್ನನ್ನು ಚಲಿಸ್ತಾ ಇದೆ. പവർ നിന്റെ മേൽ ചലിക്കുന്നു. ದೊಡ್ಡ ಶಕ್ತಿ ನಿನ್ನ ಮೇಲೆ ಇಳಿಯುತ್ತಾ ಇದೆ. ദൈവ ശക്തി നിന്റെ മേൽ വീഴുന്നു. ಓ ಕೆಲವು ದಿನ ಮೇಲೆ ಬೀಳುತ್ತಾ ಇದೆ. ദുഷ്ട ശക്തികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ದುಷ್ಟ ಶಕ್ತಿಗಳಿಗೆ ಹಿಡಿದು ನಿಲ್ಲಕ್ಕೆ ಆಗುವುದಿಲ್ಲ. പൈശാചിക മണ്ഡലങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ಸೈತಾನ ಮಂಡಲಕ್ಕೆ ಹಿಡಿದು ನಿಲ್ಲಕ್ಕೆ ಆಗುವುದಿಲ್ಲ. പാരമ്പര്യങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ಆಯುಧಗಳಿಗೆ ಹಿಡಿದು ನಿಲ್ಲಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ദേശത്ത് വാഴ്വരിക്കുന്ന വാഴ്ചകളല്ല വലുത്. ದೇಶದಲ್ಲಿ ಆಳುವಂತ ಆಳ್ವಿಕೆಗಳೆಲ್ಲ ದೊಡ್ಡದು. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാ വലുത്. ನಿನ್ನ ಮೇಲೆ ವ್ಯಾಪಿಸುವಂತ ದೇವ ಶಕ್ತಿಯ ದೊಡ್ಡದು. നിന്റെ മേൽ ഇന്ന് പകൽക്കാലം ദൈവശക്തി ഇറങ്ങി വ്യാപരിക്കട്ടെ. ಆಮೇಲೆ ದೇವ ಶಕ್ತಿ ಇಲ್ಲಿ ಇಳಿದು ವ್ಯಾಪಿಸಲಿ. ദൈവശക്തി നിന്നെ പുതുക്കത്തിലേക്ക് നടത്തപ്പെടട്ടെ. ದೇವ ಶಕ್ತಿ ನಿನ್ನನ್ನು ಹೊಸತನಕ್ಕೆ ನಡೆಸಲಿ. പകൽക്കാലം ഇതിന്റെ അകത്ത് അഭിഷേകം ചലിക്കുന്ന ಈಗಾಗಲೂ ಇದರ ಒಳಗೆ ಅಭಿಷೇಕ ಚಲಿಸುವಂತಾಗಲಾಗಿದೆ. മാറിയവനെ പോലെ നിന്നെ വ്യത്യസ്തമാക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. ನಿನ್ನ ವ್ಯಕ್ತಿತ್ವ ಬದಲಾಗುವಂತ ರೀತಿಯಲ್ಲಿ ಆ ಸಾನ್ನಿಧ್ಯ ಚಲಿಸ್ತಾ ಇದೆ. പ്രാപിച്ചോ പ്രാപിച്ചോ പ്രാപിച്ചോ. ಪಡೆದುಕೊಳ್ಳ್ರಿ ಪಡೆದುಕೊಳ್ಳ್ರಿ ಪಡೆದುಕೊಳ್ಳ್ರಿ. പ്രാപിച്ചോ പ്രാപിച്ചോ. ಸ್ವೀಕರಿಸ್ರಿ ಸ್ವೀಕರಿಸ್ರಿ ಸ್ವೀಕರಿಸ್ರಿ. തൊടട്ടെ തൊടട്ടെ തൊടട്ടെ. ಅಭಿಷೇಕ ಮುಟ್ಟಲಿ ಅಭಿಷೇಕ ಮುಟ್ಟಲಿ. ദൈവത്തിലേക്ക് കടന്നു വരട്ടെ. ದೇವರ ಅಭಿಷೇಕಕ್ಕೆ ಇಳಿದು ಬರಲಿ. പൗലോസ് പറയുന്നത് ഇങ്ങനെയാ. ಪೌಲ್ ಹೇಳುವುದು ಈ ರೀತಿಯಾಗಿದೆ. ಸಭೆಯೇ നീ എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവിലേക്ക്, ಎಲ್ಲ ಆಮೆ ದೇವರಾತ್ಮನ ನೆರವೇರುವಿಕೆಗೆ, ആ നിറവിലേക്ക് നീ കയറി വരട്ടെ. ಆ ತುಂಬಲ್ಪಡುವಿಕೆಗೆ ನೀನು ಬರಲಿ. ഒരു നിറവിലേക്ക് ദൈവം നിന്നെ കയറ്റുകയാ. ಈಗಾಗಲೂ ಒಂದು ಅಭಿಷೇಕದ ಪೂರ್ಣತೆಗೆ ಬರಲಿ. ദൈവീയ നിറവിലേക്ക് നിന്നെ കയറ്റുകയാ. ದೈವಿಕ ಪರಿಪೂರ್ಣತೆಗೆ ನೀವು ಬರಲಿ. ദൈവീയ സാന്നിധ്യത്തിലേക്ക് ദൈവം നിന്നെ നടത്തുകയാ. ದೈವಿಕ ಸಾನ್ನಿಧ್ಯಕ್ಕೆ ದೇವರು ನಿನ್ನ ನಡೆಸ್ತಾ ಇದ್ದಾನೆ. നിരാശപ്പെടുത്തുന്ന കെട്ടുകൾ അഴിഞ്ഞു മാറുന്നു. ಎಲ್ಲ ಕಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡ್ತಾ ಇದೆ. നിരാശപ്പെടുന്ന ചില കെട്ടുകൾ, ನಿರಾಶೆ ಹುಟ್ಟಿಸುವಂತ ಕೆಲವು ಕಟ್ಟುಗಳು, ലൈഫിൽ നിരാശകളെ കൊണ്ടുവരുന്ന, ಜೀವನದಲ್ಲಿ ನಿರಾಶೆ ತರುವಂತ, കുടുംബ ജീവിതത്തിന്റെ അകത്ത് നിരാശ കൊണ്ടുവരുന്ന, ಕುಟುಂಬ ಜೀವಿತದಲ್ಲಿ ನಿರಾಶೆ ತರುವಂತ, ലൈഫിന്റെ അകത്ത് നിരാശ കൊണ്ടുവരുന്ന, ಭವಿಷ್ಯತ್ತಿನ ನಿನ್ನ ಜೀವನದಲ್ಲಿ ನಿರಾಶೆ ತರುವಂತ കെട്ടുകൾ അഴിയുന്നു. ಆತ್ಮನ ಕಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡ್ತಾ ಇದೆ. തൊടുന്നു. ದೇವರನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. തൊടുന്നു. ದೇವರನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. തൊടുന്നു. ದೇವರನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. വലത് കൈ സംബന്ധമായി ചില ഹീലിംഗുകൾ ഉണ്ടാകുന്നു. വലത് കൈ സംബന്ധമായി ചില ഹീലിംഗുകൾ ഉണ്ടാകുന്നു. ಬಲಗೈಗೆ ಸಂಬಂಧಪಟ್ಟ ಕೆಲವು ಸ್ವಸ್ಥತೆಗಳು ಇಲ್ಲಿ ನಡೆಯುತ್ತಾ ಇದೆ. ഷോൾഡർ സംബന്ധമായി ചില ഹീലിംഗുകൾ ഉണ്ടാകുന്നു. ಭುಜದ ಕೆಲವು ಸ್ವಸ್ಥತೆಗಳು ನಡೆಯುತ್ತಾ ಇದೆ. ഇപ്പോൾ കർത്താവിന്റെ കരം നിന്നെ തൊടുന്ന ഒരു കാഴ്ച കാണിക്കുന്നു. ಈಗ ಕರ್ತನ ಹಸ್ತವು ನಿನ್ನನ್ನು ಮುಟ್ಟುವಂತ ಒಂದು ದೃಶ್ಯವನ್ನು ತೋರಿಸ್ತಾ ಇದ್ದಾನೆ. വിശ്വസിക്കുന്നവർ ഇപ്പോൾ ആ സൗഖ്യം തിരിച്ചറിയട്ടെ. ನಂಬುವವರು ಆ ಸ್ವಸ್ಥತೆಯನ್ನು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಲಿ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്തേ. ಈಗಲೂ ನಂಬುವವರು ಕರ್ತನಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. നീ
അരിയാണി കൊണ്ട് അവസാനിപ്പിക്കരുത്. ನೀನು ಮೊಣಕಾಲಲ್ಲಿ ನಿಲ್ಲಿಸಬೇಡ. നീ മുട്ടോളം കൊണ്ട് അവസാനിപ്പിക്കരുത്. ಮೊಣಕಾಲವರೆಗೆ ನಿಲ್ಲಿಸಬೇಡ. നീ ആരെയോളം വന്ന് നിർത്തരുത്. ಸೊಂಟದವರೆಗೆ ಬಂದು ನಿಲ್ಲಿಸಬೇಡ. നീ നിന്നെ നിയന്ത്രിക്കുന്നതല്ല ദൈവശക്തി. ನೀನು ನಿನ್ನನ್ನು ನಿಯಂತ್ರಿಸುವುದಲ್ಲ ದೇವಶಕ್ತಿ. ദൈവശക്തിക്ക് വേണ്ടി നീ വിട്ടുകൊടുത്ത് ദൈവശക്തി നിന്നെ നിയന്ത്രിക്കുന്നതാണ് ദൈവ സാന്നിധ്യം. ದೇವಶಕ್ತಿಗೋಸ್ಕರ ನಿನ್ನನ್ನು ಸಮರ್ಪಿಸಿ ದೇವಶಕ್ತಿ ನಿನ್ನನ್ನು ನಿಯಂತ್ರಿಸುವುದೇ ಅಭಿಷೇಕವಾಗಿದೆ. അത് നിന്റെ ബുദ്ധിമണ്ഡലത്തെയും ചിന്താമണ്ഡലത്തെയും അബലമാക്കും. ಅದು ನಿನ್ನ ಬುದ್ಧಿಯನ್ನು ಆಲೋಚನೆಗಳನ್ನು ಆಮೇಲೆ ಮೀರುವಂತದಾಗಿದೆ. അത് ദൈവീയ സ്വഭാവത്തിലേക്ക് നിന്നെ വഴി നടത്തും. ದೈವಿಕ ಸ್ವಭಾವಕ್ಕೆ ನಡೆಸುವಂತದಾಗಿದೆ. അത് നിനക്ക് പാപത്തെ ജയിക്കുവാനിടയായി തീരും. ಅದು ನಿನಗೆ ಪಾಪವನ್ನು ಜಯಿಸಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತದೆ. പൈശാചിക മണ്ഡലത്തെ ജയിക്കുവാനിടയായി തീരും. ಸೈತಾನ್ನ ಮಂಡಲಗಳನ್ನು ಜಯಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತದೆ. നിനക്ക് മുമ്പായി വെച്ചിരിക്കുന്ന മതിലിനെ ചാടിക്കടക്കാനിടയായി തീരും. ನಿನ್ನ ಮುಂದೆ ಇರುವಂತ ಕೋಟೆಗಳನ್ನು ಆರಿ ದಾಟುವುದಕ್ಕೆ ದೇವರು ಸಹಾಯ ಮಾಡುತ್ತಾನೆ. നിന്റെ മുന്നിലെ ദുർഘടങ്ങളെ നിരപ്പാക്കാൻ പറ്റും. ನಿನ್ನ ಮುಂದೆ ಇರುವ ದಿಣ್ಣೆಗಳನ್ನು ಆತನು ಸಮ ಮಾಡುತ್ತಾನೆ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. ನಂಬುವವರಿದ್ದರೆ ಕರ್ತನಿಗೆ ಒಳ್ಳೆಯ ಒಂದು ಕೃತಜ್ಞತೆ ಸಲ್ಲಿಸಿರಿ. 6ാം ദിവസം മണ്ണ് കൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. 6ನೇ ದಿನ ಮಣ್ಣಿನಿಂದ ತಾನು ಮನುಷ್ಯನನ್ನು ಉಂಟು ಮಾಡಿದನು. മനുഷ്യന്റെ സൃഷ്ടി നോക്കി എല്ലാ സൃഷ്ടികളും നോക്കി നിൽക്കുകയാ. ಮನುಷ್ಯರನ್ನು ಉಂಟು ಮಾಡುವುದನ್ನು ಎಲ್ಲಾ ಸೃಷ್ಟಿಗಳು ನೋಡಿ ನಿಲ್ಲುತ್ತಾ ಇದೆ. മനുഷ്യനെ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചത് മറ്റു സൃഷ്ടികളെ സൃഷ്ടിച്ചതുപോലല്ല. ಮನುಷ್ಯರನ್ನು ಮಣ್ಣಿನಿಂದ ಸೃಷ್ಟಿಸಿದಾಗ ಎಲ್ಲಾ ಸೃಷ್ಟಿಗಳನ್ನು ಉಂಟು ಮಾಡಿದ ಹಾಗೆ ಅಲ್ಲ. അവന്റെ രൂപത്തിലും അവന്റെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ಆತನ ಸ್ವರೂಪದಲ್ಲಿಯೂ ಹೋಲಿಕೆಯಲ್ಲಿಯೂ ಮನುಷ್ಯರನ್ನು ಉಂಟು ಮಾಡಿದನು. ദൈവം സൃഷ്ടിച്ച ഈ സൃഷ്ടിയെ നോക്കി മനുഷ്യനെ നോക്കി എല്ലാ സൃഷ്ടികളും നോക്കി നിൽക്കുകയാണ്. ದೇವರು ಸೃಷ್ಟಿ ಮಾಡಿದ ಈ ಮನುಷ್ಯರನ್ನು ಎಲ್ಲಾ ಸೃಷ್ಟಿಗಳು ದರ್ಶಿಸ್ತಾ ಇದೆ. എല്ലാവരുടെയും കണ്ണിപ്പോൾ ഈ സൃഷ്ടിയിന്മേലാണ്. ಎಲ್ಲವುಗಳ ಕಣ್ಣುಗಳು ಮನುಷ್ಯ ಸೃಷ್ಟಿಯ ಮೇಲೆ. അവർ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. ಅವರು ಹೇಳುವಂತ ಒಂದು ಕಾರ್ಯ ಇದಾಗಿದೆ. ഞങ്ങൾക്ക് ചാടാൻ പറ്റും, ನಮಗೆ ಹಾರುವುದಕ್ಕೆ ಸಾಧ್ಯ, ഞങ്ങൾക്ക് ഓടാൻ പറ്റും, ನಮಗೆ ಓಡುವುದಕ್ಕೆ ಸಾಧ್ಯ, ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും, ನಮಗೆ ಮಾತನಾಡುವುದಕ್ಕೆ ಸಾಮರ್ಥ್ಯ ಉಂಟು, എഴയാൻ പറ്റും, ನಮಗೆ ಹರಿದಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ, ഞങ്ങൾക്ക് പറക്കാൻ പറ്റും, ನಮಗೆ ಹಾರಾಡುವುದಕ್ಕೆ ಸಾಧ್ಯ. എന്നാൽ ദൈവ സൃഷ്ടിച്ച ഈ സൃഷ്ടി ചലനമറ്റ് കിടക്കുന്നു. ಆದರೆ ದೇವರು ಸೃಷ್ಟಿ ಮಾಡಿದು ಚಲನರಹಿತವಾಗಿದೆ. ഞങ്ങൾ ചലിക്കുന്നത് പോലെ ചലിക്കുന്നില്ല. ನಾವು ಚಲಿಸುವಾಗೆ ಚಲಿಸ್ತಾ ಇಲ್ಲ. ഞങ്ങൾ പറക്കുന്നത് പോലെ പറക്കുന്നില്ല. ನಾವು ಹಾರಾಡುವಾಗೆ ಅವು ಹಾರಾಡುವುದಿಲ್ಲ. ഞങ്ങൾ ಓಡುന്നത് പോലെ ಓಡುന്നില്ല. ನಾವು ಓಡುವಾಗೆ ಅವು ಓಡುವುದಿಲ್ಲ. ഞങ്ങൾ ചാടുന്നത് പോലെ ചാടുന്നില്ല. ನಾವು ಜಿಗಿದಾಡುವಾಗೆ ಅದು ಜಿಗಿದಾಡುವುದಿಲ್ಲ. ദൈവം മനുഷ്യനെ നോക്കി, ದೇವರು ಮನುಷ್ಯರನ್ನು ನೋಡಿ അവന്റെ മൂക്കിലേക്ക് ജീവന്റെ ശ്വാസമൂതി, ಅವನ ಮೂಗಿನೊಳಗೆ ಜೀವ ಶ್ವಾಸವನ್ನು ಊದಿದಾಗ ഡുനാമിസ് പവർ, ದೈವಿಕ ಶಕ್ತಿ അവന്റെ മേൽ വെളിപ്പെട്ടപ്പോ, ಅವನ ಮೇಲೆ ಪ್ರಕಟವಾದಾಗ ചലിക്കാതെ കിടന്ന ആദം ചലിക്കാനിടയായി തീർന്നു. ಚಲನರಹಿತನಾದ ಆದಾಮನು ಚಲಿಸಲು ಆರಂಭಿಸಿದನು. സംസാരിക്കാത്ത ആദാം സംസാരിക്കാനിടയായി തീർന്നു. ಮಾತನಾಡದ ಆದಾಮನು ಮಾತನಾಡಲು ಆರಂಭಿಸಿದನು. അനങ്ങാതെ കിടന്ന ആദാം നടക്കാനിടയായി തീർന്നു. ಚಲಿಸಲೇ ಇದ್ದಂತ ಆದಾಮನು ನಡೆಯಲು ಆರಂಭಿಸಿದನು. അവൻ ഓടാനിടയായി തീർന്നു. ಅವನು ಓಡುವುದಕ್ಕೆ ಆರಂಭಿಸಿದನು. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയാം. ಈ ಹಗಲು ಆತ್ಮದಲ್ಲಿ ಒಂದು ಸಂಗತಿ ಹೇಳುತ್ತೇನೆ. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ, ದೇವರ ಆತ್ಮನ ಅವನ ಮೇಲೆ ಬಂದಾಗ, ചലിക്കാതെ കിടന്ന് ചലിച്ചെങ്കിൽ, ಚಲನವಿಲ್ಲದು ಚಲಿಸಿದರೆ, ആത്മശക്തി നിന്റെ മേൽ വെളിപ്പെട്ടാൽ, ಆತ್ಮಶಕ್ತಿ ನಿನ್ನ ಮೇಲೆ ಪ್ರಕಟವಾದರೆ, ചലിക്കാതെ കിടക്കുന്നത് ചലിക്കും. ಚಲಿಸದೇ ಇರುವಂತದ್ದು ಚಲಿಸುತ್ತದೆ. ഏത് വിഷയമാണെങ്കിലും ചലിക്കും. ಅದು ಯಾವ ವಿಚಾರವಾದರೂ ಚಲಿಸುತ್ತದೆ. നാളുകളായുള്ള വിഷയമാണെങ്കിലും ചലിക്കും. ಅನೇಕ ದಿನಮಾನಗಳಿರುವಂತ ವಿಷಯಗಳಿದ್ದರೂ ಅದು ಚಲಿಸುತ್ತದೆ. പ്രവർത്തന രഹിതமான വിഷയമാണെങ്കിലും ചലിക്കും. ಕ್ರಿಯಾಶೀಲವಾದುದು ಕ್ರಿಯೆಯನ್ನು ಒಳಗೊಳ್ಳುವಂತೆ ಮಾಡುವಂತದೇ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അവന്റെ മേൽ വന്നപ്പോൾ, ದೇವರ ಆತ್ಮನ ಶಕ್ತಿ ಇಳಿದು ಬಂದಾಗ ആദാം എഴുന്നേറ്റ് നിന്നു. ಆದಾಮನು ಎದ್ದು ನಿಂತನು. ദൈവശക്തി വെളിപ്പെട്ടപ്പോൾ, ದೇವಶಕ್ತಿ ಇಳಿದಾಗ ദൈവത്തിന്റെ അധികാരം അവന്റെ മേൽ വെളിപ്പെട്ടു. ದೇವರ ಅಧಿಕಾರ ಅವನಲ್ಲಿ ಪ್ರಕಟವಾಯಿತು. ദൈവത്തിന്റെ അധികാരം അവനിൽ വെളിപ്പെട്ടു. ದೇವರ ಅಧಿಕಾರ ಅವನ ಮೇಲೆ ಪ್ರಕಟವಾಯಿತು. ആത്മാവുള്ളവന്റെ മേൽ അധികാരമുണ്ട്. ಆತ್ಮವಿರುವವನ ಮೇಲೆ ಅಧಿಕಾರವಿದೆ. ആത്മാവുള്ളവന്റെ മേൽ അധികാരമുണ്ട്. ಆ ಆತ್ಮನಿರುವವನಲ್ಲಿ ಅಧಿಕಾರವಿದೆ. ആദാം ഇട്ടതൊക്കെ അതിന് പേരായി. ಆದಾಮನು ಹಾಕಿದಲ್ಲ ಅದಕ್ಕೆ ಹೆಸರಾಯಿತು. ആദാമിനോട് ദൈവം പറഞ്ഞു, ಆದಾಮನಿಗೆ ದೇವರು ಹೇಳಿದನು, സകല ഭൂചര ജന്തുക്കൾ ಮೇಲೆ നീ വാഴുക. ಎಲ್ಲ ಜಲಚರಗಳ ಮೇಲೆ, ಎಲ್ಲ ಜೀವಿಗಳ ಮೇಲೆ ಆಳ್ವಿಕೆ ಮಾಡು. ഞാൻ ഇന്ന് പകൽക്കാലം ഒരു ദൂത് കൈമാറാം. ನಾನೊಂದು ಸಂದೇಶವನ್ನು ನಿಮಗೆ ಹಸ್ತಾಂತರಿಸ್ತೇನೆ. ആത്മ സാന്നിധ്യത്താൽ നീ എഴുന്നേറ്റാൽ, ಆತ್ಮ ಸಾನ್ನಿಧ್ಯದಿಂದ ನೀನು ಎತ್ತರೆ, ഇന്ന് പകൽക്കാലം നിന്റെ മേൽ ഒരു അധികാരം ചലിക്കും. ಈ ಹಗಲು ನಿನ್ನ ಮೇಲೆ ಕೂಡ ಆ ಅಧಿಕಾರವು ಪ್ರಕಟವಾಗುತ್ತದೆ. ഇന്ന് പകൽക്കാലം നിന്റെ മേൽ ഒരു അധികാരം ചലിക്കും. ಈ ಹಗಲು ನಿನ್ನ ಮೇಲೆ ಕೂಡ ಆ ಅಧಿಕಾರವು ಪ್ರಕಟವಾಗುತ್ತದೆ. അധികാരം, ಯಾವ ಅಧಿಕಾರ? ചിലതിന്റെ മേൽ വാഴുവാനുള്ള അധികാരം, ಕೆಲವುಗಳನ್ನು ಆಳುವಂತ ಅಧಿಕಾರ.
ಅಧಿಕಾರ, ചില പൈശാചിക ಮಂಡಲങ്ങളെ തകർക്കുവാനുള്ള അധികാരം, ಕೆಲವು ಸೈತಾನ್ನ ಸಾಮ್ರಾಜ್ಯವನ್ನು ಆಮೇಲೆ ಬೀಳಿಸುವಂತ ಅಧಿಕಾರ. ഈ അധികാരം ഏലിയാവ് തിരിച്ചറിഞ്ഞപ്പോൾ, ಈ ಅಧಿಕಾರ ಆ ಏಲಿಯನ ಅರ್ಥ ಮಾಡಿಕೊಂಡಾಗ ആഗാബിനോട് ഏലിയാവ് പറഞ്ഞു, ಆಗಾಬನಿಗೆ ಏಲಿಯನ ಹೇಳಿದ, നീ ഇസ്രായേലിന്റെ രാജാവായിരിക്കും, ನೀನು ಇಸ್ರಾಯೇಲ್ ರಾಜನ ಅರಸನಾಗಿರಬಹುದು. ഈ ദേശം ഭരിക്കുന്ന ബാലും അശൂരയുടെയും ശക്തികൾ കാണും, ಈ ದೇಶವನ್ನು ಬಾಳ್ ಅಶೂರ್ ಶಕ್ತಿಗಳು ಇರಬಹುದು, പക്ഷെ ഞാൻ പറഞ്ഞിട്ടല്ലാതെ ദേശത്ത് മഞ്ഞമഴയും പെയ്യത്തില്ല. ಆದರೆ ನಾನು ಹೇಳದೆ ಈ ವರ್ಷಗಳಲ್ಲಿ ಮಂಜಾಗಲಿ ಮಳೆಯಾಗಲಿ ಬೀಳುವುದಿಲ್ಲ. ഇതാ ദൈവത്തിന്റെ അതോറിറ്റി, ಇದಾಗಿದೆ ದೇವರ ಅಧಿಕಾರ. ദൈവം ആകാശമണ്ഡലത്തെ അടച്ചു കളഞ്ഞു, ದೇವರು ಆಕಾಶವನ್ನು ಮುಚ್ಚಿಬಿಟ್ಟನು. ഞാൻ ഇന്ന് പകൽക്കാലം പ്രവചിക്കുന്നു, അധികാരമുള്ള ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ನಾನಿವತ್ತು ಪ್ರವಾದಿಸ್ತಾ ಇದ್ದೇನೆ, ಅಧಿಕಾರವಿರುವಂತ ಒಂದು ತಲೆಮಾರು ಏಳಲಿ. പിശാചിന് ഭയമാറിയ ಸೈತಾನ್ನು ಭಯಪಡುವಂತ അധികാരമുള്ള തലമുറയെ, ಅಧಿಕಾರವಿರುವಂತ ತಲೆಮಾರು, അഭിഷേകമുള്ള തലമുറയെ, ಅಭಿಷೇಕ ಇರುವ ತಲೆಮಾರನ್ನು, അഭിഷേകം ആരുടെ മുന്നിൽ, അഭിഷേകമുള്ളവൻ ആരുടെ മുന്നിലും വഴിമാറത്തില്ല, ಅಭಿಷೇಕ ಇರುವವನು ಯಾರ ಮುಂದೆ ಕೂಡ ದಾರಿ ಬಿಟ್ಟು ಕೊಡುವುದಿಲ್ಲ. അഭിഷേകമുള്ളവൻ ആരുടെ മുന്നിൽ യാചകനായി നിൽക്കത്തില്ല, ಅಭಿಷೇಕ ಇರುವವನು ಯಾರ ಮುಂದೆ ಕೂಡ ಭಿಕ್ಷಾಟನೆ ಮಾಡುವುದಿಲ್ಲ. അഭിഷേകമുള്ളവൻ ആരുടെ മുൻപിൽ വഴിമാറി നിൽക്കത്തില്ല, ಅಭಿಷೇಕವನ್ನು ಯಾರ ಮುಂದೆ ಕೂಡ ದಾರಿ ಬಿಟ್ಟು ಹೋಗುವುದಿಲ್ಲ. അഭിഷേകമുള്ളവന്റെ മുമ്പാകെ പ്രതികൂലം വഴിമാറും, ಅಭಿಷೇಕ ಇರುವವನ ಮುಂದೆ ಪ್ರತಿಕೂಲಗಳು ದಾರಿ ಬಿಟ್ಟು ಹೋಗುತ್ತದೆ. അഭിഷേകമുള്ളവന്റെ മുമ്പാകെ മാറാത്തത് വഴിമാറും, ಅಭಿಷೇಕ ಇರುವವನ ಮುಂದೆ ಆಮೇಲೆ ಮಾರ್ಪಡದ ಸಂಗತಿಗಳು ಮಾರ್ಪಡುತ್ತದೆ. അഭിഷേകം വെളിപ്പെടുമ്പോൾ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറും, ಅಭಿಷೇಕ ಪ್ರಕಟ ಆಗುವಾಗ ರೋಗ ಬಂಧನಗಳು ಬಿಚ್ಚಲ್ಪಡುತ್ತದೆ. അഭിഷേകം വെളിപ്പെടുമ്പോൾ ശാപത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറും, ಅಭಿಷೇಕ ಪ್ರಕಟವಾಗುವಾಗ ಶಾಪದ ಬಂಧನಗಳು ಮುರಿಯಲ್ಪಡುತ್ತದೆ. അഭിഷേകം വെളിപ്പെടുമ്പോൾ പൈശാചിക ആധിപത്യങ്ങൾ തകർന്നു മാറും. ಅಭಿಷೇಕ ಪ್ರಕಟವಾಗುವಾಗ ಸೈತಾನ್ನ ಅಧಿಕಾರಗಳು ಪ್ರಕಟ ಆಮೇಲೆ ಬಿಚ್ಚಲ್ಪಡುತ್ತದೆ. ഇന്ന് പകൽക്കാലം എന്റെ മുന്നിലെ സമയം തീർന്നു. ಈ ಹಗಲ ವೇಳೆಯಲ್ಲಿ ನನ್ನ ಮುಂದೆ ಸಮಯ ಮುಗಿಯಿತು. എനിക്ക് ദൈവാത്മാവ് തന്ന ഒരു പ്രകാശമുണ്ട്. ನನಗೆ ದೇವರು ಕೊಟ್ಟದ ಒಂದು ಪ್ರಕಾಶ, എന്തോ ഒരു ദൈവ സാന്നിധ്യം ചിലതിനെ വ്യത്യസ്തമാക്കും. ಯಾವುದೋ ಆ ದೇವ ಸಾನ್ನಿಧ್ಯ ಕೆಲವರನ್ನು ವ್ಯತ್ಯಸ್ತರನ್ನಾಗಿ ಮಾಡುತ್ತದೆ. പ്രാർത്ഥിക്കുവാനുള്ളവർ മുന്നോട്ട് കടന്നു വന്നാട്ടെ. ಪ್ರಾರ್ಥನೆ ಮಾಡ್ಲಿಕ್ಕಿರುವವರು ಮುಂದಕ್ಕೆ ಬನ್ನಿರಿ. അഭിഷേകത്തിന്റെ ഒരു നിറവിലേക്ക് കയറിയാട്ടെ. ಅಭಿಷೇಕದ ಒಂದು ತುಂಬಲ್ಪಡುವಿಕೆಗೆ ನೀವು ಬನ್ನಿರಿ. നിങ്ങൾ മറ്റാരെയും നോക്കരുത് കേട്ടോ. ಯಾರನ್ನು ನೀವು ಗಮನಿಸಬೇಡಿರಿ. എന്നോട് ദൈവം ആത്മാവ് പറഞ്ഞൊരു ഉറപ്പാണ്. ನನಗೆ ದೇವರು ಕೊಟ್ಟಂತ ಒಂದು ಖಚಿತವಾದ ಸಂಗತಿಯಾಗಿದೆ. ചിലതിനെ വ്യത്യസ്തമാക്കാൻ പോകുന്നു. ಅಭಿಷೇಕ ಕೆಲವರನ್ನು ವ್ಯತ್ಯಸ್ತರನ್ನಾಗಿ ಮಾಡುತ್ತದೆ. അഭിഷേകം ചിലതിനെ വ്യത്യസ്തമാക്കും. ಅಭಿಷೇಕ ಕೆಲವರನ್ನು ವ್ಯತ್ಯಸ್ತರನ್ನಾಗಿ ಮಾಡುತ್ತದೆ. അഭിഷേകം ചിലതിനെ തൊടും. ಅಭಿಷೇಕ ಕೆಲವರನ್ನು ಮುಟ್ಟುತ್ತದೆ. അഭിഷേകം ചിലതിനെ ആമേൻ ജീവിതത്തിലെ മറ്റൊരു ചാലിലേക്ക് വഴിമാറ്റും. ಅಭಿಷೇಕವು ಕೆಲವರ ಜೀವನವನ್ನು ಬದಲಾಯಿಸುತ್ತದೆ. അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിലെ രോഗബന്ധനങ്ങൾ അഴിക്കും. ಅಭಿಷೇಕ ಕೆಲವರ ರೋಗ ಬಂಧನಗಳು ಬಿಚ್ಚುತ್ತದೆ. അഭിഷേകമുള്ള നിന്റെ മുമ്പാകെ വഴിമാറാത്ത വഴിമാറും. ಅಭಿಷೇಕ ಇರುವನ ನಿನ್ನ ಮುಂದೆ ದಾರಿ ಬಿಡದ ಸಂಗತಿಗಳು ದಾರಿ ಬಿಟ್ಟು ಹೋಗುತ್ತದೆ. കുറച്ചു നാളായിട്ട് നിന്റെ ശരീരത്തെ ബന്ധിച്ച രോഗശക്തികൾ അഴിയും. ಕೆಲವು ದಿನಗಳಿಂದ ನಿನ್ನ ಶರೀರವನ್ನು ಬಂಧಿಸಿದ ರೋಗ ಶಕ್ತಿಗಳು ಬಿಚ್ಚಲ್ಪಡುತ್ತದೆ. ദൈവാത്മാവിനോട് പറയുന്ന ശാപത്തിന്റെ കെട്ടുകൾ അഴിയും. ದೇವರಾತ್ಮನ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಶಾಪದ ಕಟ್ಟುಗಳು ಮುರಿಯಲ್ಪಡುತ್ತದೆ. ചില മണ്ണ് സംബന്ധമായി നിലനിൽക്കുന്ന വിഷയങ്ങൾ, ಕೆಲವು ಭೂಮಿ ಸಂಬಂಧವಾದ ಕೆಲವು ವಿಷಯಗಳು നിങ്ങൾക്ക് അതിന്റെ അകത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ನಿಮಗೆ ಅದರೊಳಗೆ ಏನು ಮಾಡ್ಲಿಕ್ಕೆ ಆಗ್ತಾ ಇಲ್ಲ. നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകുന്നില്ല. ನಿಮಗೆ ಒಂದು ಉದ್ಧಾರಣೆ ಆಗುತ್ತಾ ಇಲ್ಲ. നന്മയിലേക്ക് കയറി വരാൻ പറ്റുന്നില്ല. ನಿಮಗೆ ಒಂದು ಅಭಿವೃದ್ಧಿ ಕಾಣ್ಲಿಕ್ಕೆ ಆಗ್ತಾ ಇಲ್ಲ. തലമുറ ഒരു അഭിവൃദ്ധിയിലേക്ക് കയറുന്നില്ല. ನಿಮ್ಮ ತಲೆಮಾರು ಅಭಿವೃದ್ಧಿ ಕಾಣುತ್ತಾ ಇಲ್ಲ. ജീവിതത്തിൽ ഒരു സ്വസ്ഥതയില്ലാത്ത അനുഭവം, ಜೀವನದಲ್ಲಿ ಸ್ವಸ್ಥತೆ ಇಲ್ಲದಂತ ಅನುಭವ. പറഞ്ഞു നിന്റെ സാന്നിധ്യം എന്നോട് കൂടിയിരുന്ന. ಮೋಶೆ ಹೇಳಿದ, ನಿನ್ನ ಸಾನ್ನಿಧ್ಯ ನನ್ನ ಜೊತೆಯಲ್ಲಿದ್ದರೆ. ദൈവം പറഞ്ഞു എന്റെ സാന്നിധ്യം നിന്നോട് കൂടിയിരിക്കും മോശെ. ದೇವರು ಹೇಳಿದ, ನನ್ನ ಸಾನ್ನಿಧ್ಯ ನಿನ್ನ ಜೊತೆಯಲ್ಲಿರುತ್ತದೆ ಮೋಶೆ. ആ സാന്നിധ്യം വെളിപ്പെട്ടാൽ സ്വസ്ഥത വെളിപ്പെടും. ದೇವರು ಹೇಳಿದ, ಆ ಸಾನ್ನಿಧ್ಯ ಪ್ರಕಟವಾದರೆ ಸ್ವಸ್ಥತೆ ಪ್ರಕಟವಾಗ್ತದೆ. ദൈവിക സ്വസ്ഥത അനുഭവിച്ചേ പോകത്തുള്ളൂ. ಆಮೇಲೆ ಒಂದು ದೈವಿಕ ಸ್ವಸ್ಥತೆಯನ್ನು ಅನುಭವಿಸಿ ನೀವು ಹಿಂತಿರುಗಿ ಹೋಗುತ್ತೀರಿ. ഒത്തിരി വിഷയങ്ങൾക്ക് നടുവില കയറി വന്നേ. ತುಂಬಾ ವಿಷಯಗಳ ಮಧ್ಯದಲ್ಲಿ ನೀವು ಬಂದಿದ್ದೀರಿ. ഒറ്റയ്ക്കല്ല പോകുന്നത്. ಆದರೆ ನೀವು ಒಬ್ಬರೇ ಎಲ್ಲ ಹೋಗುದು. നിനക്ക് വഹിക്കാൻ പറ്റാത്ത ഒരു ദൈവ സാന്നിധ്യത്തെ ചുമന്നുകൊണ്ട് ನಿಮಗೆ ಹೊರಲಿಕ್ಕೆ ಆಗದಂತ ದೇವ ಸಾನ್ನಿಧ್ಯವನ್ನು ಹೊತ್ತುಕೊಂಡು ಹೋಗುತ್ತೀರಾ. ദൈവം നിങ്ങളെ തൊടുന്ന ഒരു കാഴ്ച കാണിക്കും. ದೇವರು ನಿಮ್ಮನ್ನು ಮುಟ್ಟುವಂತ ಸಂಗತಿಯನ್ನು ತೋರಿಸ್ತಾ ಇದ್ದಾನೆ. കണ്ണുനീരിന്റെ വേദനയുടെ കെട്ടുകൾ അഴിഞ്ഞു മാറുകയാണ്. ಕಣ್ಣೀರಿನ ವೇದನೆಗಳ ಕಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡುತ್ತದೆ. എന്തോ നിങ്ങളുടെ ലൈഫ് ഭയങ്കരമായി ചേഞ്ച് ആകും. ನಿಮ್ಮ ಜೀವನವು ಭಯಂಕರವಾಗಿ ಬದಲಾಗುತ್ತದೆ. 2025 അഭിഷേകം നിങ്ങളെ ചില മേഖലയിൽ ഉയർത്താൻ പോകുന്നു. 2025 ಅಭಿಷೇಕವು ನಿಮ್ಮನ್ನು ಮೇಲಕ್ಕೆತ್ತುವಂತದಾಗಿದೆ. മറ്റുള്ളവർ അതിശയക്കൂറുമാറ് ദൈവം നിങ്ങളെ മാനിക്കും. ಆಮೇಲೆ ಇತರ ಜನರು ಆಶ್ಚರ್ಯ ಪಡುವಾಗ ದೇವರು ನಿಮ್ಮನ್ನು ಸನ್ಮಾನಿಸ್ತಾನೆ. ദൈവശക്തി നിങ്ങളുടെ മേൽ വീഴുകയാണ്. ದೇವ ಶಬ್ದ ನಿಮ್ಮ ಮೇಲೆ ಬೀಳುತ್ತಾ ಇದೆ. ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ വീഴുകയാണ്. ದೇವ ಸಾನ್ನಿಧ್ಯ ನಿಮ್ಮ ಮೇಲೆ ಬೀಳುತ್ತಾ ಇದೆ. ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ മേൽ വീഴുന്നു. ದೇವರ ಮಹಿಮೆ ನಿಮ್ಮ ಮೇಲೆ ಬೀಳುತ್ತಾ ಇದೆ. Power in the name of Jesus. Yes Lord. ശാരാധാനക സിയാരക ദൈവശക്തി വ്യാപരിക്കട്ടെ.
ಓ ಶಬಾ ಪೊಟ್ಟಡೆ ಪೊಟ್ಟಡೆ ಅಭಿಷೇಕ ಪೊಟ್ಟಡೆ ತಲೆ ಮೇಲೆ ಪೊಟ್ಟಡೆ ಎಲ್ಲ ಕಟ್ಟುಗಳು ಪೊಟ್ಟಡೆ ಎಲ್ಲ ಕಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ ಎಲ್ಲ ಕಟ್ಟುಗಳು ಪೊಟ್ಟಡೆ ಎಲ್ಲ ಕಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ ಎಲ್ಲ ಕಟ್ಟುಗಳು ಅಡಿಯಟೆ ಎಲ್ಲ ಕಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ ಅಭಿಷೇಕದಿಂದ ತೊಡೆದು ಅಭಿಷೇಕ ನಿಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಾ ಇದೆ ಸ್ವತಂತ್ರವಾಗಲಿ ಶಕ್ತಿ ತೊಡೆದು ಮುಟ್ಟುತ್ತಾ ಇದೆ ಮುಟ್ಟುತ್ತಾ ಇದೆ ನನ್ನ ಮೇಲೆ നിങ്ങളെ കൈവെക്കാൻ നിൽക്കരുത് ಸೇವಕರು ನಿಮ್ಮ ಮೇಲೆ ಕೈ ಇಡುವುದಕ್ಕೆ ನೀವು ಕಾಯಬೇಡಿರಿ ദൂതന്മാർ ഇറങ്ങി വന്നിട്ടുണ്ട് ಇಲ್ಲಿ ದೇವದೂತರು ಪ್ರತ್ಯಕ್ಷರಾಗಿದ್ದಾರೆ ഇതിന്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ നിറവ് ഇതിന്റെ അകത്തുണ്ട് ಇಲ್ಲಿ ಪರಿಶುದ್ಧಾತ್ಮನ ಸಾನ್ನಿಧ್ಯವಿದೆ ദൈവം നിങ്ങളെ ഡയറക്റ്റ് ആയി തൊടും ದೇವರು ನಿಮ್ಮನ್ನು ನೇರವಾಗಿ ಮುಟ್ಟುತ್ತಾನೆ ಪ್ರಬಲ ಹದರ ಮನೆಯ power in the name of Jesus. Power, Holy Spirit. Power. Thank you, Jesus. ಅಭಿಷೇಕಾನಂತಲೆ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನು ನನ್ನೊಳಗೆ ಅಭಿಷೇಕಾನಂತಲೆ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನು ನನ್ನೊಳಗೆ ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನು ನನ್ನೊಳಗೆ ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನು ನನ್ನೊಳಗೆ ಅಭಿಷೇಕ ನನ್ನ ತಲೆ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನು ನನ್ನೊಳಗೆ ಅಭಿಷೇಕ ನನ್ನ ತಲೆ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನು ನನ್ನೊಳಗೆ ಅಂತ್ಯಕಾಲ ಅಭಿಷೇಕ ಸಕಲ ಜನರ ಮೇಲೆ ಸುಗ್ಗಿಕಾಲ ಸಮಯವಿದು ತಂದೆ ನಿನ್ನಾತ್ಮದಿ ತುಂಬಿಸು ಅಂತ್ಯಕಾಲ ಅಭಿಷೇಕ ಸಕಲ ಜನರ ಮೇಲೆ ಸುಗ್ಗಿಕಾಲ ಸಮಯವಿದು ತಂದೆ ನಿನ್ನಾತ್ಮದಿ ತುಂಬಿಸು ಬೆಂಕಿಯಾಗಿ ಇಳಿಯಲಯ್ಯ ಅಗ್ನಿ ಜ್ವಾಲೆಯಾಗಿ ಉರಿಯಲಯ್ಯ ಬಿರುಗಾಳಿಯಂತೆ ಬೀಸಲಿಗ ಆತ್ಮನದಿಯಾಗಿ ಹರಿಯಲಿಗ ಬೆಂಕಿಯಂತೆ ಇಳಿಯಲಿಗ ಉರಿ ನಾಲಿಗೆಯಂತೆ ಕೂರಲಿಗ ಬಿರುಗಾಳಿಯಂತೆ ಬೀಸಲಿಗ ಆತ್ಮನದಿಯಾಗಿ ಹರಿಯಲಿಗ ಅಂತ್ಯಕಾಲ ಅಭಿಷೇಕ ಸಕಲ ಜನರ ಮೇಲೆ ಸುಗ್ಗಿಕಾಲ ಸಮಯವಿದು ತಂದೆ ನಿನ್ನಾತ್ಮದಿ ತುಂಬಿಸು ಅಂತ್ಯಕಾಲ ಅಭಿಷೇಕ ಸಕಲ ಜನರ ಮೇಲೆ ಸುಗ್ಗಿಕಾಲ ಸಮಯವಿದು ತಂದೆ ನಿನ್ನಾತ್ಮದಿ ತುಂಬಿಸು ಸೀನಾಯಿ ಬೆಟ್ಟದ ಮೇಲೆ ಒಂದು ಅಗ್ನಿ ಜ್ವಾಲೆ ನಾ ಕಾಣುವೆ ಇಸ್ರಾಯೇಲಿನ ದೇವರೇ ಆ ಅಗ್ನಿ ನನ್ನ ಸುರಿಯ ಮಾಡು ಸೀನಾಯಿ ಬೆಟ್ಟದ ಮೇಲೆ ಒಂದು ಅಗ್ನಿ ಜ್ವಾಲೆ ನಾ ಕಾಣುವೆ ಇಸ್ರಾಯೇಲಿನ ದೇವರೇ ಆ ಅಗ್ನಿ ನನ್ನ ಸುರಿಯ ಮಾಡು ಬೆಂಕಿಯಾಗೆ ಇಳಿಯಲಯ್ಯ ಉರಿ ನಾಲಿಗೆಯಂತೆ ಕೂರಲೀಗ ಬಿರುಗಾಳಿಯಂತೆ ಬೀಸಲಿಗ ಆತ್ಮನದಿಯಾಗಿ ಹರಿಯಲಿಗ ಬೆಂಕಿಯಾಗೆ ಇಳಿಯಲಿಗ ಉರಿ ನಾಲಿಗೆಯಂತೆ ಕೂರಲೀಗ ಬಿರುಗಾಳಿಯಂತೆ ಬೀಸಲಿಗ ಆತ್ಮನದಿಯಾಗಿ ಹರಿಯಲಿಗ ಕಾಲ ಅಭಿಷೇಕ ಸಕಲ ಜನರ ಮೇಲೆ ಸುಗ್ಗಿಕಾಲ ಸಮಯವಿದು ತಂದೆ ನಿನ್ನಾತ್ಮದಿ ತುಂಬಿಸು ಅಂತ್ಯಕಾಲ ಅಭಿಷೇಕ ಸಕಲ ಜನರ ಮೇಲೆ ಸುಗ್ಗಿಕಾಲ ಸಮಯವಿದು ತಂದೆ ನಿನ್ನಾತ್ಮದಿ ತುಂಬಿಸು ಕರ್ಮೇಲಿನ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಒಂದು ಕೈಮೋಡನ ಕಾಣುವೆ ಅವನಡುಗಿದಂತೆ ಅಗ್ನಿ ಮಳೆಯಾಗಿ ಸುರಿಯಲಿಗ ಕರ್ಮೇಲಿನ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಒಂದು ಮೋಡನ ಕಾಣುವೆ
ಆಹಾಬನಡುಗಿದಂತೆ ಅಗ್ನಿ ಮಳೆಯಾಗಿ ಸುರಿಯಲಿಗ, ಬೆಂಕಿಯಂತೆ ಇಳಿಯಲಿಗ, ಉರಿ ನಾಲಿಗೆಯಂತೆ ಕೂರಲಿಗ, ಬಿರುಗಾಳಿಯಂತೆ ಬೀಸಲಿಗ, ಆತ್ಮನದಿಯಾಗಿ ಹರಿಯಲಿಗ, ಬೆಂಕಿಯಂತೆ ಇಳಿಯಲಿಗ, ಉರಿ ನಾಲಿಗೆಯಂತೆ ಕೂರಲಿಗ, ಬಿರುಗಾಳಿಯಂತೆ ಬೀಸಲಿಗ, ಆತ್ಮನದಿಯಾಗಿ ಹರಿಯಲಿಗ. ಅಂತ್ಯಕಾಲ ಅಭಿಷೇಕ ಸಕಲ ಜನರ ಮೇಲೆ, ಸುಗ್ಗಿಕಾಲ ಸಮಯವಿದು, ತಂದೆ ನಿನ್ನಾತ್ಮದಿ ತುಂಬಿಸು. ಅಂತ್ಯಕಾಲ ಅಭಿಷೇಕ ಸಕಲ ಜನರ ಮೇಲೆ, ಸುಗ್ಗಿಕಾಲ ಸಮಯವಿದು, ತಂದೆ ನಿನ್ನಾತ್ಮದಿ ತುಂಬಿಸು. ಬೆಂಕಿಯಂತೆ ಇಳಿಯಲಿಗ, ಉರಿ ನಾಲಿಗೆಯಂತೆ ಕೂರಲಿಗ, ಬಿರುಗಾಳಿಯಂತೆ ಬೀಸಲಿಗ, ಆತ್ಮನದಿಯಾಗಿ ಹರಿಯಲಿಗ, ಬೆಂಕಿಯಂತೆ ಇಳಿಯಲಿಗ, ಉರಿ ನಾಲಿಗೆಯಂತೆ ಕೂರಲಿಗ, ಬಿರುಗಾಳಿಯಂತೆ ಬೀಸಲಿಗ, ಆತ್ಮನದಿಯಾಗಿ ಹರಿಯಲಿಗ. ಎಲುಬಿನ ತಗ್ಗಿನಲ್ಲಿ ಅಧಿಕಾರ ನೀಡಬೇಕು, ನಿನ್ನ ಆತ್ಮನಿಂದ ಪ್ರವಾದಿಸಲು. ಅಸ್ಥಿಗಳ ತಗ್ಗಿನಲ್ಲಿ ಒಂದು ಸೈನ್ಯವನ ಕಾಣುವೆ, ನಿನ್ನ ಆತ್ಮನಿಂದ ಪ್ರವಾದಿಸಲು. ಬೆಂಕಿಯಂತೆ ಇಳಿಯಲಿಗ, ಉರಿ ನಾಲಿಗೆಯಂತೆ ಕೂರಲಿಗ, ಬಿರುಗಾಳಿಯಂತೆ ಬೀಸಲಿಗ, ಆತ್ಮನದಿಯಾಗಿ ಹರಿಯಲಿಗ, ಬೆಂಕಿಯಂತೆ ಇಳಿಯಲಿಗ, ಉರಿ ನಾಲಿಗೆಯಂತೆ ಕೂರಲಿಗ, ಬಿರುಗಾಳಿಯಂತೆ ಬೀಸಲಿಗ, ಆತ್ಮನದಿಯಾಗಿ ಹರಿಯಲಿಗ. ಅಂತ್ಯಕಾಲ ಅಭಿಷೇಕ ಸಕಲ ಜನರ ಮೇಲೆ, ಸುಗ್ಗಿಕಾಲ ಸಮಯವಿದು, ತಂದೆ ನಿನ್ನಾತ್ಮದಿ ತುಂಬಿಸು. ಅಂತ್ಯಕಾಲ ಅಭಿಷೇಕ ಸಕಲ ಜನರ ಮೇಲೆ, ಸುಗ್ಗಿಕಾಲ ಸಮಯವಿದು, ತಂದೆ ನಿನ್ನಾತ್ಮದಿ ತುಂಬಿಸು. ಬೆಂಕಿಯಂತೆ ಇಳಿಯಲಿಗ, ಉರಿ ನಾಲಿಗೆಯಂತೆ ಕೂರಲಿಗ, ಬಿರುಗಾಳಿಯಂತೆ ಬೀಸಲಿಗ, ಆತ್ಮನದಿಯಾಗಿ ಹರಿಯಲಿಗ, ಬೆಂಕಿಯಂತೆ ಇಳಿಯಲಿಗ, ಉರಿ ನಾಲಿಗೆಯಂತೆ ಕೂರಲಿಗ, ಬಿರುಗಾಳಿಯಂತೆ ಬೀಸಲಿಗ, ಆತ್ಮನದಿಯಾಗಿ ಹರಿಯಲಿಗ. ಎಲುಬಿನ ತಗ್ಗಿನಲ್ಲಿ ಒಂದು ಸೈನ್ಯವನ ಕಾಣುವೆ, ಅಧಿಕಾರ ನೀಡಬೇಕು, ನಿನ್ನ ಆತ್ಮನಿಂದ ಪ್ರವಾದಿಸಲು. ಎಲುಬಿನ ತಗ್ಗಿನಲ್ಲಿ ಒಂದು ಸೈನ್ಯವನ ಕಾಣುವೆ, ಅಧಿಕಾರ ನೀಡಬೇಕು, ನಿನ್ನ ಆತ್ಮನಿಂದ ಪ್ರವಾದಿಸಲು. ಬೆಂಕಿಯಂತೆ ಇಳಿಯಲಿಗ, ಉರಿ ನಾಲಿಗೆಯಂತೆ ಕೂರಲಿಗ, ಬಿರುಗಾಳಿಯಂತೆ ಬೀಸಲಿಗ, ಆತ್ಮನದಿಯಾಗಿ ಹರಿಯಲಿಗ, ಬೆಂಕಿಯಂತೆ ಇಳಿಯಲಿಗ, ಉರಿ ನಾಲಿಗೆಯಂತೆ ಕೂರಲಿಗ, ಬಿರುಗಾಳಿಯಂತೆ ಬೀಸಲಿಗ, ಆತ್ಮನದಿಯಾಗಿ ಹರಿಯಲಿಗ. ಅಂತ್ಯಕಾಲ ಅಭಿಷೇಕ ಸಕಲ ಜನರ ಮೇಲೆ, ಸುಗ್ಗಿಕಾಲ ಸಮಯವಿದು, ತಂದೆ ನಿನ್ನಾತ್ಮದಿ ತುಂಬಿಸು. ಅಂತ್ಯಕಾಲ ಅಭಿಷೇಕ ಸಕಲ ಜನರ ಮೇಲೆ,
ಸುಗ್ಗಿಕಾಲ ಸಮಯವಿದು, ತಂದೆ ನಿನ್ನಾತ್ಮದಿ ತುಂಬಿಸು. ಅಂತ್ಯಕಾಲ ಅಭಿಷೇಕ ಸಕಲ ಜನರ ಮೇಲೆ. ಸುಗ್ಗಿಕಾಲ ಸಮಯವಿದು, ತಂದೆ ನಿನ್ನಾತ್ಮದಿ ತುಂಬಿಸು. ಅಭಿಷೇಕ ನನ್ನ ತಲೆ ಮೇಲೆ, ಪರಿಶುದ್ಧಾತ್ಮರು ನನ್ನೊಳಗೆ. ಅಭಿಷೇಕ ನನ್ನ ತಲೆ ಮೇಲೆ, ಪರಿಶುದ್ಧಾತ್ಮರು ನನ್ನೊಳಗೆ. ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ, ಪರಿಶುದ್ಧಾತ್ಮರು ನನ್ನೊಳಗೆ. ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ, ಪರಿಶುದ್ಧಾತ್ಮರು ನನ್ನೊಳಗೆ. ಅಭಿಷೇಕ ನನ್ನ ತಲೆ ಮೇಲೆ, ಪರಿಶುದ್ಧಾತ್ಮರು ನನ್ನೊಳಗೆ. ಅಭಿಷೇಕ ನನ್ನ ತಲೆ ಮೇಲೆ, ಪರಿಶುದ್ಧಾತ್ಮರು ನನ್ನೊಳಗೆ. ಬಿಡುಗಡೆಯು ದೊರಕಬೇಕು ಸೆರೆಯಾದ ಸರ್ವರಿಗೂ. ಬಿಡುಗಡೆಯು ದೊರಕಬೇಕು ಸೆರೆಯಾದ ಸರ್ವರಿಗೂ. ಬಂಧನಗಳ ಬಿಚ್ಚಬೇಕು, ಒಡೆದು ಹಾಕಬೇಕು. ಬಂಧನಗಳ ಬಿಚ್ಚಬೇಕು, ಒಡೆದು ಹಾಕಬೇಕು. ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ, ಪರಿಶುದ್ಧಾತ್ಮರು ನನ್ನೊಳಗೆ. ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ, ಪರಿಶುದ್ಧಾತ್ಮನು ನನ್ನೊಳಗೆ. ಅಭಿಷೇಕ ನನ್ನ ತಲೆ ಮೇಲೆ, ಪರಿಶುದ್ಧಾತ್ಮರು ನನ್ನೊಳಗೆ. ಅಭಿಷೇಕ ನನ್ನ ತಲೆ ಮೇಲೆ, ಪರಿಶುದ್ಧಾತ್ಮರು ನನ್ನೊಳಗೆ. ಸಾರುವೆನು ಸುವಾರ್ತೆಯನು ದೀನರದ ಎಲ್ಲರಿಗೂ. ಸಾರುವೆನು ಸುವಾರ್ತೆಯನು ದೀನರದ ಎಲ್ಲರಿಗೂ. ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ, ಪರಿಶುದ್ಧಾತ್ಮರು ನನ್ನೊಳಗೆ. ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ, ಪರಿಶುದ್ಧಾತ್ಮರು ನನ್ನೊಳಗೆ. ಅಭಿಷೇಕ ನನ್ನ ತಲೆ 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 ಮೇಲೆ, ಪರಿಶುದ್ಧಾತ್ಮರು ನನ್ನೊಳಗೆ. ನನ್ನ ಮೇಲೆ, ಪರಿಶುದ್ಧಾತ್ಮರು ನನ್ನೊಳಗೆ. ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ, ಪರಿಶುದ್ಧಾತ್ಮರು ನನ್ನೊಳಗೆ. ಅಭಿಷೇಕ ನನ್ನ ತಲೆ ಮೇಲೆ, ಪರಿಶುದ್ಧಾತ್ಮರು ನನ್ನೊಳಗೆ. ಅಭಿಷೇಕ ನನ್ನ ತಲೆ ಮೇಲೆ, ಪರಿಶುದ್ಧಾತ್ಮರು ನನ್ನೊಳಗೆ. ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ, ಪರಿಶುದ್ಧಾತ್ಮರು ನನ್ನೊಳಗೆ. ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ, ಪರಿಶುದ್ಧಾತ್ಮರು ನನ್ನೊಳಗೆ. ಅಭಿಷೇಕ ನನ್ನ ತಲೆ 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 ಮೇಲೆ, ಪರಿಶುದ್ಧಾತ್ಮರು ನನ್ನೊಳಗೆ. ಹೃದಯದಲ್ಲಿ ನೊಂದವರು ಹೇರಳ ಹೇರಳವು. ಹೃದಯದಲ್ಲಿ ನೊಂದವರು ಹೇರಳ ಹೇರಳವು. ಗಾಯ ಕಟ್ಟುವೆ ದೇಶವೆಲ್ಲ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ಗಾಯ ಕಟ್ಟುವೆ ದೇಶವೆಲ್ಲ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ, ಪರಿಶುದ್ಧಾತ್ಮರು ನನ್ನೊಳಗೆ. ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ, ಪರಿಶುದ್ಧಾತ್ಮರು ನನ್ನೊಳಗೆ. ಅಭಿಷೇಕ ನನ್ನ ತಲೆ ಮೇಲೆ, ಪರಿಶುದ್ಧಾತ್ಮರು ನನ್ನೊಳಗೆ.
ಅಭಿಷೇಕ ನನ್ನ ತಲೆ ಮೇಲೆ, ಪರಿಶುದ್ಧಾತ್ಮರು ನನ್ನೊಳಗೆ. ಅಭಿಷೇಕ ನನ್ನ ತಲೆ ಮೇಲೆ, ಪರಿಶುದ್ಧಾತ್ಮರು ನನ್ನೊಳಗೆ. ಅಭಿಷೇಕ ನನ್ನ ತಲೆ ಮೇಲೆ, ಪರಿಶುದ್ಧಾತ್ಮರು ನನ್ನೊಳಗೆ. ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ, ಪರಿಶುದ್ಧಾತ್ಮರು ನನ್ನೊಳಗೆ. ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ, ಪರಿಶುದ್ಧಾತ್ಮರು ನನ್ನೊಳಗೆ. ಅಭಿಷೇಕ ನನ್ನ ತಲೆ ಮೇಲೆ, ಪರಿಶುದ್ಧಾತ್ಮರು ನನ್ನೊಳಗೆ. ಅಭಿಷೇಕ ನನ್ನ ತಲೆ ಮೇಲೆ, ಪರಿಶುದ್ಧಾತ್ಮರು ನನ್ನೊಳಗೆ. ಆರಾಧನೆ ಸ್ತುತಿ ಆರಾಧನೆ, ಆರಾಧನೆ ನಿಮಗೆ. ಆರಾಧನೆ ಸ್ತುತಿ ಆರಾಧನೆ, ಆರಾಧನೆ ನಿಮಗೆ. ಆರಾಧನೆ ನಿಮಗೆ, ಆರಾಧನೆ ನಿಮಗೆ, ಆರಾಧನೆ ನಿಮಗೆ. ಆರಾಧನೆ ನಿಮಗೆ. ಆರಾಧನೆ ಸ್ತುತಿ ಆರಾಧನೆ, ಆರಾಧನೆ ನಿಮಗೆ. ಆರಾಧನೆ ಸ್ತುತಿ ಆರಾಧನೆ, ಆರಾಧನೆ ನಿಮಗೆ. ಆರಾಧನೆ ನಿಮಗೆ, ಆರಾಧನೆ ನಿಮಗೆ, ಆರಾಧನೆ ನಿಮಗೆ, ಆರಾಧನೆ ನಿಮಗೆ. ಮಹಿಮೆ ಘನತೆಗೆ ಅರ್ಹನು ನೀನೆ, ನೀನೆ ನನ್ನ ದೇವರು. ಮಹಿಮೆ ಘನತೆಗೆ ಅರ್ಹನು ನೀನೆ, ನೀನೆ ನನ್ನ ದೇವರು. ಸೃಷ್ಟಿಕರ್ತ ಮುಕ್ತಿದಾತ, ಸೃಷ್ಟಿಕರ್ತ ಮುಕ್ತಿದಾತ, ಸ್ತುತಿಗೆ ಪಾತ್ರನು ನೀ. ಆರಾಧನೆ ನಿಮಗೆ, ಆರಾಧನೆ ನಿಮಗೆ. ಆರಾಧನೆ ನಿಮಗೆ, ಆರಾಧನೆ ನಿಮಗೆ. ಆರಾಧನೆ ಸ್ತುತಿ ಆರಾಧನೆ, ಆರಾಧನೆ ನಿಮಗೆ. ಆರಾಧನೆ ಸ್ತುತಿ ಆರಾಧನೆ, ಆರಾಧನೆ ನಿಮಗೆ. ಆರಾಧನೆ ನಿಮಗೆ, ಆರಾಧನೆ ನಿಮಗೆ. ಆರಾಧನೆ ನಿಮಗೆ, ಆರಾಧನೆ ನಿಮಗೆ. ಬಾನಿನಿಂದ ಮನ್ನಾವ ಸುರಿಸಿ, ಬಂಡೆಯ ನೀರನ್ನು ಹರಿಸಿ. ಬಾನಿನಿಂದ ಮನ್ನಾವ ಸುರಿಸಿ, ಬಂಡೆಯ ನೀರನ್ನು ಹರಿಸಿ. ಯೆಹೋವ ಈರೆ ನೋಡಿಕೊಳ್ಳುವೆ, ಯೆಹೋವ ಈರೆ ನೋಡಿಕೊಳ್ಳುವೆ, ನನ್ನನ್ನು ನೋಡಿಕೊಳ್ಳುವೆ. ಆರಾಧನೆ ನಿಮಗೆ, ಆರಾಧನೆ ನಿಮಗೆ, ಆರಾಧನೆ ನಿಮಗೆ. ಆರಾಧನೆ ನಿಮಗೆ. ಆರಾಧನೆ ಸ್ತುತಿ ಆರಾಧನೆ, ಆರಾಧನೆ ನಿಮಗೆ. ಆರಾಧನೆ ಸ್ತುತಿ ಆರಾಧನೆ, ಆರಾಧನೆ ನಿಮಗೆ. ಆರಾಧನೆ ನಿಮಗೆ, ಆರಾಧನೆ ನಿಮಗೆ, ಆರಾಧನೆ ನಿಮಗೆ. ಆರಾಧನೆ ನಿಮಗೆ. ಮಹಿಮೆ ಘನತೆಗೆ ಅರ್ಹನು ನೀನೆ, ನೀನೆ ನನ್ನ ದೇವರು. ಮಹಿಮೆ ಘನತೆಗೆ ಅರ್ಹನು ನೀನೆ, ನೀನೆ ನನ್ನ ದೇವರು. ಸೃಷ್ಟಿಕರ್ತ ಮುಕ್ತಿದಾತ, ಸೃಷ್ಟಿಕರ್ತ ಮುಕ್ತಿದಾತ, ಸ್ತುತಿಗೆ ಪಾತ್ರನು ನೀ. ಆರಾಧನೆ ನಿಮಗೆ, ಆರಾಧನೆ ನಿಮಗೆ, ಆರಾಧನೆ ನಿಮಗೆ, ನಿಮಗೆ. ಆರಾಧನೆ ಸ್ತುತಿ ಆರಾಧನೆ, ಆರಾಧನೆ ನಿಮಗೆ. ಆರಾಧನೆ ಸ್ತುತಿ ಆರಾಧನೆ, ಆರಾಧನೆ ನಿಮಗೆ. ಆರಾಧನೆ ನಿಮಗೆ, ಆರಾಧನೆ
ವ್ಯಾಧಿಗಳ ನೀಗಿಸಿದಾತ, ಸತ್ತವರ ಎಬ್ಬಿಸಿದಾತ, ವ್ಯಾಧಿಗಳ ನೀಗಿಸಿದಾತ, ಸತ್ತವರ ಎಬ್ಬಿಸಿದಾತ. ಯೆಹೋವ ರಾಫ ಸೌಖ್ಯದಾಯಕ, ಯೆಹೋವ ರಾಫ ಸೌಖ್ಯದಾಯಕ, ನನ್ನನ್ನು ಗುಣಪಡಿಸಿದೆ. ಆರಾಧನೆ ನಿಮಗೆ, 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 ಆರಾಧನೆ ಸ್ತುತಿ ಆರಾಧನೆ, ಆರಾಧನೆ ನಿಮಗೆ, ಆರಾಧನೆ ಸ್ತುತಿ ಆರಾಧನೆ, ಆರಾಧನೆ ನಿಮಗೆ, ಆರಾಧನೆ ನಿಮಗೆ, ಆರಾಧನೆ ನಿಮಗೆ, ಆರಾಧನೆ ನಿಮಗೆ, యేసయ్యా ಆರಾಧನೆ ನಿಮಗೆ.